അല്ലേ ബഹുമാനപ്പെട്ട മൂസദ് അവറുകൾ, ക്ഷേത്രസമിതി പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ ഒരു നന്ദകുമാർ സാറാണത്. നിങ്ങൾ അറിയുന്ന ആളാണോ? കുറച്ച് ദിവസമായിട്ട് ഞാനും അറിയും. അദ്ദേഹമാണ് എന്നെ ക്ഷണിച്ചത്. അങ്ങനെ ഭക്തജനങ്ങളായ എല്ലാവർക്കും നമസ്കാരം. തുടങ്ങല്ലേ? അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രം ഇവിടെ വന്നു കണ്ടപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? അല്ലേ? അതിൽ നിങ്ങൾക്ക് സന്തോഷമില്ലേ? അഭിമാനമില്ലേ? വലിയൊരു അനുഗ്രഹമല്ലേ? അങ്ങനെ അപൂർവ ക്ഷേത്രങ്ങളാണ്. ഇതേപോലെ ഒന്ന് ഞാൻ ഇവരോട് പറഞ്ഞു, അന്തനാർകാവ് എന്നൊരു കാവുണ്ട് കോടഞ്ചേരിക്കടുത്ത്. അതൊരു വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതിഷ്ഠയൊക്കെ ഒരു ജലത്തിൽ കാണില്ല. അത് കാവായിട്ട് തന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നെ മുക്കം തൃക്കടവണ്ണ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? ഉണ്ടോ? ഈ അവിടെ ഉത്സവം നടക്കുക, ശിവരാത്രി ഗംഭീര ഉത്സവം. ആലുവ ശിവരാത്രി കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഉത്സവം അതാണെന്നാണ് പറയുന്നത്. അവിടെ പോയി ആരും കൂടി ഇല്ല? ഉണ്ടോ? 1, 2, 3 പോയിട്ടുണ്ട്. അതായിരിക്കും, ഉണ്ട്, അവർക്കറിയാം. പിന്നെ വേറെ എന്താണ്? ഓച്ചിറാന്ന് കേട്ടിട്ടുണ്ടോ? അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ. കേട്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ഇല്ലേ? നമുക്ക് പോകണം. അപ്പം അങ്ങനെ അതേപോലെ തന്നെയും വളരെ വ്യത്യസ്തമായ സവിശേഷതകളുള്ള ഈശ്വര ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ഈ നാടിന്റെ ശക്തി ചൈതന്യ കേന്ദ്രമാണ് ഈ ക്ഷേത്രം. ശരിയല്ലേ? എത്ര മനോഹരമാണ്! 27 പടികൾ നിങ്ങൾക്കറിയാലോ, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള തീർത്ഥക്കുളം. എന്തൊരു ഭാഗ്യമുള്ള ആളുകളാണ് നിങ്ങൾ. എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി വരുന്നുണ്ടോ? ഇവിടെ ഈ നാട്ടിൽ സ്ത്രീകൾ മാത്രമുള്ളതെന്നാണ് ഞാൻ കേട്ടത്. ശരിയാണോ? ആണോ? ആണ്. പുരുഷന്മാരില്ലാത്ത നാടാണ്. 3-4 പേരേ ഉള്ളൂ. വഴക്കുണ്ടാക്കരുത്, ഞാൻ വെറുതെ പറയാട്ടോ. എല്ലാ സ്ഥലത്തും ഏതാണ്ട് ഇങ്ങനെയൊക്കെ. പക്ഷെ ഒത്തിരി മാറിയിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ക്ഷേത്രങ്ങളിലൊക്കെ ആളുകൾ ധാരാളം വരാൻ തുടങ്ങി. മാത്രമല്ല, പ്രഭാഷണങ്ങൾ കേട്ടപ്പെട്ട ആളുകൾ ഓടി രക്ഷപ്പെടുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആളുകൾ ഇരിക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ തൃക്കടവണ്ണ ഉണ്ടായിരുന്നു വൈകുന്നേരം. സാധാരണ അവർ പറഞ്ഞ ഒരു 10-15 പേര് മുന്നിലുണ്ടാവും സംഘാടകരിൽ എങ്ങനെ വിജയിപ്പിക്കാൻ. പക്ഷെ ആ ഇട്ട കസേര നിറഞ്ഞു കഴിഞ്ഞ ആളുകൾ. അപ്പൊ കാലം മാറി വരുന്നുണ്ട്. ശരിയല്ലേ? അതാ. അപ്പൊ ക്ഷേത്രത്തിന് എന്തോ പ്രാധാന്യം ഉണ്ടെന്ന് അർത്ഥം. നമ്മളൊന്ന് മനസ്സിലാക്കി തുടങ്ങി. ഓക്കെ ആണോ? ഞാൻ ചോദിക്കും ചോദ്യങ്ങൾ. എന്താ എന്റെ ചോദ്യത്തിന്റെ രീതി വെച്ചാൽ, എനിക്ക് അറിയുന്നതൊന്നും ഞാൻ ചോദിക്കൂല. എനിക്ക് അറിയാത്തത് മാത്രമേ ചോദിക്കുള്ളൂ. എന്താ? അറിയാത്തല്ലേ എനിക്ക് ചോദിച്ചറിയുന്നത്. അറിയുന്നത് ഞാൻ തന്നെ പറഞ്ഞാൽ മതി. കൂടൂലേ? ഓക്കെ ആണോ? ബാക്കിലിരിക്കുന്നവർ ആലോചിക്കുന്നില്ല. അങ്ങനെ ചോദിക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങളിവിടെ ഇരിക്കുന്നില്ല. ആണോ? എന്നാലും ചോദിക്കും. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പൊ കാരണം സാറ് പറഞ്ഞത് തന്നെ പറയേണ്ട, എല്ലാവരും കൂടി പറയാമോ? കൂടൂലേ? ഇല്ല എന്നാ പറയും. നിങ്ങൾക്ക് അറിയുന്ന പ്രാധാന്യം എന്താണ് ക്ഷേത്രത്തെ കുറിച്ച്? കുട്ടിക്കും പറയാം. എല്ലാ കുട്ടികളാണ് മുന്നിൽ ഇരിക്കുന്നില്ല. ഞങ്ങൾ ഈ ടീച്ചേഴ്സ് അങ്ങനെ അതിന് മുന്നിൽ എത്ര പ്രായമുള്ളവരെ കണ്ടാലും കുട്ടികളാണ്. പറഞ്ഞോളൂ, എന്താ പ്രാധാന്യം പറയാമോ? തന്നെ കാണുന്നില്ലല്ലേ? അത് ഈ സാധനത്തിന് എന്താ പേര്? പോഡിയം അങ്ങനത്തെ ഒരു പേര്. അത് നമ്മുടെ നാട്ടിൽ ഇത് നിർമ്മിക്കുന്ന ആളുകൾ പണ്ടേ കണ്ടുവച്ചിട്ടുള്ള കണക്കുകൾ ഇത്ര ഉയരത്തിലാണ്. കുറച്ച് താഴ്ന്നു വന്ന ഉയരം കുറഞ്ഞവർക്കും അങ്ങോട്ട് കാണാൻ പറ്റും. അതെല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാണുന്നുണ്ടോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും പ്രധാനമായിട്ട് ഭക്തജനങ്ങളായ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രമല്ലേ ക്ഷേത്രം? അല്ലേ? അയാളെന്നെ രക്ഷിച്ചതാ. എന്നാണ് പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ഒന്നാമത്തെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾക്ക് അറിയാമായിട്ടും പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായി. എന്താ ഒന്നാമത്തെ ഉത്തരം? നമ്മുടെ എല്ലാ സങ്കടങ്ങളും പോയി പറയാൻ, നമ്മളെ അനുഗ്രഹിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ തിരുസന്നിധി അഥവാ ക്ഷേത്രങ്ങൾ. സമ്മതിച്ചോ? ഓക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ചോദിക്കുന്നു, നാട്ടിലുള്ള എല്ലാവരെയും കൂട്ടിക്കിടക്കുന്ന, കൂട്ടുകുടുംബമാക്കി സംരക്ഷിക്കുന്ന അതിന്റെ അധ്യക്ഷ സ്ഥാനത്താണ് ക്ഷേത്രം. ആണോ? തെളിവ് തരാമോ? തെളിയിക്ക്. നാട്ടിലുള്ള എല്ലാ കുടുംബങ്ങളെയും കൂട്ടിയിണക്കി അതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് സമൂഹത്തെ ആകെ ഒരുമിപ്പിച്ച് സാഹോദര്യവും സൗഹൃദവും ഒക്കെ ചേർത്ത് നാടിനെ എല്ലാവരും ഒന്നാക്കി മാറ്റുന്ന ഇടമാണ് ക്ഷേത്രം. തെളിവുണ്ടോ? വെറുതെ പറഞ്ഞാൽ പറ്റില്ല. പറയും. ഇവിടെ തന്നെ ഇരിക്കുന്നത് അതാണ് തെളിവ്. കണ്ടോ? കൂട്ടുവരെ ഏതാ? ഇതാണോ?
അവിടുത്തെ തിരക്കൊക്കെ അറിയില്ലേ? ഇത് നമുക്ക് കുറഞ്ഞ ഭക്തരങ്ങൾ ഇന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? രാവിലെ വൈകുന്നേരം ആയാലോ അല്ലെ പ്രധാന പരിപാടികളുള്ളപ്പോഴേ എത്ര ആളുകളാണ്. വിവിധ മേച്ചേരി ശിവക്ഷേത്രം, കുന്നത്ത് തൃക്കോവിൽ ക്ഷേത്രം, അതുപോലെ ഹരഹര ക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളിലൊക്കെ തിരക്കുള്ള ദിവസം നിങ്ങൾ പോയിട്ടില്ലേ? എത്ര ആളുകളാണ് അവിടെ ജോലി ചെയ്യുന്നത്, ഒരുമിച്ച് എത്ര ആഴ്ചയായിട്ട് കഷ്ടപ്പെടുന്നു. അപ്പൊ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളെ ഒരുമിച്ച് ചേർത്തി ഒരു കുടുംബം പോലെ ആക്കുന്ന പ്രധാനപ്പെട്ട ആധ്യാത്മിക കേന്ദ്രമാണ് ക്ഷേത്രം. രണ്ടുത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനിയുണ്ടോ? അമ്മയ്ക്കും പറയാം. വേറെ പറയും. നിങ്ങൾ വിചാരിച്ച് ഞാനതെല്ലാം പറഞ്ഞു തരും, നിങ്ങളെല്ലാം കേട്ടു പോകാന്ന് വിചാരിച്ചു വന്നല്ലേ? നടക്കൂല. അപ്പൊ ഒന്ന് ഇനി ഞാൻ ചോദിക്കട്ടെ വേറൊരു കാര്യം. ഒരുപാട് കാര്യങ്ങളുണ്ട് ക്ഷേത്രത്തെ കുറിച്ച് പറയാൻ. നാട് വികസിക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് ക്ഷേത്രത്തിനുണ്ടോ? ഉണ്ടോ കുട്ടികളെ? ഞാൻ മണാശ്ശേരിയിലായിരുന്നു ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. മണാശ്ശേരി ഒരു സ്കൂളുണ്ട്, ഗവൺമെന്റ് UP സ്കൂൾ എന്നാ പറയാ. ഈ നന്ദ സാറിന്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ട്, അജയചന്ദ്രൻ സാർ. ഇവിടെ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. NIT ജോലി ചെയ്തിരുന്ന ആളാണ്. പ്രഭാഷണത്തിന് വന്നിരുന്നു 2 കൊല്ലം മുമ്പ്. അന്ന് നിങ്ങൾ വന്നില്ലല്ലേ? എനിക്ക് മനസ്സിലായി. ഇപ്പോഴല്ലേ പിടികിട്ടിയത്. അപ്പം അതിനടുത്തായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ താമസമാക്കുന്നത് ഒരു 25-28 വർഷം മുമ്പാണ്. അതിന് മുമ്പ് ഞാൻ തിരുവമ്പാടി. അപ്പൊ അവിടെ താമസമാക്കുമ്പോൾ അവിടെ മേച്ചേരി ശിവക്ഷേത്രം വളരെ ചെറിയൊരു ശ്രീകോവിലിന്റെ മാതൃക ഷെഡ് കെട്ടിയ ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ അവിടെ പോയിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ആരുമില്ലേ? എല്ലായിടത്തും പോകട്ടോ. ഇന്നതൊരു മഹാക്ഷേത്രമായി മാറി. പിന്നെ എന്താ പറയുക, അന്ന് ആ ക്ഷേത്ര പരിസരത്തുള്ള വീടുകളൊക്കെ തന്നെയും വളരെ ചെറിയ ഓടിട്ടതോ ഇടിഞ്ഞു പൊളിഞ്ഞ വീടാറായതോ അതുപോലെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതും റോഡില്ല, ബുദ്ധിമുട്ടാണ്, ആളുകൾക്കൊക്കെ പ്രയാസങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമായിരുന്നു. ഇന്ന് ചെന്ന് കണ്ടാൽ ആ പ്രദേശത്തെ എല്ലാ വീടുകളും അതിമനോഹരമായി പരിഷ്കരിച്ചു. റോഡുകളെല്ലാം വന്നു, നാടാകമാനം മാറി, ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു. ആ പ്രദേശം ഒന്നടങ്കം മാറിക്കഴിഞ്ഞു. അപ്പൊ ഒരു ക്ഷേത്രം പുരോഗതി നേടിയാൽ നാട് വികസിക്കുമെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ യോജിക്കുമെന്ന് എനിക്കറിയില്ല. എന്നിട്ട് എന്താ നിങ്ങളിവിടെ എല്ലാവരും കൂടി ഇത് വികസിക്കുന്നതിനും കൂടുതൽ സഹായിക്കുന്നതിനോട് ഇരിപ്പുണ്ട് അല്ലേ? അതാണ് ശരിയാണോ തെറ്റാണോ? നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ക്ഷേത്രം അങ്ങനെയുണ്ടോ? ക്ഷേത്രം വന്ന പ്രദേശം ഒന്നായിട്ട് വളർന്നു വലുതായത് ഇല്ലേ? ആ നാട് അറിയപ്പെടുന്നത് പോലും ക്ഷേത്രത്തിന് പേരില്ല. കുട്ടിക്ക് ഒരു ഉത്തരം പറയാനല്ല. ആ ക്ഷേത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നാടിന്റെ പേര് പറഞ്ഞാൽ സമാനം തോന്നുന്നില്ല. പറഞ്ഞോളൂ. എന്റെ ഗുരുവായൂരപ്പ, ഗുരുവായൂർ, അനന്തപുരം, അങ്ങനെ പറയും. ഇഷ്ടം പോലെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളും ഒരു ക്ഷേത്രവും ബന്ധപ്പെട്ട. ഞാൻ പറഞ്ഞ സ്ഥലം ആദ്യം പറഞ്ഞ തിരുവമ്പാടിയാണ്. അവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രം. മനസ്സിലായി? അപ്പൊ ഞാൻ താമസിക്കുന്നത് കുമാരനെല്ലൂരാണ്. ആ സ്ഥലത്തിന്റെ പേരും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടല്ലേ? ആരാ എത്ര ഉണ്ടാക്കുന്നത്? അതിനുള്ളിൽ നിന്നാ മര്യാദ മതി. നല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളില്ലേ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്? ഉണ്ടോ? ഇങ്ങനെ പറഞ്ഞാൽ അത് തന്നെ പറയാനുണ്ട്. അതേപോലെ ഞാൻ ചോദിക്കുന്നു, ഈ കലകളെല്ലാം സംരക്ഷിച്ചിരുന്നത് എവിടെയാണ്? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഏതൊക്കെ കലകൾ അറിയാം? നൃത്തം അറിയോ? അറിയില്ല? അയ്യേ, എനിക്കറിയാലോ. പിന്നെന്തായിരുന്നു ഇങ്ങനെ പറഞ്ഞ അറിയോ? ഇതൊക്കെ എവിടെയായിരുന്നു സംരക്ഷിക്കുന്നത്? അപ്പൊ നിസ്സാര കാര്യമാണോ ഇത്? ഏതെല്ലാം കലകളുണ്ട്? കൂത്തെന്ന് കേട്ടിട്ടുണ്ടോ? കൂടിയാട്ടം. നമ്മുടെ മാർക്കെ കിടക്കുന്ന മാർക്കടാ നീ മാറി കിട്ടാച്ചട്ട, അതാരാ? തുള്ളലല്ലേ. പിന്നെ കഥകളി. എത്ര കലകളുടെ പേര് ഞാൻ പറയണം? എല്ലാം പറയേണ്ട ആവശ്യമില്ല, കുട്ടി പറയിപ്പിക്കണ്ടല്ലോ. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഇത് വലിയ സംഭവം തന്നെയാണ്. അപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വെറും ഒരു കെട്ടിടം മാത്രമല്ല. ഇപ്പൊ ഇവിടെ തന്നെ ആരും പറഞ്ഞത് എനിക്ക് തോന്നുന്നു. സാറ് പറഞ്ഞായിരുന്നു. ആണോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കലകളല്ല, എത്ര തരം കലകളാണ്. കലകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കലാകാരനുണ്ടെന്ന് കേട്ടു. നിങ്ങൾ അറിയുന്ന ആളാണോ? ഇല്ല, എനിക്കറിയാം. ആണോ? എന്നാ അത് തന്നെ. ഇവിടെ ഉണ്ടോ? സെക്രട്ടറി അല്ലേ? ആണോ? ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കിയതാ? കലാകാരന്മാരെ കണ്ടറിയാം. അപ്പൊ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ നൃത്തം, അതുപോലെ തന്നെ വാദ്യോപകരണങ്ങളില്ലേ? ചെണ്ട ഇല്ലേ? പിന്നെന്താണ്? തിമില്, ഇടയ്ക്ക്, ഇങ്ങനെ എന്തൊക്കെയുണ്ട്? മദ്ദളം. ഇതൊക്കെ പണ്ട് ക്ഷേത്രങ്ങളെ ബന്ധപ്പെട്ട പഞ്ചാരി മേളമൊക്കെ ഇല്ലേ? പിന്നെ നമ്മുടെ നാദസ്വര കച്ചേരി. പിന്നെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ആരൊക്കെയുള്ള പാട്ട് പലതരമുണ്ട് ഇല്ലേ? സംഗീതം കർണാടക സംഗീതം പറയുന്ന സംഗീതം ഉണ്ടോ? ഇല്ലേ? പിന്നെ സാധാരണ നമ്മുടെ അമ്പലത്തില്ലേ എന്താണ് അഷ്ടപതി പാട്ട് അറിയാലോ? കർണാടക സംഗീതം കേട്ടിട്ടുണ്ടോ?
അത് ഞാൻ പാടുന്നില്ല, ഞാൻ പാട്ടുകാരനൊന്നല്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇതുപോലുള്ള എല്ലാ തരത്തിലുള്ള കലകളും, ഉപകരണ സംഗീതം, വായ്പാട്ട്, നൃത്തം, ഇതേപോലെ കഥകൾ തുടങ്ങിയ എല്ലാം ആദ്യകാലങ്ങളിൽ എവിടെയാണ് സംരക്ഷിച്ചത്? ക്ഷേത്രത്തിലാണ്. അങ്ങനെയാണ് ഒരു കാര്യം. ഇങ്ങനെ പോയാൽ ഒരുപാട് പറയാനുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ക്ഷേത്രങ്ങളാണ് നമ്മുടെ നാടിന്റെ സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാൻ തോന്നുന്നു. അത് കഴിഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഞാൻ എന്താ പറഞ്ഞത്? നമ്മുടെ നാടിന്റെ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് ക്ഷേത്രത്തിലുണ്ട്. എന്തായിരിക്കും ഞാൻ എന്താ ഉദ്ദേശിച്ചത്? മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ മനസ്സിലാക്കാം. അതെന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന് അടിത്തറയിട്ടത് വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങളാണെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ യോജിക്കുമോ? എന്തൊക്കെയാണ്? വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങളൊക്കെയാണ് നമ്മുടെ നാടിന്റെ ജീവിത ശൈലി ചിട്ടപ്പെടുത്തിയത്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയുന്നതാണ് രാമായണം, മഹാഭാരതം. ഈ രാമായണവും മഹാഭാരതവും ഒക്കെയാണ് ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല, ഇന്ത്യക്ക് പുറത്തും ഒരുപാട് രാജ്യങ്ങളിൽ രാമായണമൊക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ശരിയാണല്ലോ? തർക്കമൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പൊ ഈ രാമായണവും മഹാഭാരതം എങ്ങനെ സ്വാധീനിച്ചെന്നൊന്നും കൂടുതൽ പറഞ്ഞുകൊണ്ട് പോകുന്നില്ല. ഈ രാമായണവും മഹാഭാരതം പോലുള്ള മഹഗ്രന്ഥങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ആളുകളെ സ്വാധീനിച്ചത്? പറയാം, നോക്കാം. ഈ രാമായണവും മഹാഭാരതവും അല്ലെങ്കിൽ വേദങ്ങളും, ഈ വേദങ്ങൾ അറിയാലോ അല്ലേ? വേദങ്ങൾ എത്രയുണ്ട്? 4. ആ വേദങ്ങൾ എഴുതിയത് ഏത് ഭാഷയിലാണ്? വേദവ്യാസനല്ലേ എഴുതിയത്? ആണോ? അതെ, കൃഷ്ണദ്വൈപായൻ. ഏതാ ഭാഷ? സംസ്കൃതം. സംസ്കൃതം അറിയുന്നവർക്ക് എഴുതിയിട്ട് ആരൊക്കെ ഉണ്ട്? എനിക്കും അറിയില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് അത് വായിച്ചത്? ഇന്നത്രയും പേർക്ക് അറിയില്ലെങ്കിൽ അന്ന് എത്ര പേർക്ക് അറിയാം? കുറഞ്ഞ ആളുകൾക്കല്ലേ അറിയുള്ളൂ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആ കുട്ടിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് എഴുത്തച്ഛനൊക്കെ കഷ്ടപ്പെട്ട് നമുക്ക് പരിവർത്തനം ചെയ്ത് തന്നില്ലേ? ശരിയല്ലേ? അധ്യാത്മരാമായണം, അതുപോലെ തമിഴിൽ കമ്പരാമായണം. അപ്പൊ ആ സംസ്കൃതത്തിലാണ് ഏത് നമ്മുടെ ഹിന്ദുക്കളുടെ ഏറ്റവും അടിസ്ഥാന ഗ്രന്ഥം ഏതാന്ന് അറിയാമല്ലോ അല്ലേ? ഏതാ? മുസ്ലിങ്ങളുടേതാണ് നമുക്കറിയാം, ക്രിസ്ത്യാനികളുടെ നമുക്കറിയാം. അറിയത്തില്ലേ? കുട്ടിക്കറിയാം? മുസ്ലിങ്ങളുടേത് ഖുർആനാണെന്നറിയാം, ക്രിസ്ത്യാനികളുടേത് ബൈബിളാണെന്നറിയാം. നമ്മുടെ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചില സ്ഥലത്ത് ആലോചിച്ചിട്ട് ചിലത് പലതും പറയും. പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമല്ല. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കും നല്ലതാണെന്ന് തോന്നുന്നു. വേദങ്ങളല്ലേ? അല്ലേ? ആണോ? ആണോ? വേദങ്ങളാണ്. ഈ വേദങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞതുപോലെ സംസ്കൃതത്തിലാണ്. അതും എന്താ പറയാ, കടുകെട്ടി സംസ്കൃതമാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ സംസ്കൃതത്തിലുള്ള വേദങ്ങളിലെ മഹത്തായ തത്വങ്ങൾ, മൂല്യങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. ഉണ്ടാവില്ലേ? അപ്പൊ ഇത് തയ്യാറാക്കിയ വേദവ്യാസൻ അറിയില്ലേ? ഇത് 4 പകുത്തു തന്ന വേദവ്യാസൻ അറിയില്ലേ? അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, അതുപോലെയുള്ളതൊക്കെ കഥാരൂപത്തിൽ എഴുതി തന്നു. കേട്ടോ? എന്താ ചെയ്തത്? കഥകളായിട്ട് എഴുതി. രാമായണം കഥയാണോ അല്ലയോ? വാൽമീകി മഹർഷി 24,000 ശ്ലോകങ്ങളോടുകൂടി എഴുതുന്ന രാമായണം കഥയാണോ അല്ലയോ? മഹാഭാരതം കഥയാണോ അല്ലയോ? എന്തുവാ? ആണ്. അപ്പൊ ഇത് വേദങ്ങളിൽ പറയുന്ന തത്വം, വേദത്തിന്റെ ഋഗ്വേദത്തിലെ ഏറ്റവും അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് എന്താണ്? ഏകം സത് വിപ്രാം ബഹുധാ വദന്തി എന്നാണ്. എന്താണ്? ഏകം സത്. കുടിയാണ് ഞാൻ എഴുന്നേറ്റ് പോകുന്നത്, അതായിരിക്കുന്നത്. പോയാ വിവരറിയും ഇല്ലേ? എന്താ പറഞ്ഞത്? ഏകം സത്ത് വിപ്രാം ബഹുധാ വദന്തി. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ? വളരെ സിമ്പിളാ. ആർക്കറിയാം? ഇവിടെ പറഞ്ഞ് തെറ്റിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ നിങ്ങളെപ്പോലെ ഒരാളാണ്, മഹാപണ്ഡിതനൊന്നുമല്ല. എന്നെ കണ്ടതൊന്നുമില്ലേ? നിങ്ങൾ എന്താ തോന്നിയ എന്നെ കണ്ടിട്ട്? പണ്ഡിതനാന്ന് തോന്നിയോ? ഒന്നുമില്ല കേട്ടോ. അദ്ദേഹത്തിന് ഇതിന്റെ എന്താ പറയുക, സാഹിത്യത്തിലേക്ക് ഇറങ്ങിപ്പോണേ എത്ര കഷ്ടപ്പാടുണ്ട്, എത്ര പോണം. മഹാസാഗരന്മാർ കിടക്കല്ലേ നമ്മുടെ ഗ്രന്ഥങ്ങളും അതിന്റെ സംസ്കാരവും ഒക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ പറഞ്ഞത്? ഏകം സത്ത് വിപ്രാം ബഹുധാ വദന്തി എന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഇല്ലേ? അറിയാൻ പറയുന്നില്ല. ഏകം ഒന്ന്, ഏകം എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ? സത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സത്ത് പോയി എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ മലയാളത്തിൽ അതിന് പറയും ചത്തുപോയി. സത്താണ് ഇതിനകത്തുണ്ട്. അഹം ബ്രഹ്മാസ്മി. അപ്പൊ സത്ത് എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്, സത്യം. സത്യം ഒന്നേ ഉള്ളൂ. ഏകം സത് വിപ്രാം ബഹുധാ വദന്തി. അറിവുള്ളവർ പലതരത്തിൽ അത് വ്യാഖ്യാനിക്കുന്നു എന്നേ ഉള്ളൂ. ശരിയല്ലേ? അപ്പൊ ഹിന്ദുക്കൾക്ക് എത്ര ദൈവമുണ്ട്? ഒന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ആ ഈശ്വരന്റെ വിവിധ ഭാവങ്ങളാണ്, അതിന് പ്രത്യേക ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന തത്വമാണ് വേദത്തിൽ ഏറ്റവും പ്രധാനമായിട്ടൊന്നും ഉള്ളത്. പിന്നെ മറ്റൊന്നെന്ത് പറയാമോ? പ്രധാനമായിട്ടും സത്യമത
സത്യമത ധർമ്മം ചര. സത്യം പറയുന്നത് എങ്ങനെയാ? ഞാൻ മറന്നു. എങ്ങനെയായിരുന്നു? സത്യമേ പറയാവുന്നാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇടയ്ക്കിടയ്ക്ക് സത്യം പറയണമെന്നല്ലേ? ആണോ? ആ, അപ്രിയ സത്യങ്ങൾ പറയരുതെന്ന് സാറിനോട് നേരത്തെ പറഞ്ഞു. സെക്രട്ടറി പറഞ്ഞു മാഷ്. അപ്രിയ സത്യങ്ങൾ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. എന്താട്ടെ, അപ്പൊ സത്യം വധ മനുഷ്യനും എന്തൊരു കാറ്റലോഗ് എന്ന് പറഞ്ഞറിയോ? ഈ അടുത്ത ഞാൻ മിക്സി വാങ്ങിയായിരുന്നു വീട്ടില്. ഒരു സാറ് പറഞ്ഞാൽ ഞങ്ങളിപ്പോ പുതിയ മിക്സി വാങ്ങിയെന്ന് ഇല്ലേ? അപ്പൊ പിന്നെ ആരാ TV ആരാ വാങ്ങിയേ? കാറ് വാങ്ങിയാൽ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പൊ ഒരു ബുക്ക് തന്നില്ലേ? കൂട്ടത്തിൽ ബുക്ക് തന്നില്ല എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് അല്ലേ? മിക്സി എന്ന് പറഞ്ഞാൽ 2-3 കൊല്ലം ആകാൻ നിൽക്കത്തുള്ളൂ. അതിന് വാറണ്ടി ഉണ്ട്. 1 കൊല്ലാണ് വാറണ്ടി കഴിയുമ്പോൾ കടയിക്കോളും. അങ്ങനെ അതുണ്ടാക്കണം. അപ്പൊ അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അതിനൊരു പുസ്തകത്തിൽ എഴുതി തന്നിട്ടില്ലേ? വണ്ടിയാണ് ഇത്ര കിലോമീറ്റർ ഓടുമ്പോൾ സർവീസ് ചെയ്യണം, ഓയിൽ മാറ്റണം. അപ്പൊ ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് നമ്മളുണ്ടല്ലോ. നമുക്കും വേണ്ടേ ഒരു കാറ്റലോഗ്? വേണ്ടേ? അതാണ് ഈ പറയുന്ന വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പറഞ്ഞു തരുന്ന സംഭവം. എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തരുന്നത്. അപ്പൊ മര്യാദയ്ക്ക് ജീവിക്കുന്നവർ എങ്ങനെ ജീവിക്കണം? സത്യം വധ ധർമ്മം ചര. അത്രേ ഉള്ളൂ. സത്യം മാത്രമേ പറയാവൂ. ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കണം. ഇത് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവുമോ? മനസ്സിലാവും. അപ്പൊ ഇത്തരത്തിലുള്ള മഹത്തായ മൂല്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ സംസ്കൃതത്തിൽ എഴുതിയത് പിന്നീട് തമിഴ്, മലയാളം പോലുള്ള ഭാഷകളിലൊക്കെ അത് വിവർത്തനം ചെയ്തിട്ടൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു, ഞാൻ ചോദിക്കട്ടെ, സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നടത്തിയ കണക്കെടുപ്പിൽ 51-ലെ സെൻസസിലും ഏതാണ്ട് സാക്ഷരതാ നിലവാരം 30-ൽ താഴെയാണ്. എത്രയാ? 30% താഴെയാണ് അന്നുള്ളത്. അപ്പൊ ഇങ്ങനെ സാക്ഷരത ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി ഇംഗ്ലീഷ് നല്ലോണം പറയില്ലേ? പക്ഷെ കുട്ടിക്ക് ഇംഗ്ലീഷിന്റെ ആശയം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ? ഉണ്ടോ? ഉറങ്ങാൻ തുടങ്ങിയോ? ഇല്ല. അപ്പൊ പിന്നെ ഇത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ആ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരണ്ടേ? അപ്പൊ ഇത് അങ്ങനെയാണെങ്കിൽ പുസ്തകം വായിച്ചിട്ടാണോ ഇത് ജനങ്ങൾ മനസ്സിലാക്കിയത്? അന്ന് നമ്മുടെ പൂർവികരായിട്ടുള്ള മാതാപിതാക്കൾക്കൊക്കെ എഴുത്തുമാരെ അറിയാമായിരുന്നു. അറിയാമെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ നമുക്ക് എഴുത്തുമാരെ അറിയാമായിട്ടുള്ള സ്ഥിതി എന്താ? ഒരു പ്രഭാഷണത്തിൽ ഞാൻ കുട്ടിയോട് ചോദിച്ചു, വീട്ടിൽ രാമായണം ഉണ്ടോ എന്ന് ചോദിച്ചു. രാമായണം മാസത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ എന്താ ഉള്ളതെന്ന് അറിയാൻ വെച്ചു. അച്ഛൻ്റെ ID കാർഡ് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, എല്ലാം ഉണ്ട് അതിനകത്തുണ്ട്. ഇതല്ലേ ഇന്നത്തെ സ്ഥിതി? അങ്ങനെയാണെങ്കിൽ ഈ മഹത്തായ മൂല്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഞാൻ പറയും, ക്ഷേത്രങ്ങളാണ് തന്നത്. അതാണ് ക്ഷേത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നിരവധി കലാപരിപാടികൾ അരങ്ങേറാറില്ലേ? ഉണ്ടോ? ഉണ്ട്. ആ കലാപരിപാടികൾ കാണാനിരിക്കുന്ന നമുക്ക് എഴുത്തുമാരെ അറിയണമെന്ന് വലിയ നിർബന്ധമുണ്ടാവും. റേഡിയോ കേൾക്കുന്നതിന് എഴുത്തുമാരെ വേണം. TV കണ്ടു മനസ്സിലാക്കാൻ എഴുത്തുമാരെ വേണ്ടല്ലോ. അപ്പൊ അന്നത്തെ ആളുകൾക്കൊക്കെ ഇത് പകർന്നു നൽകിയത് ക്ഷേത്രങ്ങളിൽ കലാപരിപാടികളാണ്. ഉദാഹരണമായി പറഞ്ഞാൽ രാമായണം. നമുക്ക് നാടകം നടത്തിയാലോ? നൃത്ത നാടകം. നിങ്ങൾ എവിടെയാണോ? കൂടുവോ? ഇല്ലേ? നമുക്ക് നോക്കാം. അയോധ്യയിൽ യുവരാജാവായിട്ട് പട്ടാഭിഷേകം നടക്കാൻ പോവാണ്. അറിയാമല്ലോ. ആരെയാണ് പട്ടാഭിഷേകം നടത്താൻ വേണ്ടിയിട്ട് ദശരഥ മഹാരാജാവ് പ്രഖ്യാപിച്ചത്? ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അല്ലേ? വിവരം അറിഞ്ഞ ഒരാൾ അത് പറ്റൂല എന്ന് പറഞ്ഞു. 2 വരം തന്നത് ഓർമ്മയുണ്ടോ? ഇതൊക്കെ അറിയുന്നല്ലേ? അതിന്റെ വിശദീകരണം ഒരാവശ്യമില്ലല്ലോ. അങ്ങനെ അയോധ്യ രാജനഗരിയും രാജ്യമാകമാനം കൊടിതോരണങ്ങൾ അലങ്കരിച്ച് വാദ്യമേളങ്ങൾ മുഴങ്ങി പെരുമ്പറ കൊട്ടി പ്രജകളെല്ലാം ആവേശത്തിന് തീർപ്പിൽ തുള്ളിച്ചാടി അങ്ങനെ എന്താ പറയാ ആറാട്ടിലാണ്. അപ്പോഴാണ് ഒരാൾ ഓടി വന്നിട്ട് പറയുന്നത്, മനുഷ്യ, അങ്ങനെയല്ലേ വിളിക്കുന്നത്? രാജാവിനെ മഹാരാജൻ എന്ന് വിളിച്ചോട്ടല്ലേ? മഹാരാജൻ എന്താണ് കൈകൈ എനിക്ക് 2 വരം തന്നു ഓർമ്മയുണ്ടോ? എന്നാലേ അതിപ്പോ വേണം. എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. എന്റെ മകൻ ഭരതനെ രാജാവാക്കണം, ശ്രീരാമനെ 14 കൊല്ലം കാട്ടിലയക്കണം. ഇത് കേട്ടിട്ട് ചൂടായി വന്ന ഒരാളുണ്ടല്ലോ. മുഴുവൻ പ്രജകളുടെയും അല്ലെ ജനങ്ങളുടെയും ഇഷ്ടക്കാരനായ എല്ലാവരും ആഗ്രഹിക്കുന്ന ശ്രീരാമനെ പട്ടാഭിഷേകം ചെയ്യാൻ പോകുന്നിടത്ത് അതിന് തടസ്സം നിന്നു എന്ന് കേട്ട് അച്ഛൻ വാക്കുമാറ്റിയെന്ന് കേട്ടപ്പോ ചൂടായി അച്ഛനോട് വെല്ലുവിളിച്ച് പാഞ്ഞു വന്ന ഒരാളുടെ പേരറിയാമോ? നിങ്ങൾക്കറിയില്ല? എനിക്കറിയാം. ചിലർക്കൊക്കെ അറിയാം, ചിലർക്ക് അറിയാൻ മുണ്ടൂല. ഈ കുട്ടി ഏതാ? കുട്ടി പറയോ? കുട്ടി വാവ. നിങ്ങൾക്കറിയില്ലേ? ലക്ഷ്മണൻ. ആ ലക്ഷ്മണൻ വന്നത് എത്ര ചൂടിലാണെന്ന് കൊടുങ്കാറ്റഴിച്ചു വിട്ടവരെ വന്നത്. അന്നേരം ആ സമയത്ത് വന്ന് വർത്താനം പറഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും അങ്ങനെ ചൂടായിട്ട് അച്ഛനെ വേണം ബന്ധനസ്ഥനാക്കിയിട്ട് എന്ത് ചെയ്തിട്ട് വേണമെങ്കിലും എന്റെ ജ്യേഷ്ഠനെ ഞാൻ അഭിഷേകം നടത്തും പറഞ്ഞ പാഞ്ഞു വരുന്നേ. അപ്പോഴാ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു? കയറിയോട്ട് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, എന്താണ് നീ പറയുന്നത്? സംഗതി ഇത് വലിയ കാര്യമാണ്. ഈ രാജസന്നിധിയിൽ വന്നിട്ട് രാജസദസ്സിൽ എന്താ പറയാ, രാജാവിന്റെ സിംഹാസനം എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമൊന്നുമല്ല എന്ന് ചേർത്ത് പിടിച്ച ആൾ കൂടെ എന്താ പറയോ? ഭഗവാൻ
ശ്രീരാമചന്ദ്രൻ ഒരു മനഃശാസ്ത്രപരമായിട്ടാണ് ആ ചൂടുള്ള ആളെ വേഗം തണുപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. ശരിയല്ല, അങ്ങനെയല്ലേ പറഞ്ഞത്? വന്യസന്തപ്ത ലോഹസ്താംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. ശരിയാണോ? എന്താ പറഞ്ഞു കൊടുത്തത്? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. അതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞാൽ ലോകത്തിൽ ഒരു ജനത മാത്രമേ ഒരു മാസം മുഴുവൻ ഒരു പുണ്യഗ്രന്ഥം വായിക്കാൻ വേണ്ടി ആചരിക്കാറുള്ളൂ. അതേതാ പറയുമോ? കുട്ടി പറയൂ. കുട്ടീനെ ഇമ്പസ് എഴുതിക്കണം തോന്നുന്നു. ആ, രാമായണ മാസം. ആ കുട്ടി മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ രണ്ടുപേർക്ക് ഉത്തരം കണ്ട് പറഞ്ഞു കൊടുക്കല്ലേ? മനസ്സിലായി? ആർക്കും അറിയാത്തതുകൊണ്ടല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. എല്ലാവർക്കും അറിയാം, ചിലർ പറയില്ലാതേ ഉള്ളൂ. എനിക്കങ്ങനെ മനസ്സിലായത്. നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ വിഷമമുണ്ടോ? എനിക്കൊരു വിഷമമില്ല. നിങ്ങൾക്കോ? എടൊപ്പം ഞാനിവിടെ വന്നു കയറിയ ശേഷം നമ്മളെല്ലാവരും കുടുംബമല്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് ക്ഷേത്രത്തിൽ എല്ലാവരും ഒത്തുചേർന്ന പിന്നെ അതൊരു കുടുംബമായിരുന്നു. പിന്നെ ദേഷ്യം പിടിക്കാൻ പാടുണ്ടോ? ഒരു കുടുംബത്തിലുള്ള ആളോട് മറ്റുള്ളവർ ദേഷ്യം പിടിക്കോ? ഇതെന്തൊരു ആൾക്കാരാ? ഇല്ലല്ലോ അല്ലേ? അതന്നെ, അങ്ങനെ ആ ധൈര്യത്തിലാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു വന്നത് രാമായണത്തിന്റെ കാര്യമല്ലേ? അപ്പൊ ലക്ഷ്മണകുമാരനോട് എന്ത് പറഞ്ഞു? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാലോ. ഈ ഭോഗങ്ങൾ, സുഖസൗകര്യങ്ങളൊക്കെ തന്നെ എന്താണ്? ക്ഷണപ്രഭാചഞ്ചലം. ക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? അത് പിന്നെ പറയുന്നത് വന്യസന്തപ്ത ലോഹസ്താംബു. വന്യസന്തപ്ത ലോഹസ്താംബു എന്താണ്? ചുട്ടുവെടുത്തിരിക്കുന്ന ലോഹ പാളി പലക. അതിൽ എന്താണ്? അമ്പു, വെള്ളം. ഒരു തുള്ളി വീണാൽ എന്താവും? ചീപൂന്ന് ശബ്ദം കേൾക്കാം അല്ലെ? ചുട്ടുപഴുത്ത ഇരുമ്പ് വരയിൽ ഒരു തുള്ളി വെള്ളം വീണാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ കേട്ടിട്ടില്ലേ? അടുക്കളയെന്ന്. ഇത്രേ ഉള്ളൂ. അതുപോലെയാണ് മനുഷ്യന്റെ ജന്മം. ഏത് നേരം എത്ര കാലം ഇവിടെ ഉണ്ടാവുന്നു വല്ല ഉറപ്പുണ്ടോ? അതുകൊണ്ട് ഈ ലോകത്ത് കാണുന്ന സുഖസൗഭാഗ്യങ്ങളൊക്കെ തന്നെയും ക്ഷണഭങ്കുരമാണ്. അതുകൊണ്ട് എന്റെ ഒന്നുമോനെ, നമ്മളിപ്പോ രാജാവായാലും കാട്ടിൽ പോയാലും ഒക്കെ കണക്കാണ്. എന്താ പറയുന്നത്? ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാവരിഗ്രസ്തമാ ലോകവും ആലോചേതസാ ഭോഗങ്ങൾ തേടുന്നു. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? നമ്മുടെ ജീവിതം നടക്കുന്നത് വളരെ ക്ഷണികമാണ്. എപ്പോഴാണ് ഈ പറഞ്ഞ സംഗതി നിന്നു പോകുന്ന അറിയത്തില്ല അല്ലെ? കറണ്ട് പോകുന്ന പോലെയാണ്. പിന്നെ അപ്പൊ രാജാവായാലും അതൊന്നും അല്ല. ഇതിനേക്കാൾ പ്രധാനം നമ്മളിപ്പോ എന്താണ്? ചക്ഷുശ്രവണകളസ്തമാം ദർദുരം എന്ന് പറഞ്ഞാൽ എന്താണ്? പാമ്പിന്റെ വായിൽ ഇരിക്കുന്ന തവള. അങ്ങനെയല്ലേ? അങ്ങനെയാണോ? ആണല്ലേ? ആ പാമ്പിന്റെ വായിൽ ഇരിക്കുന്നത് പാമ്പിന്റെ വായിൽ ഇതായിരിക്കുന്നു. തവളയുടെ തല മാത്രമേ പുറത്തുള്ളൂ. കാണുന്നുണ്ടോ? കാണുന്നില്ലേ? എന്നിട്ട് ആ തവള എന്നിട്ട് എന്ത് ചെയ്യാണ്? തവള വായ കൊടുത്തിട്ട് അതിന് നാക്ക് പുറത്തേക്ക് നീട്ടുക. എന്താ പറയുക? ഇതിൽ പ്രാണി പറന്നു വരുന്നുണ്ട്. ഇങ്ങനെ പിടിക്കാൻ നോക്കുക. അപ്പൊ ഈ തവള എന്താ സംഭവിച്ചത്? പോകുന്നത് പാമ്പിന്റെ വയറ്റിലേക്ക് പോവാണ്. ഇത് ആ പാവം തവള അറിയുന്നുണ്ടോ? അതുപോലെയാണ് നമ്മളും ഈ കാലമാകുന്ന പാമ്പിന്റെ വായിലാണ് നമ്മളിരിക്കുന്നത്. നമ്മൾ എത്ര ദിവസം ഇതിനകത്തുണ്ടാവും? നമ്മളിപ്പം വിഴുങ്ങും. അത് മനസ്സിലാക്കാതെ ഈ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി അടി കൂടുന്നത് എന്തിനാണ്? അല്ലേ? വല്ല കഷ്ടമുണ്ടോ മോനെ? അങ്ങനെയാണ് കേട്ടോ. എന്നാൽ എനിക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് മോനെ, നമുക്ക് പുത്രധർമ്മമാണ് അതിനേക്കാൾ പ്രധാനം. പിതാവിനോടുള്ള വാക്ക് പാലിക്കുക, പിതാവിന്റെ അല്ലെങ്കിൽ അച്ഛന്റെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നതാണ് മറ്റെന്തിനേക്കാളും ഒരു പുത്രന് വലുത്. അതാണ് പുത്രധർമ്മം എന്ന മഹത്തായ സന്ദേശം ഈ നാടകം കണ്ടിരുന്ന നമ്മൾ പഠിച്ചോ? പഠിച്ചില്ലേ? അങ്ങനെ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഓരോ മകനും പഠിച്ചു. പിതാവിനെ അനുസരിക്കണം, പിതാവിനെ ആദരിക്കണം, പിതാവിനോട് തർക്കുത്തരം പറയാൻ പാടില്ല, പിതാവിന്റെ ആഗ്രഹമാണ് മകന്റെ പ്രധാനപ്പെട്ട കടമ നിറവേറ്റാനുള്ളത് എന്ന് തിരിച്ചറിവ് ആ സംസ്കാര നാട്ടുകളെല്ലാം കിട്ടിയില്ലേ? അതിന് എഴുത്തുമാര്യമാണ് നിർബന്ധമുണ്ടായിരുന്നു? ഇല്ലല്ലോ. അത് കഴിഞ്ഞപ്പോ വേറൊരാളെ സ്റ്റേജിലേക്ക് വരുന്ന ഒരു സ്ത്രീയാണ്. ആരാന്നറിയോ? സുമിത്രാദേവിയ. അതാരാ? സുമിത്രാദേവി കുട്ടി പറയും ലക്ഷ്മണകുമാരന്റെ അമ്മയല്ലേ? ആ അമ്മ വന്നിട്ട് എന്താ പറഞ്ഞത്? മോനെ ലക്ഷ്മണ, എന്താണ് അമ്മേ? നാടകത്തിൽ എങ്ങനെയല്ലേ? അപ്പോ എന്റെ മകനും ശ്രീരാമനോടൊപ്പം കാട്ടിലേക്ക് പോവുകയാണെന്ന് നാം കേട്ടു. അതേ അമ്മേ, എന്റെ ജ്യേഷ്ഠനെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല. ഓഹോ, എങ്കിൽ എന്റെ മകനോട് എനിക്ക് 1-2 ഉപദേശങ്ങൾ നൽകാനുണ്ട്. അതിനാണ് ഈ അമ്മ വന്നത്. എന്താണ് മോനെ? രാമം ദശരഥം വിധി മാം വിധി ജഗന്നാഥ അയോധ്യാം അടവിയും വിധി. കേട്ടിട്ടുണ്ടോ? രാമായണം നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ? എന്താ പറഞ്ഞത്? രാമം ദശരഥം വിധി. നിന്നോടൊപ്പം വരുന്നത് നിന്റെ അച്ഛൻ ദശരഥനല്ല. പിന്നെ ആരാ കാട്ടിലേക്ക് കൂടെ വരുന്നത്? ലക്ഷ്മണനോടാ ചോദിക്കുന്നത്. നിന്നോടൊപ്പം വരുന്നത് നിന്റെ അച്ഛനല്ല, കൂടെ വരുന്നത് ആരാ? ഇവര് പറയുന്നില്ല. ശ്രീരാമചന്ദ്രനല്ലേ? ജ്യേഷ്ഠനല്ലേ? അപ്പൊ ജ്യേഷ്ഠനെ ആരുടെ സ്ഥാനത്ത് കാണണം? അച്ഛന്റെ സ്ഥാനത്ത് കാണണം.
അപ്പം അച്ഛന്റെ സ്ഥാനം, അച്ഛന്റെ അഭാവത്തിൽ ജ്യേഷ്ഠരെ അച്ഛന്റെ സ്ഥാനത്ത് കണ്ട് അനുസരിക്കണം, ആദരിക്കണം എന്ന വലിയ ഒരു മൂല്യം നമ്മൾ നാടകം കണ്ടപ്പോൾ കിട്ടിയില്ലയോ? ഇതെല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്നു. നിങ്ങൾ നാടകം കണ്ടിട്ടുണ്ടോ ക്ഷേത്രങ്ങളിൽ നിന്ന്? ഇപ്പൊ നടക്കുന്ന എന്താണെന്ന് അറിയാമോ? അറിയില്ല. ഇവിടെ കലാപരിപാടി എന്താ ഞാൻ നോക്കില്ല കേട്ടോ, എന്നൊന്നും കാട്ടരുത്. ഇവിടെ ഇപ്പൊ ഇദ്ദേഹമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിക്കൂടായിരിക്കും. പല സ്ഥലത്ത് ഏതാ കലാപരിപാടി ക്ഷേത്രത്തില്? എന്റെ ദൈവമേ, ഞാനൊക്കെ ഓടി രക്ഷപ്പെടുക. അതിന്റെ ഭീകരമായ സെറ്റൊക്കെ വെച്ചിട്ട് ഹൃദയമൊക്കെ പുറത്തി അടിക്കുമെന്ന് തോന്നുന്നു, പിടിപിടിപിടിന്ന് അടിച്ചിട്ട്. ഒരു 3 കൊല്ലം മുമ്പ് എന്റെ നാട്ടിൽ തന്നെ ചെറുപ്പക്കാർക്ക് അത് വേണം. ഒരു ഇതുപോലെ തന്നെ ഉത്സവത്തിന് എന്റെ മകളുടെ കുട്ടി ഈ എന്താ പറയുക, ഈ പാട്ടിനൊപ്പം കളിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ നോക്കിക്കണ്ടേ, അല്ലെങ്കിൽ ചെറിയ കുട്ടിയെ 3 വയസ്സൊക്കെ ഉള്ളൂ. ഞാനൊരു അരമണിക്കൂർ അതിനെ സംരക്ഷിക്കാൻ കാത്തുനിന്നിട്ട് 2-3 ദിവസം എന്റെ ചെവി കേൾക്കാണ്ടായിരിക്കും. അത് ആ അവതരിപ്പിച്ച ആളുടെ പേര് അതുൽ നറുകരാന്നോറ്റ പല പള്ളി തിരുപ്പള്ളി പുകളേറ്റും എന്താണ് പുള്ളിയിലാവ അങ്ങനെ ഒരു പാട്ട് പറഞ്ഞ ഒരാളില്ലേ, അയാളുടെ ആ പാട്ടല്ല, അതിന് മുന്നെയാണ് അയാൾ വന്നത്. അപ്പൊ അയാൾ പറഞ്ഞു എന്റെ സിനിമയിൽ ഇങ്ങനെ പാട്ട് വരുന്നുണ്ട്. അപ്പൊ അതേപോലെയുള്ള അടിപൊളി പാട്ട് പരിപാടിയൊക്കെയല്ലേ ഇപ്പൊ ക്ഷേത്രങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യം നടക്കുമോ? ഞാൻ ഈ പറഞ്ഞ സന്ദേശം ഇത് കിട്ടുമോ? അപ്പൊ ക്ഷേത്രത്തിൽ ഏത് കലയാവും കൊണ്ടുവരേണ്ടത്? കുട്ടിയുടെ അഭിപ്രായം നമ്മളെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട നമ്മുടെ പുരാണ നിവാസങ്ങളിലെ കഥകളൊക്കെ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്ന പരിപാടികളാണെങ്കിൽ നല്ലതോ ചീത്തയോ? അങ്ങനെ ഒരു കഥാപ്രസംഗം വെച്ചാൽ പോരെ, അങ്ങനെ ഒരു തുള്ളൽ വെച്ചാൽ പോരെ? അവർക്ക് സമ്മതമല്ല, അവർ പാട്ട് കേൾക്കണം തന്നെയാണ്. നിങ്ങളെന്താ പറഞ്ഞ? പാട്ടാണോ വേണ്ടത്? ബാഗിലിരിക്കുന്ന ലേഡീസിനോടെ ചോദിച്ചത്, അവർ പിണങ്ങി തന്നു. ഞാനെന്ത് തെറ്റാണിത്? ഇതെന്താ ആൾക്കാരാ? ഒന്ന് ചിരിച്ചോണ്ടിരുന്നോടെ. ഇത് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുകയും മറുപടി പറയുകയും ചെയ്യുമ്പോഴാണ് തിരിച്ചവർക്ക് പറയാനുള്ള ഊർജ്ജം കിട്ടും. അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. കേട്ടോ, ഞാൻ സാധാരണ എങ്ങനെയാ പ്രഭാഷണം കേട്ടിരിക്കുന്നവർ ഉറങ്ങാൻ ഞാൻ സമ്മതിക്കൂല. മനസ്സിലായോ? അതുകൊണ്ടാണ് നിന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇന്നത്തെ എന്നോടൊന്ന് കൂടിക്കൂടെ? മനുഷ്യന്മാര് അത് ഈ ഹർത്താലായിട്ട് കഷ്ടപ്പെട്ട് വന്നേ, സ്നേഹമില്ലാത്ത ആൾക്കാർ. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? ഈ നാടകത്തിലൂടെ കിട്ടിയില്ലയോ? കിട്ടിയില്ലേ? അതാണ്. പിന്നെ എന്താ ഒന്നിന് ബാക്കിയുണ്ട്. മാം വിധി ജനകാത്മജ, ഞാനല്ല വരുന്നത് നിന്നോടൊപ്പം, നിന്റെ അമ്മയല്ല കൂടെ വരുന്നത്, ജ്യേഷ്ഠത്തി അമ്മയാണ്. നിന്റെ ജ്യേഷ്ഠത്തി അമ്മയെ നീ എന്റെ സ്ഥാനത്ത് കാണണം. ഇതിനേക്കാളും വലിയൊരു സന്ദേശം ഒരു മകന് ഒരമ്മയ്ക്ക് നൽകാൻ ലോകത്തിലുണ്ടായിട്ടില്ല. ഉണ്ടോ? ജ്യേഷ്ഠത്തി അമ്മയെ സ്വന്തം അമ്മയെ പോലെ കാണണം, ആദരിക്കണമെന്ന മഹത്തായ ഭാരത ദർശനം നമ്മൾ ഈ പറഞ്ഞ വേദങ്ങളിൽ ഉപനിഷത്തുകളിലുള്ള സാധനമാണ്. ഇവിടെ മാറി 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 രാമായണത്തിലേക്ക് എത്തുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. ആദമോട് പറഞ്ഞു കൊടുക്കുമ്പോൾ കേട്ടിരിക്കുന്നവർക്ക് എഴുത്തുമായമാണോ? അപ്പൊ തന്നത് ക്ഷേത്രമല്ലേ? അപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ വെറൊരു കെട്ടിടമാണോ, ആരാധനാലയമാണ് എന്നതിനപ്പുറം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് വലിയ കാര്യങ്ങൾ ആ ക്ഷേത്രം നിർവഹിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പോകുന്നുണ്ട്. ഇനി ഇതേപോലെ സാറേ എത്ര സമയം വരെ എനിക്ക് തന്നത്? അതനുസരിച്ച് വേണം പറയാം. ഇപ്പത്രയും നോക്കാൻ നോക്കുന്നു. ഞാൻ വെക്കുന്നതിന് കാര്യം ടൈം നോക്കാൻ. പിന്നെ സമയം അതിക്രമിച്ചാൽ നിങ്ങൾ സ്വിച്ച് ഓഫ് ആക്കിയാൽ മതി കേട്ടോ, മൈക്കിന്റെ. സമ്മതിച്ചോ? 12 കഴിഞ്ഞല്ലോ. അപ്പൊ ഇതേപോലെ തന്നെ കഥകളി കണ്ടിട്ടുണ്ടോ? കഥകളി കണ്ടിട്ടുള്ളവരൊക്കെ കൈ നോക്കിക്കേ. ഞാൻ കണ്ടിട്ടുണ്ട്, ടി വിയിലല്ല, നേരിട്ട് കണ്ടിട്ടുണ്ടോ? സ്കൂൾ കലോത്സവത്തിനാണോ? അല്ലാതെ കണ്ടിട്ടുണ്ടോ? ആ, അങ്ങനെ ചില ക്ഷേത്രം ഇപ്പൊ വളരെ കുറേ നല്ല ചെലവ് കൂടുതലാണ് തോന്നുന്നത് സാർ. വേറൊരു കാരണം കൂടെ ഉണ്ട്. അതിന് പ്രേക്ഷകരുണ്ട്. ഇവരെ കാണാൻ വരുന്നവരെന്താ നമ്മൾ വിളിക്കുക? കാഴ്ചക്കാരെ, പ്രേക്ഷകർ, എന്തൊരു പേരില്ലേ? ഓഡിയൻസ്. കാഴ്ചക്കാർ കുറവാ. കാരണം അതിന്റെ ആ പാട്ടിന്റെ രീതിയും കളിയൊന്നും ഇന്നത്തെ അടിച്ചുപൊളി പരിപാടിയല്ല. മനസ്സിലായോ? നമുക്കൊരു കഥകളി നടത്തിയാലോ? അവിടെ നിങ്ങൾ കൂടുവോ? തുടങ്ങല്ലേ? സമയമുണ്ടെന്ന് പറഞ്ഞാൽ ആ കഥകളി എങ്ങനെ റെഡിയാ, എല്ലാത്തിനും റെഡിയാ. അപ്പൊ നമുക്കൊരു കഥകളി നടത്താം. എന്താ ഞാൻ ഈ പറയുന്നതൊക്കെ എന്തിനാ നിങ്ങൾ മനസ്സിലായോ? ഈ പറഞ്ഞ പുരാണ ഇതിഹാസങ്ങൾ കഥ കേൾക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല കേട്ടോ. ഭാഗവത സപ്താഹത്തിന് പോകില്ലേ, ഈ ഇദ്ദേഹമൊക്കെ ചെയ്യുന്നുണ്ടാവും. അതിൽ ഭാഗവത സപ്താഹത്തിൽ നമ്മുടെ കൃഷ്ണഭഗവാന്റെ ലീലകളൊക്കെ കേട്ട് രസിച്ച് ചിരിച്ചു പോകാനുള്ളതാണോ? അതിൽ നമുക്ക് പഠിക്കാനാ. പഠിച്ചിട്ട് എന്ത് ചെയ്യണം ജീവിതത്തിൽ? അതിനായിട്ടാണ് ഇതൊക്കെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ എന്റെ ഉദ്ദേശം കഥ പറയല്ല. ഇപ്പൊ ഈ കഥകളി എനിക്ക് അവതരിപ്പിക്കാൻ അറിയാം, എനിക്ക് കഥകളി അറിയാമെന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ. കഥകളി എനിക്കറിയാം, വേണ്ടല്ലേ? ഇന്നലെ വെറുതെ പറഞ്ഞ. അപ്പൊ ഏതായാലും കഥകളിയിലൂടെ ഒരു കഥകളി നടത്താം നമുക്ക്. എന്തായാലും മഹാഭാരതം ആയിക്കോട്ടെ. റെഡിയാണോ? ഓക്കെ. ഞാൻ തെരഞ്ഞെടുത്ത രംഗം എന്നറിയാമോ? കൃഷ്ണ ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി കൗരവരോട് പോയിട്ട് ഒരു സന്ധി സംഭാഷണം നടത്താൻ വരുന്ന ഒരു രംഗമാണ്. അത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ? എല്ലാവർക്കും അറിയുന്ന രംഗമാണ്. അപ്പൊ ഇത് കൗരവ സഭയാണ്. ദുര്യോധനൊക്കെ ഇരിക്കുന്നുണ്ട്. കർണനോട് എഴുന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലേ? കണ്ണൻ വരുമ്പോൾ എഴുന്നേറ്റ് പോയാൽ കർണാവ് നിനക്കും കണക്കേട് നടത്തുന്ന പഠിച്ചിട്ടില്ലേ? അപ്പൊ ഇങ്ങനെ വരികയാണ്. അപ്പൊ ദുര്യോധനൻ എന്ത് ചെയ്യുന്ന അറിയാമോ?
ഈ കൃഷ്ണ ഭഗവാൻ ഇങ്ങനെ സന്ധി സംഭാഷണത്തിൽ വരുന്നുണ്ട് എന്നതുകൊണ്ട് അദ്ദേഹം ഒരു പേപ്പർ എടുത്തിട്ട്, ആ പേപ്പറിന്റെ കയ്യിലുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ചോദിക്കുന്നത് മിക്കവാറും പകുതി രാജ്യമാണ്. ഇങ്ങോട്ടില്ല, വായിച്ചു. പകുതി രാജ്യമായിരിക്കും ഭഗവാൻ പറയാം. അങ്ങനെയല്ലേ പറയാൻ സാധ്യത. അത് ചോദിക്കുമ്പോൾ കോടതിയിലൊക്കെ ഒരു മൊഴി പറയുമ്പോൾ ഒരു വാക്ക് തെറ്റിപ്പോയാൽ ശിക്ഷ ചിലപ്പോൾ കിട്ടും, അല്ലെങ്കിൽ വെറുതെ പോകും. അങ്ങനെയല്ലേ? ഒരു അക്ഷരം തെറ്റിയ സംഗതി ഒരു കോമ മാറിയാൽ പോലും കോടതിയിൽ അപകടം എന്നാണ് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വാക്ക് പറഞ്ഞിട്ട് ഒരു അബദ്ധം പറ്റിയിട്ട് ഇത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ദുര്യോധനൻ 100 വട്ടം എഴുതി പഠിച്ചിട്ടുണ്ട്. സൂചി കുത്തുവതിന് ഭൂമി പാണ്ഡവർക്ക് കൊടുക്കൂല. കണ്ടായിരുന്നോ? നോക്കിക്കോ, എഴുതി വെച്ചിട്ടുണ്ടതാ. എത്ര വട്ടം രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ചതാ. അപ്പൊ ഭഗവാൻ വന്നു, സംഭാഷണം തുടങ്ങി. എന്നിട്ട് കഥകളിയാണല്ലോ, കഥകളി അറിയില്ല, അതിന്റെ രംഗങ്ങളൊക്കെ അവതരിപ്പിക്കാൻ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും ഒരു നിങ്ങൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി കേട്ടോ ഇങ്ങനെ പറയുന്നു. അപ്പൊ വന്നിട്ട് പാടാണ്. 2 പാട്ടുകാരുണ്ടാവില്ലേ? കണ്ടിട്ടുള്ളവർക്കറിയാം. പാതി രാജ്യമതെങ്കിലും പാണ്ഡവർക്ക് കൊടുക്കണോ, അങ്ങനല്ലേ ഏകദേശം. പാതി രാജ്യമതെങ്കിലും പാണ്ഡവർക്ക് കൊടുക്കണോ. അപ്പൊ ദുര്യോധനൻ സൂചി കുത്തുവതിന്നു ഭൂമി പാണ്ഡവർക്ക് കൊടുക്കില്ല, ഇങ്ങനെ തർക്കാണ്. അപ്പൊ അവസാനം ഭഗവാൻ പിന്നെ പറയാണ്, പഞ്ചദേശമതെങ്കിലും പാണ്ഡവർക്ക് കൊടുക്കണോ. സൂചി കുത്തുവതിന്നു ഭൂമി പാണ്ഡവർക്ക് കൊടുക്കില്ല, ഒരു ദേശമതെങ്കിലും പാണ്ഡവർക്ക് കൊടുക്കണം. സൂചി കുത്തുവതിന്നു ഭൂമി പാണ്ഡവർക്ക് കൊടുക്കില്ല, 5 വീടെങ്കിലും പാണ്ഡവർക്ക് കൊടുക്കണം. സൂചി കുത്തുവതിന് കൊടുക്കൂല, മനസ്സിലായോ? 1 വീടെങ്കിലും പാണ്ഡവർക്ക് കൊടുക്കണം. അന്നേരം പറഞ്ഞെന്താ ഉത്തരം? സൂചി കുത്തുവതിന് ഭൂമി പാണ്ഡവർക്ക് കൊടുക്കില്ല. പിന്നെ ഭഗവാൻ ആരും കേൾക്കാതെ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയാത്തവരിലേക്ക്. അത് തന്നെ. പിന്നെ യുദ്ധം നടത്തല്ലേ നമുക്ക്. കൗരവപ്പട നിൽക്കുന്നുണ്ടോ? പാണ്ഡവപ്പട ഇവിടെ. കൗരവപ്പടയുടെ മുന്നിൽ നിൽക്കുന്ന ആരാണ്? ഭീഷ്മാചാര്യര് അല്ലേ? കണ്ടോ? ദ്രോണാചാര്യര്. എത്ര പേരാണ്? കർണൻ. എല്ലാ മഹാന്മാരായിട്ടുള്ള വില്ലാളി വീരന്മാരും ഗുരുക്കന്മാരും രാജാക്കന്മാരും മുഴുവൻ അവിടെ നിരന്നു നിൽക്കുകയാണ്. ഭീകരമായ സേനയാണ്. ഇപ്പുറത്താണെങ്കിൽ ഒരു ചെറിയ സേനയാണ് നിൽക്കുന്നത്. പക്ഷെ ആരാണ് ജയിച്ചത്? യുദ്ധം നടന്നു കഴിഞ്ഞാൽ ആരാ ജയിച്ചത്? കുരുക്ഷേത്രത്തിൽ 18 ദിവസം കഴിഞ്ഞ വിജയം ആർക്ക് കിട്ടി? അതെന്താ ഈ ചെറിയ സൈന്യം വിജയിച്ചത്? ഉത്തരം പറഞ്ഞോളൂ. അതാണ് ഇവിടെ വേണ്ട കാര്യം. എന്തുകൊണ്ട്? കൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നോണ്ടാണ് ആ കുട്ടി പറഞ്ഞത്. എന്തുകൊണ്ടാണ് കൃഷ്ണ ഭഗവാൻ അവിടെ നിന്ന്? നിങ്ങളുടെ ഉത്തരം പറയണം, എന്നാലും ശരിയാവുള്ളൂ. സത്യം ഉള്ളിടത്ത്. അപ്പൊ സത്യവും ധർമ്മവും ഉള്ളിടത്ത് ആരുണ്ടാവും? കാവലായി നമ്മളെ രക്ഷിക്കാൻ ഭഗവാൻ ഉണ്ടാവും. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട്. സത്യമേവ ജയതേ. സത്യമല്ലേ? ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ക്ഷേത്രത്തിൽ നടന്ന ഒരു കഥകളി ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് അവതരിപ്പിച്ചതാ അല്ലേ? അതാണ്. അപ്പൊ ഒരു കഥകളി കഴിഞ്ഞപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? സത്യമാണ് വിജയിക്കുക, അസത്യം ഒരിക്കലും വിജയിക്കത്തില്ല. സത്യമേവ ജയതേ. പിന്നെന്താണ്? അനൃതം. അസത്യം ഒരിക്കലും വിജയിക്കത്തില്ല എന്ന മൂല്യം ഭാരതീയർക്ക് കിട്ടിയോ? കിട്ടിയില്ലേ? അപ്പൊ ക്ഷേത്രം പ്രധാനപ്പെട്ട പങ്കല്ലേ വഹിക്കുന്നത്. ശരിയാണോ? അതെ. ഇനി അതേപോലെ തന്നെ ഗുജറാത്തിലേക്ക് നമുക്ക് പോയാലോ? റെഡിയാണോ? ഗുജറാത്തിലെ പോർബന്തറിൽ നടന്ന സംഭവമുണ്ട്. അന്ന് കുട്ടിക്കാലത്ത് നമ്മുടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് അറിയാമോ? പറ്റില്ലേ? അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എന്തായിരുന്നു? എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അല്ലേ? മൈ എക്സ്പീരിയൻസസ് വിത്ത് ട്രൂത്ത് എന്നാണ് തോന്നുന്നത് ഇംഗ്ലീഷ്. ആ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചാൽ കാണാൻ പറ്റും. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പറയുന്നുണ്ട്, എന്റെ ജീവിതം ഇങ്ങനെ മാറ്റിമറിച്ചത് പ്രധാനമായും 2 പുസ്തകങ്ങളാണ്. അതിലൊന്ന് ശ്രവണ പിതൃഭക്തിയാണ്, മറ്റൊന്ന് ഹരിചന്ദ്രചരിതം നാടകമാണ്. ശ്രവണകുമാരൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ചോദിക്കുന്നതിന് എന്താ കാരണം ഒന്നുകൂടി പറയാം. ചോദ്യം ചോദിക്കുന്നത് നേരിട്ട് ഉത്തരം പറഞ്ഞാൽ നമ്മൾ മറന്നു പോകും. പിടികിട്ടിയോ? ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും. അതെനിക്ക് അറിയാമോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കും. അറിയാമെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ പറയും. അപ്പൊ എന്തായി? നമ്മൾ മറക്കത്തില്ല. വീട്ടിൽ പോയി ആരോടെങ്കിലും ഒന്ന് പറയൂലേ? ഉറപ്പാണോ? പറയലല്ലേ? എന്താ ഞാൻ ചോദിക്കാം, ശ്രവണകുമാരനെ അറിയാമോ? അറിയത്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമല്ല. കാരണം എന്താ പറയുക, ഞാനിത് പറയാൻ വേണ്ടി പോരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞാനൊന്നും ഓർത്തിട്ടാവില്ല. നിങ്ങളിപ്പോ അങ്ങനെ ഓർത്തിട്ടാണോ വരുന്നത്? അതിന്റെ അർത്ഥം നിങ്ങൾക്കൊന്നും അറിയില്ല, എനിക്കെല്ലാം അറിയാവുന്നതാണോ? അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞു. ഒന്നുകൂടി ചോദിക്കട്ടെ, ആരാണോ ശ്രവണകുമാരൻ? ആർക്ക് വേണമെങ്കിൽ ഉത്തരം പറയാം. തെറ്റിപ്പോയാൽ നിങ്ങൾ ഞാൻ ഒന്നും ചെയ്യൂല. സത്യം, ഇമോഷൻ ഒന്നും ഇരിക്കൂല. ഒന്ന് പറയാൻ ശ്രമിച്ചാലോ? എന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് അറിയുന്ന ഉത്തരവാന്ന്. അപ്പൊ നിങ്ങൾ ചാടി പറയും. എന്തായിരുന്നു? കാട്ടിൽ വേട്ടയ്ക്ക് പോയി ഒരാൾ രാത്രി. അങ്ങനെ പോകാൻ പാടില്ല കേട്ടോ, പകലെ വേട്ടയാൻ പോവാണ്. അങ്ങനെ പോയി വേട്ടയാടാൻ നിൽക്കുമ്പോഴാണ് ആ നദിയിൽ നിന്ന് ആന വെള്ളം എടുക്കുന്ന ശബ്ദം കേട്ടത്. ആനയാണെന്ന് തെറ്റിദ്ധരിച്ച് ആവനാഴി നമ്മെടുത്ത് വലിച്ചു വിട്ടു. ഒരു വലിയ ദീനരോധനം കേട്ടു. ഓടിച്ചു നോക്കിയപ്പോൾ അതൊരു മുനികുമാരനായിരുന്നു. മുനികുമാരന്റെ നെഞ്ചിൽ അമ്പ് തറച്ച പ്രാണവേദനയിൽ പിടയുന്ന രംഗമാണ് ദശരഥ മഹാരാജാവ് കണ്ടത്. ആ കുട്ടിയെ ഓർമ്മയുണ്ടോ?
ഉണ്ടോ? ഇല്ലേ. ആ കുട്ടിയെ അങ്ങനെ അബദ്ധത്തിലാണെങ്കിൽ പോലും അമ്പെയ്ത് കൊന്നത് കൊണ്ടാണ് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുമെന്നേ വരൂ എന്ന് വാൽമീകി പറഞ്ഞില്ലേ. ആ സംഭവത്തിന്റെ ഫലമാണ് ആർക്കുണ്ടായത്? ആ അച്ഛനും അമ്മയും വന്ന് അവസാന അഗ്നി കുട്ടി അതിൽ ചാടി മരിക്കുകയും ശപിക്കുകയും ചെയ്തു, താങ്കളും പുത്രദുഃഖത്താൽ മരിക്കുമെന്ന്. അങ്ങനെ കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ പേരെന്താ? ശ്രവണകുമാരനാണ്. അപ്പൊ ഗാന്ധി അതിൽ എഴുതിയിരിക്കുകയാണ്, ഈ പുസ്തകം ഞാൻ പലവട്ടം വായിച്ചു. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് എന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അവനെ വിവേകികൾ. ഇതാരും പറഞ്ഞറിയോ? അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അവനെ വിവേകികൾ. ആർക്ക് പറയാം? ഈ കൂട്ടത്തിൽ സ്കൂളിൽ പോയി ആരെങ്കിലും ഉണ്ടോ? അറിയില്ല. ഈശ്വര, സ്കൂളിൽ പോയാലില്ല. ഞാൻ മാത്രമേ ഉള്ളൂ? ഇല്ലേ. ഞാൻ 4ാം ക്ലാസ് വരെ പോയതാ. കുട്ടി പോയിട്ടുണ്ടോ? ആ കുട്ടീനെ അടുത്ത് നിൽക്കുന്ന കുട്ടി പോയിട്ടുണ്ടോ? സ്കൂളിൽ പോയിട്ടില്ല? ഇല്ലേ. എന്നോട് എനിക്ക് ചോദ്യം ചോദിക്കാറുണ്ട്. എന്നാ ഞാൻ വരൂലായിരുന്ന കുട്ടി. ആർക്ക് പറയാ? സ്കൂളിൽ പോയ കൈ നോക്ക്. മലയാളം പഠിച്ചിട്ടുണ്ടോ? നമ്മുടെ ആശാനെ അറിയാമോ? ആശാന്റെ കവിത എല്ലാവർക്കും അറിയാം. എന്നാ പിന്നെ ഒന്ന് പറഞ്ഞൂടെ? എന്നെ പറ്റിക്കാൻ വേണ്ടി ഇരിക്കണോ? സമയം എന്തിനാ വെറുതെ കളയുന്നത്? അപ്പൊ ആശാൻ പറഞ്ഞതാണല്ലേ, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. ഇതും ഹൈന്ദവ സംസ്കാരമാണ്. അതാണ് സനാതന ധർമ്മമാണ് പറയുന്നത്. സനാതന ധർമ്മം ടി വി കാണുന്ന സാധനം അല്ല കേട്ടോ. ടി വി കാണുന്നത് രാഷ്ട്രീയവും പിന്നീട് നമ്മുടെ സനാതന ധർമ്മത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. അതൊക്കെ കൂട്ടിക്കൊഴിച്ചിട്ട് നമ്മളെങ്ങനെ നാണം കെടുത്തി ചർച്ച ചെയ്യുന്നതാണ്. അതൊന്നും അല്ല സനാതന ധർമ്മം. സനാതന ധർമ്മത്തിന്റെ ഏറ്റവും കാതലാണ് ഞാൻ ആദ്യം പറഞ്ഞ ഏകം സത്യം ബഹുധാവതന്തി. ഈ ലോകത്തിന് പ്രപഞ്ചത്തിന് സൃഷ്ടികർത്താവായി സർവശക്തനും സർവവ്യാപി ഒറ്റ ദൈവമേ ഉള്ളൂ. അത് പരബ്രഹ്മമാണ്. ഒരു മഹാശക്തി തൻ ആനന്ദഭാവമാണിവിടുത്തെ സർവചരാചരങ്ങൾ. കേട്ടുണ്ടോ? അതാണ് ഉലകിനു വേറൊരു സത്തയില്ലതുണ്ടെന്നുലകരുരപ്പത് സർവമൂകഹീനം. ജളനു വിലേശയമെന്നു തോന്നിയാലും നലവിയലും മലർമാലനാഗമാമോ. ഈ പ്രപഞ്ചത്തിന് ഒരു സത്തയേ ഉള്ളൂ. ഉലകിനു വേറൊരു സത്തയില്ല അതുണ്ടെന്നുലകരുരപ്പത് സർവമൂകഹീനം. ഈ പ്രപഞ്ചത്തിന് എത്ര സത്തയുണ്ട്? ഇത് പറഞ്ഞ ശ്രീനാരായണ ഗുരുവാണ്. ഞാൻ ആദ്യം പറഞ്ഞത് എവിടെ ഉണ്ടെന്നാ? ഋഗ്വേദത്തിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? മറന്നുപോയി. പിന്നെ മറന്നു. ഏകം സത്. ബാക്കി സാറിന് വേണ്ടി തരാം. ഏകം സത്. ഈ കുട്ടി പറഞ്ഞു കൊടുക്കും. ഇവരും പറയില്ല, അവർക്ക് അറിയാം. വിപ്രാവതന്തി എന്ന് പറഞ്ഞതല്ലേ? അപ്പൊ ശ്രീനാരായണ ഗുരു പറഞ്ഞ പുതിയൊരു ആശയമാണോ? ആണോ? വേദത്തിലില്ല ഒരു ദൈവമുള്ളൂന്ന്. അതന്നെയല്ലേ ഗുരു പറഞ്ഞത്. ഉലകിനു വേറൊരു സത്തയില്ല എന്ന് പറഞ്ഞത് തന്നെയല്ലേ? ഉലകിനു വേറൊരു സത്തയില്ലതുണ്ടെന്നുലകരുരപ്പത് സർവമൂകഹീനം. അത് അറിവില്ലായതുകൊണ്ടാണ് പറയുന്നത്. വേറെ ഉണ്ടെന്ന് പറയുന്നത്. ജഡനു വിലേശയമെന്നു തോന്നിയാലും നലനിയലും മലർമാലനാഗമാമോ. ഒരു ബുദ്ധിപരം വന്ന ഒരാൾ വഴി കിടക്കുന്ന പൂമാല കണ്ടിട്ട് അയ്യോ പാമ്പ് എന്ന് പറഞ്ഞാൽ പാമ്പാവുമോ? ഇല്ലെന്നേ. അതാണ് പറഞ്ഞത്. ആ ദൈവമാണ് കുട്ടീന്റെ ഉള്ളിലുള്ളത്. എന്റെയും അഹം ബ്രഹ്മാസ്മി. അതാണ് അയ്യപ്പൻ പറഞ്ഞു പഠിപ്പിച്ചു തന്നത്. അയ്യപ്പൻ എന്താ പറഞ്ഞു തന്നത്? ശബരിമലയ്ക്ക് നമ്മൾ പോയി 18-ാം മണി, പൊന്നും 18-ാം മണി കയറി ചെന്ന് നമ്മൾ വിളിക്കുകയാണ്, സ്വാമിയേ ശരണയ്യപ്പോ. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട് തത്വമസി. ഏതോ താനാണോ? അങ്ങനെയല്ലേ പറഞ്ഞത്? എടോ താൻ തന്നെയാണോ? നിങ്ങൾ വീട്ടിൽ നിന്ന് കേട്ടില്ലേ? അത് ടി വി കൂടെ കണ്ടില്ലേ? പിന്നെ എങ്ങനെ ഇരിക്കുന്നത്? എന്താ അയ്യപ്പൻ? നമ്മുടെ അയ്യപ്പനാണ് വളരെ പ്രധാനപ്പെട്ട ഈ അദ്വൈത തത്വം നമുക്ക് പറഞ്ഞു തരുന്ന അയ്യപ്പനാണ്. എല്ലാ ദേവതകളും വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ, മൂല്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പറഞ്ഞു തന്നത് മഹാഗുരുവായ കൃഷ്ണ ഭഗവാനാണ്. കൃഷ്ണ ഭഗവാൻ എല്ലാ സമയത്തും ഉപദേശം ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? നമുക്കാണ്. പക്ഷെ ആരോടാ പറഞ്ഞത്? അർജുനനോടാ. അതൊന്നും അറിയില്ല. അത്ര ഉപദേശം ഒന്നും വേറെ ആരും തരുന്നില്ലേ? നരസിംഹമൂർത്തി വന്നിട്ട് എന്റെ ഉപദേശം തന്നായിരുന്നു. നിങ്ങൾ കേട്ടായിരുന്നോ? ഞാൻ കേട്ടില്ല. പക്ഷെ തത്വമുണ്ട്. കാരണം എന്താണ്? ഭക്തനെ കൈവിടില്ല, അധർമ്മീയെ വെറുതെ വിടില്ല. ശരിയല്ലേ? എന്റെ പേപ്പർ പറഞ്ഞാൽ ഇല്ലേ? എന്തോ നന്നായി നോക്കാൻ ചോദിച്ചതാ. ഞാനിങ്ങനെ ലോകത്തിൽ പറയുന്നത് നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലല്ലോ. എന്തിനാ മനസ്സിലായോ? പറഞ്ഞാൽ എനിക്ക് പറയാൻ കിട്ടില്ല. നിങ്ങൾ കൂർക്കമരി കൊണ്ടോ? അതുകൊണ്ടാ. അപ്പൊ നമ്മൾ എവിടെയപ്പോ നിൽക്കുന്നത്? അതിനെ മറന്നുപോയി. ഓർമ്മത്തരല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ തത്വം ഗുരു പറഞ്ഞത് ഒട്ടും തന്നെയാണ്. നമ്മുടെ തത്വങ്ങളെല്ലാം ഈ പറഞ്ഞ സനാതന ധർമ്മം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ശരിയല്ലേ? ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായെന്നല്ലേ പറഞ്ഞത്. അതിപ്പോ കൂടുതൽ പറഞ്ഞാൽ അറിവുള്ള വേണ്ടി ഇരിപ്പുണ്ട്. ശരിയല്ലേ? അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മള് എന്താ പറഞ്ഞത്? പുറത്തിൽ പോവാം. അതിലെ പറഞ്ഞു മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെയാണ് മോഹൻദാസ് പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. സത്യാന്വേഷണ പരീക്ഷയിൽ പറയുന്നത് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് വളരെ പ്രധാനമായിട്ടും ഒരു കഥയാണ്, ഒരു നാടകമാണ് ഹരിചന്ദ്രൻ ചരിതം. കേട്ടുണ്ടോ?
ഹരിചന്ദ്രന്റെ ചരിത്രം കേട്ടിട്ടുണ്ടോ? ഉണ്ടാവും. അത് കേൾക്കാത്ത ആളുകൾ കുറവാണ്. നമ്മുടെ മിക്കവാറും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പല ഭാഗത്തായി ഇത്രയേറെ പ്രതിപാദിച്ചിട്ടുള്ള ഒരു കഥ വേറെയില്ല. കാരണം സത്യത്തിന്റെ വിലയും ധർമ്മത്തിന്റെ വിലയും മനുഷ്യനെ പഠിപ്പിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞു വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ ഉണ്ട്, അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കഥാരൂപത്തിൽ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ രചിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പേജുകൾ ചെലവാക്കിയിരിക്കുന്നത് 6-7 അധ്യായം എടുത്ത് ചെലവാക്കിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഹരിചന്ദ്ര ചരിതം, സൂര്യവംശ രാജാവിന്റെ കഥ. ആ കഥയാണ്, ആ നാടകമാണ്. അത് ഞാൻ നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ട് ചെറിയ മാറ്റമൊക്കെ ഏറ്റെടുത്ത് വായിക്കണമെന്ന് പറയുന്നത്. ചില ക്ഷേത്രങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും ഗാന്ധിയുടെ പുസ്തകത്തിൽ അങ്ങനെ അല്ലല്ലോ എന്ന് പറയും. അങ്ങനെ വരില്ലല്ലോ. ഞാൻ അതിന്റെ ഉദ്ദേശം പറയാം. എന്റെ ഉദ്ദേശം ആ കഥ നേരിട്ട് പറയാനല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ മൂല്യം എങ്ങനെ ക്ഷേത്രം നമുക്ക് തന്നു എന്ന് പറയാനാണ്. അതുകൊണ്ട് ചെറിയ വ്യത്യാസമൊക്കെ തോന്നിയാലും എന്നെ ഒന്ന് കാട്ടരുത്. അപ്പൊ ചുരുക്കതാണ് പോർബന്തറിലെ ക്ഷേത്രം. ഒക്കെ അല്ലേ നമ്മളിപ്പോ അവിടെ എത്തി നിൽക്കുകയാണ്. അപ്പോ 10 വയസ്സുകാരനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഉത്സവ സ്ഥലത്തേക്ക് വരികയാണ്. അപ്പൊ അത് 12,000 ആളുകൾ നിലത്തിരിക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കസേരയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാവരും വന്ന് ഈ നാടകം കാണാൻ ഇരിക്കുകയാണ്. ഇതുപോലെ കട്ടനുണ്ട്, കട്ടൻ താഴ്ന്നു കിടക്കുകയാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന 10 വയസ്സുകാരൻ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. അങ്ങനെ നാടകം തുടങ്ങുന്നതിന് മുമ്പ് അവിടുന്ന് അനൗൺസ്മെന്റ് ഉണ്ടാവില്ലേ? എന്താ അനൗൺസ്മെന്റ്? ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന നാടകത്തിന്റെ പേര് ഹരിചന്ദ്ര ചരിതം. എന്നിട്ട് കട്ടൻ ഉയരുന്നതിന് മുമ്പ് ആ നടക്കാൻ പോകുന്ന നാടകത്തെ കുറിച്ച് അവിടെ നിന്ന് എന്താ പറയാ വിശദീകരണം ഈ ഫാൻ വെച്ച ആളോട് കുറച്ച് തിരിച്ചു വെക്കാൻ പറയും. കാരണം എനിക്ക് ചെറിയ എന്താ പറയാ അലർജി ഉണ്ട്. അപ്പൊ ഈ ചിലപ്പോൾ ചുമക്കാൻ സാധ്യത. അദ്ദേഹം ഒന്നും പറയണം കേട്ടോ, തണുപ്പ് പറ്റൂല. ആ സുഹൃത്ത് പോയോ? ആ സുഹൃത്തിനെ വന്നോടില്ല. അപ്പൊ എന്താ പറഞ്ഞത്? നാടകം തുടങ്ങണ്ടേ? ആ അപ്പൊ ഈ കട്ടൻ പിന്നിട്ട് കണ്ടിട്ട് പറയാണ് അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ അവതരിപ്പിക്കാൻ പോകുന്ന നാടകത്തിന്റെ പേര് ഹരിചന്ദ്ര ചരിതം. സൂര്യവംശ രാജാവ് ഹരിചന്ദ്ര മഹാരാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹരിചന്ദ്ര മഹാരാജാവിന് രാജ്യം ഭരിച്ചു തുടങ്ങിയ ശേഷം രാജ്യത്ത് സന്തോഷവും സമൃദ്ധിയും കളിയാടുകയാണ്. ഹരിചന്ദ്ര മഹാരാജാവിന്റെ രാജ്യത്തെ കുറിച്ച് 14 ലോകങ്ങളിലും പ്രശസ്തി നേടി. എല്ലാവരും പറയുന്നത് ഹരിചന്ദ്രനെ പോലെ, ഹരിചന്ദ്രന്റെ രാജ്യം പോലെ. എന്താണ് കാരണം? ഹരിചന്ദ്ര മഹാരാജാവ് സത്യസന്ധനാണ്, ധർമ്മനിഷ്ഠനാണ്. സത്യപരിപാലനത്തിന് വാക്കുപാലിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സ്വന്തം ജീവൻ പോയാൽ പോലും പിന്നോട്ട് പോകാത്ത സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കുന്ന ധർമ്മനിഷ്ഠയിൽ അങ്ങേയറ്റം മാതൃകയെ മഹാരാജാവിനെ കുറിച്ച് ലോകമാകെയും ചർച്ചയായി. അങ്ങനെ പലർക്കും അസൂയ ആരംഭിച്ചു. മറ്റ് പ്രദേശത്ത് പ്രത്യേകിച്ച് ദേവലോകത്ത് പോലും ദേവേന്ദ്രന് പോലും അസൂയ. കാരണം ദേവലോകത്തെ കുറിച്ചും ദേവേന്ദ്രനെ കുറിച്ചുമാണ് സാധാരണയായി ഉപമ പറയാറുള്ളത്. ഇപ്പൊ ദേവേന്ദ്രനെ കുറിച്ചോ ദേവലോകത്തെ കുറിച്ചോ ആരും പറയുന്നില്ല. അപ്പൊ ദേവേന്ദ്രനും സങ്കടം ഉണ്ടാവാതിരുന്നതിൽ തെറ്റുണ്ടോ? അങ്ങനെ ദേവേന്ദ്രനും അസൂയ മൂത്തു. ഈ ഹരിചന്ദ്ര മഹാരാജാവിനെ എങ്ങനെയെങ്കിലും ഒരു പരീക്ഷണം നടത്തി വാക്ക് പാലിക്കാൻ പറ്റാതെ തോൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ കീർത്തി എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, എന്നിട്ട് സ്വന്തം കീർത്തി വീണ്ടെടുക്കണം. ആരെവിടെ? പണ്ഡിതന്മാരെ വിളിക്കൂ. പണ്ഡിതന്മാർ വന്നു. നമുക്കിങ്ങനെ ഒരു അത്യാവശ്യമുണ്ട്. എന്താണ്? ഹരിചന്ദ്ര മഹാരാജാവിന് വാക്ക് പാലിക്കാൻ പറ്റാത്ത ഒരു പരീക്ഷണം നടത്തി പരാജയപ്പെടുത്തിയിട്ട് നമ്മുടെ കീർത്തി വീണ്ടെടുത്ത് തരണം. ആർക്ക് സാധിക്കും? പലരും പല ഉപായങ്ങളും പറഞ്ഞു. രാജാവിനൊന്നും ബോധ്യമായില്ല. നമ്മുടെ ദേവേന്ദ്രൻ. അപ്പൊ അദ്ദേഹം പിന്നീട് ആലോചിച്ചിരിക്കുമ്പോഴാണ് മറ്റൊരാൾ അവിടെ കടന്നു വന്നു. ഇനി കടന്നു വരുന്നത് വിശ്വാമിത്ര മഹർഷിയാണ്. വിശ്വാമിത്ര മഹർഷി പറഞ്ഞിട്ട്, മഹാരാജൻ നാം ഉണ്ട് നിങ്ങളുടെ ആഗ്രഹം നേടിത്തരാൻ. എങ്ങനെ സാധിക്കും? അതിന് നാം പരീക്ഷണം നടത്തി അയാളെ തോൽപ്പിക്കും. ഓക്കെ, ശരി, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വിശ്വാസമായി. അങ്ങനെ വിശ്വാമിത്ര മഹർഷി ഹരിചന്ദ്ര മഹാരാജാവിന് വാക്ക് പാലിക്കാൻ പറ്റാത്തൊരു പരീക്ഷണം നടത്തി തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച് അവിടുന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ വീണ്ടും വെല്ലടിച്ചു. കർട്ടൻ സാവധാനം ഉയർന്നു. ഇനി വിശ്വാമിത്ര മഹർഷി നമ്മുടെ സൂര്യവംശ രാജാവായ ഹരിചന്ദ്ര മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്കാണ് വരുന്നത്. ഇത് കർട്ടൻ ഉയർന്നിരിക്കുന്ന രാജസന്നിധിയിലാണ്. ആ സിംഹാസനത്തിലുള്ള ഹരിചന്ദ്ര മഹാരാജ് ഇരിക്കുന്നത് കാണാൻ പറ്റും. കണ്ടോ? ണ്ട് ഷാളൊക്കെ നല്ലതാ, സത്യസന്ധന അതായിരിക്കുന്നു. അപ്പൊ അവിടുന്ന് ദ്വാരപാലകൻ വേണം. അങ്ങനെ രാജസന്നിധി നിങ്ങൾ പോയിട്ടുണ്ടോ? രാജകൊട്ടാരത്തിൽ പോയിട്ടില്ല? സുന്ദരാൾക്കാരെ ചോദിച്ചിടത്ത് ഒരിടത്ത് പോയിട്ടില്ല. നാടകം കണ്ടിട്ടുണ്ടോ? അതെങ്കിലും ഉണ്ട്. അപ്പൊ രാജകൊട്ടാരത്ത് സാധാരണ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. വെറുതെ വന്നിട്ട് രാജാവ് ഒരാളെ കാണാൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നമായി. അതുകൊണ്ട് ദ്വാരപാലകൻ വന്നിട്ട്, അടിയൻ ആരെവിടെ? അങ്ങേ മുഖം കാണിക്കാൻ ഒരു വൃദ്ധബ്രാഹ്മണൻ കാത്തു നിൽക്കുന്നു. ഈ വിശ്വാമിത്ര മഹർഷി വൃദ്ധബ്രാഹ്മണന്റെ വേഷത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ രാജാവ് അദ്ദേഹത്തെ നമ്മുടെ മുമ്പിൽ ആഗതനാക്കൂ എന്നർത്ഥം പറയണം. നേരത്തെ കൊട്ടാരത്തിലൊക്കെ പോയിട്ട് തന്നെ എന്താ പറഞ്ഞത്? അദ്ദേഹത്തെ നമ്മുടെ മുമ്പിൽ ആഗതനാക്കൂ, ഉത്തരവ്. അന്നേരം അങ്ങനെ പറഞ്ഞു കേട്ടോ. അതിന് പോയി കൂട്ടിക്കൊണ്ട് വന്നു. അപ്പൊ ബ്രാഹ്മണൻ, മഹാരാജാവിന് പ്രണാമം. അങ്ങ് ഉപവിഷ്ടനായാലും എന്തായാലും അർത്ഥം പറയേണ്ട ആവശ്യമുണ്ടോ? മലയാള ഉപവിഷ്ടനായാലും ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ഫ്ലോ പോകൂലേ? ഏതായാലും ആ ബ്രാഹ്മണനോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ മഹാരാജാവ് പ്രണാമം പറഞ്ഞു. അദ്ദേഹം കസേരയിൽ ഇരുന്നു. ഇരുന്ന് രാജാവ് ചോദിച്ചു, അങ്ങ് എന്തിനാണ് നമ്മെ മുഖം കാണിക്കാൻ വേണ്ടി വന്നത്? മഹാരാജൻ, ഞാനൊരു സാധു ബ്രാഹ്മണനാണ്. ഇവിടെ 2 സാധുക്കൾ ഇരിക്കുന്നത് കാണുന്നില്ല.
ഞാനൊരു സാധു ബ്രാഹ്മണനാണ്, അതുകൊണ്ട് ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഇങ്ങോട്ടൊന്നാ കാണുമോ? ഇല്ല അല്ലേ? എന്ത് സഹായമാണ് വേണ്ടത്? അങ്ങനെ എന്ത് സഹായമാണ് വേണ്ടത്? മകളുടെ വിവാഹത്തിലുള്ള സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഓഹോ, മകളുടെ വിവാഹത്തിലുള്ള സഹായമാണ് അങ്ങേക്ക് വേണ്ടത്. ഒരു മകളുടെ കല്യാണത്തിനൊക്കെ കൊടുക്കാതെ രാജാവ് നിസ്സാര കാര്യമില്ലേ? അപ്പൊ രാജാവ് പറഞ്ഞു, എങ്കിൽ അങ്ങ് പോയി മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ട് വന്നോളൂ. എന്ത് ചോദിച്ചാലും നാം തരുമല്ലോ. എന്ത് ചോദിച്ചാലും തരുമോ? പറഞ്ഞത് ഹരിചന്ദ്ര മഹാരാജാവാണ്. നാം ജീവിച്ചിരിക്കുന്നെങ്കിൽ വാക്ക് പാലിച്ചിരിക്കും. അങ്ങ് ധൈര്യമായി പോയി മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ട് വന്നോളൂ. എങ്കിൽ അടിയൻ പോകട്ടെ, അങ്ങേക്ക് പ്രണാമം. ആ ബ്രാഹ്മണൻ പോയി കർട്ടൻ വീണ്ടും താന്നു. വീണ്ടും കർട്ടൻ ഉയർന്നു. ആ രംഗം 3 മാസത്തിന് ശേഷമുള്ള രംഗമാണ്. വീണ്ടും ദ്വാരപാലകൻ അടിയൻ ആരുടെ അങ്ങനെ മുഖം കാണിക്കാൻ വേണ്ടി ബ്രാഹ്മണൻ കാത്തു നിൽക്കുന്നു. വരാൻ പറഞ്ഞു കൊണ്ടുവന്നു. ഉപവിഷ്ണാകാൻ പറഞ്ഞു അവിടെ ഇരുന്നു. രാജാവ് ചോദിച്ചു, എന്താണ് വീണ്ടും അങ്ങ് നമ്മയെ മുഖം കാണിക്കാൻ വേണ്ടി വന്നത്? മഹാരാജൻ, മകളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു, അതുകൊണ്ട് അങ്ങ് തരാമെന്ന് പറഞ്ഞത്. എന്താണ് അങ്ങേക്ക് വേണ്ടത്? എന്ത് ചോദിച്ചാലും തരുമെന്നല്ലേ അങ്ങ് പറഞ്ഞത്? തീർച്ചയായും പറഞ്ഞത് ഹരിചന്ദ്ര മഹാരാജാവാണ്. അങ്ങ് ധൈര്യമായി ചോദിച്ചോളൂ. അപ്പോൾ ഈ വൃദ്ധബ്രാഹ്മണന്റെ ഭാവം മാറി. ഇനി വാമനനെ ഓർമ്മയുണ്ടോ? മഹാബലിയുടെ അടുത്ത് നിന്ന് അങ്ങനെ വിചാരിക്കാം. ആ ബ്രാഹ്മണനോട് എഴുന്നേറ്റു എന്നിട്ട് ചോദിച്ചു, മഹാരാജൻ, എങ്കിൽ അങ്ങയുടെ രാജ്യം മുഴുവൻ, ചെങ്കോലും കിരീടവും സിംഹാസനം അടക്കമുള്ള സകല സ്വത്തുക്കളും നമുക്കിപ്പോൾ കിട്ടണം. രാജാവ് ഞെട്ടി. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത് ചതിയാണ്. രാജാവ് വേർത്തൊഴി അങ്ങനെ നിൽക്കുകയാണ്. ഈ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു നിൽക്കുന്ന രാജാവിന് ബോധം വീണ്ടും കിട്ടുന്നതിന് മുമ്പ് വിശ്വാമിത്ര മഹർഷിയാവുന്ന ബ്രാഹ്മണൻ സ്ഥലം വിടാൻ പോവാണ്. കാരണം എന്താ? ഇത് വാങ്ങാതെ കിട്ടാതെ പോയാൽ പരീക്ഷണം വിജയിച്ചു, രാജാവ് തോക്കും. അതുകൊണ്ട് പെട്ടെന്ന് ബ്രാഹ്മണൻ പറഞ്ഞു, അങ്ങ് തരില്ലല്ലേ? അങ്ങേ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു അങ്ങേക്ക് തരാൻ കഴിയില്ലല്ലേ? എങ്കിൽ അടിയൻ പോവുകയാണ്. പെട്ടെന്ന് രാജാവിന് ഓർമ്മ വന്നു, വരുത്, അങ്ങ് പോകരുത്. ഇതാ നാം വാക്ക് പാലിക്കുന്നു. നമ്മുടെ രാജ്യം, ചെങ്കോലും കിരീടവും സിംഹാസനം അടക്കമുള്ള സകല സ്വത്തുക്കളും അങ്ങേക്ക് ദാനം ചെയ്തിരിക്കുന്നു. അപ്പോ ആ ബ്രാഹ്മണൻ മെല്ലെ തിരിഞ്ഞ് ഒന്ന് മന്ദഹസിച്ചു, മെല്ലെ ഒന്ന് ചിരിച്ചു. എന്തു പറ്റി? അങ്ങ് എന്താണ് ചിരിക്കുന്നത്? കാരണമുണ്ട് മഹാരാജൻ, ഇത് ഭാരതമാണ്. ഈ ഭാരതത്തിൽ ഒരു ദാനം നിർവഹിക്കുന്നതെങ്കിൽ അതിന് ചില ചടങ്ങുകളുണ്ട്. അങ്ങനെ അറിയുമോ? ഒരു ദാനം നിർവഹിക്കുന്നതിന് മുമ്പ് ദക്ഷിണ വെക്കണം. അങ്ങ് മുഴുവൻ സ്വത്തും എനിക്ക് തന്നില്ലേ? മുഴുവൻ സമ്പത്തും തന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ദക്ഷിണ വെക്കാൻ അങ്ങയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ദക്ഷിണ വെക്കാതെ തന്നതോടുകൂടി അങ്ങ് നൽകിയത് ദാനമല്ല. ഇതിന് 2.5 ഭാരം സ്വർണമാണ് ദക്ഷിണ വെക്കേണ്ടത്. ഇത് വളരെ വലിയൊരു അളവാണ് ഈ സ്വർണം. ഇനി താങ്കളെ കൊണ്ട് 2.5 ഭാരം സ്വർണം ഉണ്ടാക്കി ദക്ഷിണ വെക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് മഹാരാജൻ അങ്ങ് ഇന്നോളം ഈ 14 ലോകവും പ്രശസ്തി നേടിയ കെട്ടിപ്പൊക്കിയ സകലമായ കീർത്തിയും ഇതാ ഇവിടെ അസ്തമിക്കുന്നു. അല്ല, അങ്ങനെ പറയരുത്. നമുക്കൊരു മാസത്തെ അവധി തരണം. നാം ദക്ഷിണ വെച്ചോളാം. ഒരു മാസത്തെ അവധി അനുവദിച്ചു തരണം. അങ്ങ് ഒരു മാസമല്ല, ഒരു വർഷം കൊടുത്താലും ഇത്രയേറെ സ്വർണം ഉണ്ടാക്കി ദക്ഷിണ വെക്കാൻ ഇനി അദ്ദേഹത്തെ കൊണ്ട് സാധ്യമല്ലെന്നറിയുന്ന ആ ബ്രാഹ്മണൻ അഥവാ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, എങ്കിൽ താങ്കൾക്ക് ഒരു മാസത്തെ അവധി അനുവദിച്ചിരിക്കുന്നു. ഒരു മാസം കഴിയുമ്പോൾ നാം വരും. അന്ന് ദക്ഷിണ വെച്ചിട്ടില്ലെങ്കിൽ താങ്കളുടെ സകലമായ കീർത്തിയും അതോടെ അസ്തമിച്ചിരിക്കും. നാം സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞു. ആ ബ്രാഹ്മണൻ അവിടുന്ന് പോയി. രാജാവ് വല്ലാതെ വിഷമിച്ച് ആ രാജാവിന്റെ കൊട്ടാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. വിവരം അന്തഃപുരത്തിൽ അറിഞ്ഞു. അന്തഃപുരത്തിൽ വിവരം അറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ധർമ്മപത്നി ചന്ദ്രമതി ഓടി കിതച്ച് രാജസന്നിധിയിലേക്ക് വന്നു. മഹാരാജൻ, അങ്ങക്ക് എന്ത് പറ്റി? അങ്ങ് എന്താണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഭവതി അറിഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. അതാണ് നമ്മുടെ വിഷമം. അതിന് അങ്ങ് ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. ഭവതിക്ക് എന്തെങ്കിലും ഒരു വഴി പറയാനുണ്ടോ? നാം ആലോചിക്കട്ടെ. രണ്ടുപേരും ആലോചിച്ചൊടുവിൽ രാജ്ഞി പറഞ്ഞു, മഹാരാജൻ, അങ്ങയുടെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി അങ്ങക്ക് മറ്റെന്തിനേക്കാളും പ്രധാനം വാക്ക് പാലിക്കുകയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങയുടെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി നാം ഒരു ഉപായം പറയുകയാണ്. അത് വരുത് എന്ന് പറഞ്ഞ് നിരസിക്കരുത്. അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. രാജ്ഞി പറയൂ. അങ്ങനെ രാജ്ഞി പറഞ്ഞു, അങ്ങേക്ക് വാക്ക് പാലിക്കുന്നതിന് വേണ്ടി നമ്മയും മകനെയും കൊണ്ടുപോയി വിൽക്കണം. അവർക്ക് ലോഹിദാസ് എന്ന് പറയുന്ന 10 വയസ്സുകാരനായ ഒരു കുഞ്ഞുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്. ആ കുട്ടി അവർ പറയാണ്, എന്നെ ചന്ദ്രമതിയായ എന്നെയും മകനെയും കൊണ്ട് അങ്ങ് കൊണ്ട് വിൽക്കണം. അന്ന് മനുഷ്യനെ വിറ്റ പണം കിട്ടും, അടിമക്കച്ചവടമുള്ള കാലമാണ്. അങ്ങനെ വിറ്റിട്ട് കിട്ടുന്ന പണം കൊണ്ട് ദക്ഷിണ കൊടുത്ത് വാക്ക് പാലിക്കണം എന്ന് പറഞ്ഞു. മഹാരാജാവ് ഒരുപാട് ആലോചിച്ചു. തന്റെ ഏറ്റവും പ്രിയങ്കരിയായ ഭാര്യ, സ്നേഹനിധിയായ മകൻ എങ്ങനെ വിൽക്കും? പക്ഷേ വാക്ക് പാലിക്കുന്നതാണ് സ്വന്തം ജീവനെക്കാളും വലുത് എന്ന് എന്തിനെ
മകനെക്കാളും വലുതൊന്നും നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള മഹാരാജൻ അവസാനം മനസ്സില്ലാ മനസ്സോടെ തീരുമാനിച്ചു ആ ഭാര്യയും മകനെയും കൂട്ടി നേരെ കാശി പട്ടണത്തിലേക്ക് പോയി. കാശി പട്ടണത്തിൽ ഇങ്ങനെയുള്ള കച്ചവടം നടക്കുന്ന ഏരിയയിൽ പോയി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത് ആ കുഞ്ഞിനെയും സ്ത്രീയും നാം വിൽക്കുകയാണ്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞു ഒരു ബ്രാഹ്മണൻ വന്നു. ആ ബ്രാഹ്മണൻ വന്നിട്ട് ഈ സ്ത്രീക്കും കുട്ടിക്കും വില പറഞ്ഞു. ആ വില അദ്ദേഹത്തിന് ബോധ്യമായി. ആ പൈസ വാങ്ങി അവരെ വിറ്റു. അങ്ങനെ ചന്ദ്രമതിയെ ആ ബ്രാഹ്മണൻ കൊണ്ടുപോവുകയാണ്. ഈ പണം ദക്ഷിണ കൊടുക്കാൻ തികഞ്ഞില്ല, പക്ഷെ കിട്ടിയ പൈസ കൊടുത്തു. അവരെ കൂട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ടാ കൊണ്ടുപോകുന്നറിയാമോ? കൊണ്ടുപോകുന്നത് ഈ ബ്രാഹ്മണന്റെ വീട്ടിൽ അടുക്കള പണിക്കാണ്, തോഴിയായിട്ടാണ് കൊണ്ടുപോകുന്നത്. ആരെയാണ് കൊണ്ടുപോകുന്നത് അറിയാമോ? ഈ 14 ലോകങ്ങളും പ്രശസ്തി നേടിയ രാജ്യത്തിന്റെ പട്ടമഹിഷി. നിരവധി തോഴിമാർ വട്ടത്തിൽ നിന്ന് വെഞ്ചാമരത്തിൽ പരിനീർ മുക്കി വീശി ഉറക്കിയിരുന്ന രാജകീയ സൗഭാഗ്യങ്ങളുടെ നടുവിൽ നിന്ന് ഭാര്യാധർമ്മം നിറവേറ്റാൻ വേണ്ടി അടുക്കളപ്പണിക്ക് പോകുന്ന ചന്ദ്രമതിയുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞിട്ടില്ല. അവർ തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ തന്റെ ധർമ്മം, ഭർത്താവിനോടുള്ള ഭാര്യാധർമ്മം നിറവേറ്റുന്നതിന് വേണ്ടി അടുക്കളപ്പണിക്ക് പോകുന്ന മഹാറാണി, അടുക്കളപ്പണിക്ക് പോകുന്ന അത്യുന്നതമായ മൂല്യം രാജ്യത്തിന് സംഭാവന ചെയ്ത, ലോകത്തിന് സംഭാവന ചെയ്ത മഹാമാതൃകയാണ് നാം അവിടെ കാണുന്നത്. അങ്ങനെ അവർ അടുക്കളപ്പണിക്ക് പോയി അവിടെ അടുക്കളപ്പണി ഏറ്റെടുത്തു. രാജാവ് വീണ്ടും വിളിച്ചു പറഞ്ഞതാ, നാം നമ്മെ വിൽക്കുകയാണ്, ആരുണ്ടെങ്കിലും വാങ്ങാം. പലരും വന്നു വില പറഞ്ഞു. അവസാനം മറ്റൊരു രാജാവ് വന്നു, ഹരിചന്ദ്രന് വില പറഞ്ഞു. വില ബോധ്യമായി. അതിന്റെ സ്വയം വിറ്റു, അടിമയായി. എന്നിട്ട് ആ പണം തികഞ്ഞതോടുകൂടി വിശ്വാമിത്ര മഹർഷി അഥവാ ബ്രാഹ്മണനെ വിളിച്ചു വരുത്തി ദക്ഷിണ കൊടുത്തു, വാക്കുപാലിച്ചു. പക്ഷേ രാജ്യം മുഴുവൻ പോയി, മകൻ പോയി, ഭാര്യ പോയി, സ്വയം അടിമയായി. ഈ അടിമയായ ഹരിചന്ദ്രനെ കൊണ്ടുപോകുന്നത് ഇപ്പൊ വിലയ്ക്ക് വാങ്ങിയ രാജാവിന്റെ ശ്മശാനത്തിന് കാവൽ നിൽക്കാനാണ്, ചുടലയ്ക്ക്. അവിടെ എന്താ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു കഴിയുമ്പോൾ ആളുകളെ അവിടെ സംസ്കരിക്കാൻ കൊണ്ടുവരുമ്പോൾ അവിടെ കൊണ്ടുവന്ന് അവർക്ക് ഒരു ചെറിയ ഫീസ് എന്ന് വിചാരിക്കും, 10 പൈസ. ആ ഫീസ് കൃത്യമായി വാങ്ങി ചുടലയുടെ ഉടമയ്ക്ക് കൊടുക്കണം. പിന്നെ അവിടെ ചിത ഒരുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം. ഇങ്ങനെ അവിടെ ജോലി ചെയ്യുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഈ രാജാവ് ആ ജോലി ഏറ്റെടുത്തു. അവിടെ പോയി കാത്തു നിൽക്കുകയാണ്. ഇത് നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. മുതിർന്ന ആളുകൾക്ക് അറിയാം. തിക്കുൽ ശ്രീ സുകുമാരൻ നായർ അവതരിപ്പിക്കുന്നുണ്ട്. ആ സിനിമയുടെ പേരും ഹരിചന്ദ്രനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, മറന്നുപോയിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാം. മനോഹരമായ തത്വചിന്ത അടങ്ങുന്ന ഒരു ഉന്നതമായ ഒരു സംഗീതം അതിലുണ്ട്, ഒരു പാട്ടുണ്ട്. കാരണം ആത്മവിദ്യാലയമേ അവനിയിൽ ആത്മവിദ്യാലയമേ കേട്ടുണ്ടോ? മന്നവനാട്ടേ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ. കേട്ടില്ലേ? ഇത് എത്ര രസമുള്ള മനോഹരമാണ്. കേട്ടല്ലോ? ഉലകം വെല്ലാനുഴറിയ നീയോ വിലപിടിയാത്തൊരു തലയോടായി. കേട്ടില്ലേ? ആ സിനിമയില് തിക്കുറിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഹരിചന്ദ്ര മഹാരാജാവ് ഈ പറയുന്ന ചുടലയിൽ വെയിലും മഴയും മഞ്ഞും എല്ലാം കൊണ്ട് കാവൽ നിന്ന് വർഷങ്ങൾ നീണ്ടുപോയി. കാഥികന്റെ ഭാഷയിൽ പറഞ്ഞാൽ വേനലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ കടന്നുപോയി. അദ്ദേഹത്തിന് മുടിയും താടിയിൽ നിന്ന് എല്ലും തോലുമായി കണ്ണുകളൊക്കെ കുഴിഞ്ഞ് ആര് കണ്ടാലും തിരിച്ചറിയാത്ത വിധത്തിൽ ഹരിചന്ദ്ര മഹാരാജാവ് ആകമാനം മാറിപ്പോയി. അതേപോലെ ചന്ദ്രമതി അടുപ്പിൽ വിറകെല്ലാം വെച്ച് ഊതി കത്തിച്ചും പാത്രങ്ങൾ കഴുകിയും അടുക്കളപ്പണി എടുത്തെടുത്ത് ചന്ദ്രമതിയുടെയും കോലം കെട്ട് അവരെയും കണ്ടാൽ തിരിച്ചറിയാത്ത വിധത്തിൽ മെലിഞ്ഞൊട്ടി നിറം മങ്ങി ആർക്കും തിരിച്ചറിയാത്ത വിധത്തിൽ ആകമാനം മാറിപ്പോയി. പക്ഷേ ഈ പറഞ്ഞ സകലതും നഷ്ടപ്പെട്ട് ചുടലയിൽ നിൽക്കുമ്പോഴും ഹരിചന്ദ്ര മഹാരാജാവിന്റെ കീർത്തി, സത്യസന്ധതയിൽ വാക്കുപാലിച്ചതിന്റെ കീർത്തി നക്ഷത്ര ശോഭയിൽ ലോകമാകമാനം പ്രശോഭിച്ചു നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും വിശ്വാമിത്ര മഹർഷിയെ നമ്മുടെ ദേവേന്ദ്രൻ വിളിച്ചു വരുത്തി, അങ്ങേക്ക് പറ്റാത്ത പണി എനിക്ക് വാക്കു തരണമായിരുന്നോ? ആ ഹരിചന്ദ്രൻ ഇപ്പോഴും കീർത്തിമാനായി സത്യസന്ധനായി വാക്കുപാലിച്ച് പ്രശോഭിതനായി നിൽക്കുകയാണ് സൂര്യ തേജസ്സോടു കൂടി. അങ്ങക്ക് പറ്റുന്ന പണി എടുത്താൽ പോരാണോ? ഉരുട്ടമ്മ പറഞ്ഞാൽ ഇപ്പൊ ശരിയാക്കി തരാമോ? ഇപ്പൊ ശരിയാക്കി തരാം, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ എന്നോ. എങ്കിൽ അങ്ങനെ ആവട്ടെ എന്നോ. ഏതായാലും ഏൽപ്പിച്ചത്. അങ്ങനെ വീണ്ടും അടുത്ത രംഗം വരികയാണ്. എന്താ രംഗം അറിയാമോ? ചന്ദ്രമതിയും കുഞ്ഞും, ആ കുട്ടിയുടെ പേരിൽ ലോഹിദാസ് എന്നാണ്. കുട്ടിനെ കൂട്ടി ഇതേപോലുള്ള പറമ്പിൽ കൂടി വിറക് പെറുക്കി നടക്കുകയാണ്. വിറക് പെറുക്കി കൂട്ടി കുറെ നേരം കഴിഞ്ഞപ്പോ മോനെ ലോഹിയെ എന്റെ കുഞ്ഞിനെ കണ്ടോ? അയ്യോ എന്റെ ലോഹി എവിടെ? എന്റെ കുട്ടീനെ കണ്ടോ? എനിക്ക് അവൻ മാത്രം കിട്ടോ. മോനെ എന്റെ കുഞ്ഞെവിടെ? എന്റെ ലോഹി എവിടെ? ഓടി തെരഞ്ഞു. അയ്യോ എന്റെ കുട്ടി അതാ കിടക്കുന്നു. കുട്ടിക്കാട്ടിൽ ഓടിച്ചെന്ന് നോക്കിയപ്പോ കുട്ടിക്ക് നീല നിറമായി കിടക്കാണ്. പാമ്പ് കടിയേറ്റ് മരിച്ചു കിടക്കാണ്. അമ്മ പൊട്ടിക്കരഞ്ഞു പോയി. ഭഗവാനെ, ഇതെന്തൊരു വിധിയാണ്. ഈ കുഞ്ഞിനെ പോലും നീ എനിക്ക് ബാക്കി വെച്ചില്ലല്ലോ ഈശ്വര. ഒരുപാട് കരഞ്ഞു. ആ കുഞ്ഞിനെ മടിയിൽ വെച്ച് അവസാനം ആ ജഡവും എടുത്ത് മെല്ലെ നടന്ന് വേലയ്ക്ക് നിൽക്കുന്ന വീട്ടിലെത്തി അവളോട് പറഞ്ഞു, എന്റെ കുഞ്ഞ് മരിച്ചുപോയി. കുഞ്ഞ് മരിച്ചുപോയോ? അതിന് നാമെന്ത് വേണം? ഈ കുഞ്ഞിനെ ചുടലയിൽ കൊണ്ടുപോയി ദഹിപ്പിക്കണം.
ആ ദഹിപ്പിക്കുന്നിടത്ത് ഒരു 10 പൈസ കെട്ടിവെക്കണം, അത് ചോദിക്കാൻ വേണ്ടി വന്നതാ. നീ ഇവിടെ പണം ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇറങ്ങിപ്പൊടി പറഞ്ഞു. അവിടെ നാട്ടി പുറത്താക്കി. അങ്ങനെ നിവൃത്തിയില്ലാതെ കുഞ്ഞിനെയും എടുത്ത് അവർ നടന്നെടുത്ത് ചുടലയിലെടുത്തെത്തി. മുന്നിൽ ചെന്ന് കാവൽക്കാരനെ കണ്ട് 10 പൈസ കെട്ടിവെക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട്, കഴിവില്ലാത്തത് കൊണ്ട്, കയ്യിലില്ലാത്തത് കൊണ്ട് ശബ്ദമുണ്ടാക്കാതെ പിന്നിലൂടെ വന്ന് കുട്ടിനോടെ കടത്തി. എന്നിട്ട് പഴയ കത്തുന്ന ചിതയിൽ നിന്ന് തീക്കൊള്ളികൾ എടുത്ത് മേലെ ഒരു ചിത ഒരുക്കുകയാണ്. അപ്പോഴാണ് കാവൽക്കാരൻ ശബ്ദം കേട്ടു. ആരവിടെ? നമ്മുടെ അനുവാദമില്ലാതെ ചുടലയിൽ പ്രവേശിച്ചത് ആരാണ്? അവർ ഞെട്ടി കൈകൾ കൂപ്പി വിറച്ച് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാനൊരു സാധു സ്ത്രീയാണ്. നിങ്ങൾ സാധു സ്ത്രീയാണെങ്കിൽ ചുടലയിൽ എന്തിനു പ്രവേശിച്ചു? എന്റെ കുഞ്ഞ് മരിച്ചുപോയി, കുഞ്ഞിനെ ദഹിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഓഹോ, നിങ്ങളുടെ കുഞ്ഞിനെ ദഹിപ്പിക്കണമെങ്കിൽ എന്റെ അനുവാദം വാങ്ങണ്ടേ? ഇവിടെ ഫീസ് കെട്ടിവെക്കണ്ടേ? ഒരു നിവൃത്തിയില്ലാത്ത ഒരമ്മയാണ് ഞാൻ, ഒരമലയാണ് ഞാൻ. എന്റെ കയ്യിലൊന്നുമില്ല, സാധ്യമല്ല. ഫീസ് കെട്ടിവെക്കാതെ നിങ്ങളുടെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ നാം അനുവദിക്കില്ല. അങ്ങനെ പറയരുത്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. എന്റെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ സമ്മതിക്കണം. സാധ്യമല്ല. ഇവിടെ കള്ളം പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം നിങ്ങളുടെ കയ്യിൽ 10 പൈസക്ക് വകയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ സമ്മതിക്കില്ല. കാരണം ഇന്ന് 10 ശവദാഹങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 9 എന്ന് പറയണ്ടേ? ഒന്ന് ഞാൻ മറച്ചു വെക്കണ്ടേ? കള്ളം പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം നിങ്ങളുടെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് സാക്ഷ്യം പിടിച്ചു നിൽക്കുകയാണ് കാവൽക്കാരൻ. അമ്മ സകലതും മറന്ന് പൊട്ടിക്കരഞ്ഞു പോയി. അമ്മ പറഞ്ഞു, എൻ ജീവിതാശയുടെ അന്തിമവായു വീശി കത്തിച്ചതാണ് ചിതയൻ മകനെ ചുടാനായി. രക്ഷിക്കണം, കരുണ ചെയ്തൊരു വസ്തു അങ്ങേക്കർപ്പിക്കുവതിന് എന്നുടെ കയ്യിലില്ല. എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസമൂതി കത്തിച്ചതാണ് ചിത. എന്റെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ അങ്ങ് അനുവദിച്ചേ മതിയാകൂ എന്ന് ആ മാതാവ് കണ്ണുനീർ വാർത്ത് പൊട്ടിക്കരഞ്ഞു നിൽക്കുകയാണ്. ആ കാവൽക്കാരൻ വളരെ ദയനീയമായി വേദനയോടെ ആ സ്ത്രീയെ സൂക്ഷിച്ചു നോക്കി. എങ്കിൽ നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ഇങ്ങോട്ട് അടിച്ചു തന്നോളൂ. എന്റെ താലിയോ? അങ്ങ് ആരാണ്? എന്തേ താലി ചോദിക്കുമ്പോ നാം ആരാണെന്ന് അറിയേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ പ്രശ്നമുണ്ട്, കാരണമുണ്ട്. എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവിനല്ലാതെ മറ്റാർക്കും എന്റെ താലി കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അങ്ങ് ആരാണ്? നീ ചന്ദ്രമതിയാണോ? അതെ, ഞാൻ നിന്റെ ഹരിചന്ദ്രനല്ലേ. അവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞു. സന്തോഷാശ്രുക്കൾ വഴി ചാലിംഗനബദ്ധരായി നിൽക്കുകയാണ്. 7-14 ലോകങ്ങളും പ്രശസ്തി നേടിയ രാജ്യം നഷ്ടപ്പെട്ടപ്പോഴും, ഭാര്യയും മകനെയും ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും, ഏറ്റവും സാധുവായ ഒരു അമ്മയുടെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ ചുടലയിൽ 10 പൈസയ്ക്ക് പോലും വിട്ടുവീഴ്ചയില്ലാതെ സത്യസന്ധതയിൽ ഉറച്ചു നിന്ന ഹരിചന്ദ്ര മഹാരാജാവിന്റെ സത്യനിഷ്ഠയ്ക്ക് മുമ്പിൽ സകല പരീക്ഷണങ്ങളും അമ്പേ പരാജയപ്പെട്ടു. ആ സ്റ്റേജിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം ആ മകന് പുനർജന്മം നൽകി, രാജ്യവും സകല സ്വത്തുക്കളും തിരിച്ചു നൽകി. എന്നിട്ട് ഒരു അനുഗ്രഹം കൊടുത്തു, ഹരിചന്ദ്ര, നിന്റെ നാമം ആചന്ദ്രതാരം നിലനിൽക്കും. ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം ഹരിചന്ദ്ര മഹാരാജാവിനെ ആരും മറക്കില്ലെന്ന് അനുഗ്രഹം കൊടുത്ത് ആ സ്റ്റേജിൽ നിന്ന് ദൈവം അപ്രത്യക്ഷമാകുന്നു. കർട്ടൻ സാവധാനം വീഴുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു, 2000-ലധികം ആളുകൾ ഈ നാടകം കണ്ടിരിക്കുന്നു. 2.5 മണിക്കൂർ നേരം. ആ 2.5 മണിക്കൂർ നീണ്ട നാടകം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഏതാണ്ട് എല്ലാവരുടെയും കണ്ണുകളിൽ നിന്ന് ചൂട് കണ്ണുനീർത്തുള്ളികൾ പലവട്ടം കുഴിമണ്ണിൽ വീണു. മാത്രമല്ല, നമ്മൾ മുന്നിൽ ഇരുത്തിയിരുന്ന 10 വയസ്സുകാരൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ബാലന്റെ കണ്ണുകളിൽ നിന്നും ഈ പറഞ്ഞതുപോലെ കണ്ണുനീർത്തുള്ളികൾ വീഴുക മാത്രമല്ല ചെയ്തത്. ആ 2.5 മണിക്കൂർ നേരത്തിനിടയിൽ ആ കുട്ടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനി എന്റെ ജീവിതത്തിൽ എത്ര കാലം ബാക്കിയുണ്ടോ ആ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കള്ളം പറയില്ല. സത്യവും ധർമ്മവും വിട്ട് ഇനി എനിക്കൊരു ജീവിതമില്ലെന്ന ക്ഷേത്രമുറ്റത്ത് വെച്ചെടുത്ത തീരുമാനം 1948 ജനുവരി 30 ഈ മണ്ണിൽ നിന്നും മാഞ്ഞ സ്വർഗത്തിലേക്ക് പോകുന്നത് വരെ കൈപ്പിടിയിൽ നിന്നും ചോർന്നു പോകാതെ സൂക്ഷിച്ചപ്പോ നമ്മുടെയൊക്കെ വീട്ടിലും ഇപ്പോഴും ഓടിക്കളിക്കുന്ന 10 വയസ്സുകാരനെ പോലുള്ള സാധാരണമാരനായി ജീവിച്ച കുഞ്ഞ് ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ മഹാത്മാവായി മാറിയോ ഇല്ലയോ? ഉത്തരം നിങ്ങൾ പറയണോ? ആരും പറയുന്നില്ല. മാറിയോ ഇല്ലയോ? മൊത്തത്തിൽ പറഞ്ഞൂടെ? ഞാൻ കഷ്ടപ്പെട്ട് പറഞ്ഞു. മാറി. എങ്ങനെ മാറ്റിയത്? അപ്പോ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളുടെ ശക്തി മനസ്സിലായോ? സംഗതി കുറച്ച് കൊള്ളാൻ തോന്നിയോ? അപ്പൊ TV കേൾക്കുന്നല്ലോ സനാതന ധർമ്മം. മനസ്സിലായോ? അങ്ങനെയാണ്. പിന്നെ ഇത് എവിടുന്നാ കേട്ടത്? കുട്ടി എവിടുന്നാ കേട്ടത്? ഞാൻ പറഞ്ഞു അമ്മമാരെ അമ്പലത്തിൽ നിന്നല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്ത് തോന്നുന്നുണ്ടോ? അപ്പൊ സംഭവം കുറച്ച് കാര്യമുണ്ട് ക്ഷേത്രത്തിന്. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ചേർന്ന് ഈ ക്ഷേത്രത്തെ പരിപാലിക്കേണ്ടതല്ലേ? ആണോ?
അപ്പൊ ഇന്ന് വരാത്തവരെല്ലാം നിങ്ങൾ കണ്ടിട്ട് രണ്ട് വഴക്ക് പറഞ്ഞവർ. അവരെ വരാൻ വേണ്ടി അവർക്ക് മനസ്സുണ്ടാകാൻ വേണ്ടി നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം അല്ലെ. അയ്യപ്പ സ്വാമിയും അല്ലെ മഹാശിവനും അതിന് കിരാതമൂർത്തിയായ ഭഗവാനും അവരുടെ മനസ്സിൽ നന്മ ഉണ്ടാകും, നല്ല ബുദ്ധി തോന്നിക്കട്ടെ നമുക്ക് പ്രാർത്ഥിച്ചാലോ. അങ്ങനെയല്ലേ വേണ്ടത്? നമുക്ക് അവരോട് വിരോധമൊന്നും ഇല്ലല്ലോ. ഇല്ല നമുക്ക് ഇല്ലേ? അങ്ങനെയാ നമ്മുടെ സ്വഭാവം എന്താണ്? നമ്മൾ ആരെങ്കിലും ചീത്ത വിളിക്കോ? ഇല്ലല്ലോ. എങ്ങനെയാ നമ്മള്? എന്നാലൊരുത്തനും ഇല്ലേ, എന്നാൽ ഉപദ്രവം ഒരുത്തനും ഒന്നുകൊണ്ടും എന്നാളുമേൽക്കരുത് ഞാൻ കരുതാതെ കൊണ്ടും. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? ഒന്ന് പറഞ്ഞുതരാം. എന്നാൽ ഉപദ്രവം ഒരുത്തനും ഒന്നുകൊണ്ടും എന്നാളുമേൽക്കരുത് ഞാൻ കരുതാതെ കൊണ്ടും. അർത്ഥം മനസ്സിലായോ? എന്നാൽ ഉപദ്രവം ഒരുത്തനും ഒന്നുകൊണ്ടും എന്നാളുമേൽക്കരുത് ഞാൻ കരുതാതെ കൊണ്ടും. ഞാൻ അറിയാതെ പോലും ഞാൻ കാരണം ഒരു ഉപദ്രവം ഒരാൾക്ക് ഒരിക്കൽ പോലും ഉണ്ടാവരുത് അല്ലേ. അല്ലേ? നന്നായി വരട്ടെ മമ വൈരിജനങ്ങൾ പോലും എന്നാകണം മമ മനം ജഗത് സ്വരൂപ. അങ്ങനെയല്ലേ നിങ്ങൾ പ്രാർത്ഥിച്ചതാണോ? എന്താ പ്രാർത്ഥിച്ചത്? നന്നായി വരട്ടെ മമ വൈരിജനങ്ങൾ പോലും എന്നാകണം മമ മനം ജഗത് സ്വരൂപ. അതിന്റെ അർത്ഥം എന്താ? നന്നായി വരട്ടെ മമ വൈരിജനങ്ങൾ പോലും. ആരാ വൈരി? അറിയാല്ലേ? ശത്രു. നമ്മുടെ ശത്രുക്കൾക്ക് പോലും എന്ത് വരരുത്? ഉപദ്രവം ദോഷം ഉണ്ടാവരുത്. പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങൾ? ഇല്ലേ? ഉണ്ടോ? അങ്ങനെയുള്ളവരെ ഇപ്പോഴും അതാണ്, ബാക്കിയുള്ള വന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരോട് ഒരു വിരോധം ഉണ്ടോ? അവർക്ക് നന്മ ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായി തോന്നുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുവരെ പറഞ്ഞത് ക്ഷേത്രത്തിന്റെ പ്രാധാന്യം അല്ലേ. ആ കൂട്ടത്തിലൊരു കാര്യം നമുക്ക് മനസ്സിലായി. നമ്മൾ പഠിച്ച, നമ്മൾ കേട്ടിട്ടുള്ള, പലതരത്തിൽ വ്യാഖ്യാനിക്കുന്ന സനാതന ധർമ്മം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മാനവികമായ മൂല്യമാണ് അല്ലേ. ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവമാണ് എല്ലാവരിലും ഉള്ളത്. ആ ഈശ്വരൻ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് അല്ലേ. ഉണ്ടോ? അങ്ങനെ ആ ഈശ്വരൻ എല്ലാവരിലും ഉണ്ട്. സർവം ബ്രഹ്മം അല്ലേ ദൈവത്തിന്റെ പേര്? പരബ്രഹ്മം, പരമാത്മാവ്. സർവം കല്ലിതം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? സർവം കല്ലിതം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിലും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെയല്ല സഹോദരി? അല്ലെങ്കിൽ ഈശാവാസ്യം ഇതം സർവം ആണോ? ഇവര് കിട്ടുന്നില്ല. അത് മലയാളമല്ലേ? സംസ്കൃതമാണെങ്കിൽ അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായ നിഹിതോസ്യ ജന്തോ. എല്ലാത്തിലും അണുക്കൾ തൊട്ട് ആകാശഗോളങ്ങളോടെ വലിയതിൽ തുടങ്ങി എല്ലാത്തിലും ആത്മാവായി ഈശ്വരനുണ്ട്. എല്ലാത്തിലും ഈശ്വരനുണ്ട്. അങ്ങനെയല്ലേ? എന്നിലും ഉണ്ട്, നിങ്ങളിലുണ്ട്. അതെല്ലാം ഒന്നാന്നാ പറയുന്നത്. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായി ഒരാത്മരൂപം. മനസ്സിലാക്കാണ് ഇത്ര പറഞ്ഞപ്പോ. ഒന്നുകൂടെ പറയാം. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായി ഒരാത്മരൂപം. എന്താ ഒരാത്മാവ്? പരമാത്മാവ്, പരബ്രഹ്മം, ഈശ്വരൻ. നിങ്ങളുടെ എന്റെ ഉള്ളിലൊക്കെ ഉള്ള ആത്മാവ് എവിടുന്ന് വന്നതാ? ആ ഈശ്വരന്റെ അംശമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം ഒന്നല്ലേ? എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടതിതോർക്കുകിൽ നാം. സമ്മതിച്ചോ? ഈശ്വര ഗുരുമുണ്ടെന്നില്ല. ഞാനൊന്നും പറയാം. ഈ പ്രപഞ്ചത്തിന് ആകെ ദൈവത്തിനുണ്ട് ഒന്ന്. ആ ഈശ്വരന്റെ പേരെന്താ? പരബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ്. അതിന്റെ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഓംകാരം. പ്രണവമന്ത്രം കണ്ടില്ലേ? ഈ കുട്ടികൾ എന്താ ഇങ്ങനെ മനസ്സിലാവാതെ തന്നല്ലോ. എനിക്കറിയില്ല എന്ന് വിചാരിച്ചില്ല. അങ്ങനെ അത് കൃത്യമായി കാണിച്ചു തന്ന ഒരാളുണ്ട്, ഒരു മഹാഗുരു ഉണ്ട്, ശ്രീനാരായണ ഗുരു. പറയട്ടെ തലകുലിക്കും. അതെങ്ങനെ വെച്ചാൽ ഗുരുദേവൻ ആദ്യം പ്രതിഷ്ഠിച്ചത് ശിവപ്രതിഷ്ഠ. അറിയാലോ, വിഗ്രഹ പ്രതിഷ്ഠ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും ഉപാസനാമൂർത്തികൾ അങ്ങനെ. പക്ഷെ അതിന്റെ ഉയർന്ന തലത്തിലേക്ക് ഈശ്വരനിലേക്ക് എങ്ങനെ എത്താമെന്ന് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ പോയിട്ട് തൃശ്ശൂരും തിരുവനന്തപുരത്തും പ്രതിഷ്ഠിച്ച് തൃശ്ശൂർ വിളക്കാണ്. കിടാവിളക്കില്ലേ, കെട്ടുപോകാൻ സൂക്ഷിക്കും. അതിന്റെ പുറകിൽ എഴുതി വെച്ചു സത്യം ധർമ്മം ദയാ ശാന്തി. ഞാൻ വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് മനസ്സിലാവുന്നത് മനസ്സിലാക്കാം. സത്യം ധർമ്മം ദയാ ശാന്തി. അപ്പൊ ആ വിളക്കിന്റെ വെളിച്ചം എങ്ങോട്ടാ കാണിക്കുന്നത്? നമ്മളിപ്പോ ഇതിൽ നടന്നു പോകുന്ന രാത്രിയാണെങ്കിൽ ടോർച്ചിന്റെ വെളിച്ചം എന്താ കാണിക്കുക? കുഴിയിൽ വീഴാതെയാ. അപ്പൊ ദൈവത്തിലേക്കുള്ള വഴി എന്താ വെളിച്ചത്തിൽ കാണിക്കുന്നത്? വിളക്കിന്റെ വെളിച്ചത്തിൽ സത്യം ധർമ്മം ദയാ ശാന്തി. സത്യത്തിലൂടെ പോയാൽ ദൈവത്തിലെത്തോ ഇല്ലയോ? ഞാൻ ഹരിചന്ദ്രനെ മുന്നിൽ നിർത്തി കാണിച്ചതെന്നാ ദൈവമെത്തി. സത്യമല്ലേ? അപ്പം സത്യം ധർമ്മം ദയാ ശാന്തിയിലൂടെ നമ്മൾ ജീവിച്ചാൽ എവിടെ എത്തും? ഈശ്വര സന്നിധിയിലെത്തും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരത്ത് ഒരു പഞ്ചലോക പ്രഭയാണ്, അതിലും അങ്ങനെ എഴുതിയത്. പിന്നെ അവസാനം ഏതാ പ്രതിഷ്ഠിച്ചറിയോ? കളമങ്കോടത്തും വെച്ചൂരുല്ലയിലും. എന്താ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അറിയാമോ? കണ്ണാടിയാണ്. പക്ഷെ കണ്ണാടി കുറിച്ച് അല്ല കേട്ടോ, ഞാമുക ആദ്യം പറയാണ്. ഇത് മുഖം നോക്കുന്നതിനല്ലേ കണ്ണാടി എന്ന് പറയുന്നത്? ഇതിനല്ലല്ലോ, ഇത് കണ്ണാടി എന്നല്ലേ എല്ലാവരും പറയുന്നത്. നിങ്ങൾ പറയുന്നത് വെറും വാങ്ങിച്ചൂടെ ഒരു അന്തസ്സിന്? അപ്പൊ ഞാൻ പറഞ്ഞു ഇതെന്താണ്? കണ്ണാടി കണ്ടോ? കണ്ണാടി അല്ല കേട്ടോ പ്രതിഷ്ഠ. എല്ലാവരും അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, എഴുതി കാണുന്നുണ്ട്. അങ്ങനെയല്ല. ഇതിൽ ഗുരു എന്തേ പറയാ, ശിഷ്യനോട് പറഞ്ഞു ഇതിന്റെ പുറകിൽ എന്താ പറയാ, രസം എന്നാണ് സാർ പറയാ. ഈ കണ്ണ് കാണാൻ നമുക്ക് മുഖം കാണാൻ വേണ്ടി പുറകിൽ സാധനമില്ലേ തേച്ച് വെച്ചിട്ട്, അതിന് രസം എന്നല്ലേ പറഞ്ഞു. ആ രസം തിരണ്ടിയിട്ട് ഇവിടെ ഓം എഴുതാൻ പറഞ്ഞു. എന്താ എഴുതാൻ പറഞ്ഞത്?
ഓം ഓം അറിയില്ല ഇങ്ങനെ അവ എഴുതി കഴിഞ്ഞു. ഈ പ്രതിഷ്ഠയുടെ മുമ്പിൽ നിങ്ങൾ നിന്ന് എന്താ പ്രതിഷ്ഠ നോക്കിക്കാൻ വെറുതെ നിങ്ങളെ കാണുന്നുണ്ടോ? ഇല്ലേ? നടുവിൽ എന്താ കാണുന്നത്? നെഞ്ചിന് നേരെ, നമ്മുടെ ഹൃദയത്തിന് നേരെ എന്താ കാണുന്നത്? കണ്ടോളി, നോക്കൂ. ഹൃദയത്തിന് നേരെ എന്താ കാണുന്നത്? ഓമല്ലേ കാണുന്നത്. ബാക്കി നിങ്ങളെ കാണുന്നില്ലേ? അപ്പൊ നമ്മൾ എന്താ കാണുന്നത്? അഹം ബ്രഹ്മാസ്മി. എന്റെ ഉള്ളിൽ ആരുണ്ട്? ദേഹോ ദേവാലയ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രവിദ്യ വിധീയത എന്നൊക്കെ പറഞ്ഞ തത്വമല്ലേ? പിടി കിട്ടിയോ? എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയുന്നതിനോർക്കുകിൽ നാം. അപ്പൊ നമ്മുടെ എല്ലാ ഉള്ളിലുള്ള ഈശ്വരചൈതന്യം ഒന്നാണെന്നല്ലേ ആ ക്ഷേത്രപ്രതിഷ്ഠ കാണിച്ചിരുന്നത്? നിങ്ങൾ അന്വേഷിക്കുന്ന ദൈവം എവിടെയുണ്ട്? എവിടെയുണ്ട്? നിങ്ങൾ തന്നെ ഉണ്ട്. ഇത് പറഞ്ഞു തന്ന ഒരു സ്വന്തം ദൈവം നമുക്കുണ്ടല്ലോ ഇവിടെ. ഇത് പറഞ്ഞു തന്ന ഒരു ദൈവം ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ അയ്യപ്പൻ. അതിലെ ആദ്യം പറഞ്ഞത് തത്വമസി, നീ തന്നെ ദൈവം, ഭഗവാനും ഭക്തനും ഒന്നാണ്. മനസ്സിലായോ? അതാണ് നമ്മുടെ സനാതന ധർമ്മമാകട്ടോ. ഇതിനേക്കാൾ വലിയൊരു മൂല്യം എന്താ ലോകത്തിന്? അതിന്റെ തെറ്റുണ്ടോ? എന്നിട്ടാണ് ഈശ്വര ഇങ്ങനെയൊക്കെ പറയുന്നത് ടിവിയിൽ കുത്തിരുന്നത് ഓരോരുത്തർ. അത് പോട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് ഇത്രയും കാര്യം. പിന്നെ ഇവിടെ ഈ വിഷയം വെച്ചിരിക്കുന്നതിലേക്ക് ഞാൻ എത്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. സമയം നോക്കട്ടെ കേട്ടോ. അതിന്റെ വിഷയം പിന്നെ നിങ്ങൾ തന്നെ പറയുന്നത്. 12:44 ഇനി 15 മിനിറ്റ് കൂടെ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ ഓഫാക്കുമെന്നൊക്കെയാ പറഞ്ഞത്. ശരി, നോക്കാം. 15 മിനിറ്റ് കൂടെ ഉള്ളൂ. അത് മതി കേട്ടോ, മതി. പിന്നെ അങ്ങനെ കൂടാതെ നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എന്തായിരുന്നു? അടുത്തത് ഇതിന്റെ നമ്മുടെ ഒരു വിഷയം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കലിയുഗത്തിലെ അങ്ങനെ എന്തല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, എന്നാ എനിക്ക് ഓർമ്മയുണ്ട്. കലിയുഗത്തിൽ ഈശ്വരഭക്തിയുടെ പ്രാധാന്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ല? ഇല്ലേ? ആർക്കും ഓർമ്മയില്ല? ഇങ്ങനെ സ്വാഗതം പറഞ്ഞ മാഷ് പറഞ്ഞല്ലോ. നമുക്ക് നോക്കാം. ഈ കലിയുഗത്തിൽ ഇതല്ല കലിയുഗത്തിൽ. ഒരു കാര്യം പറയട്ടോ സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ പുരാണ ഇതിഹാസങ്ങളും ഒക്കെ നമ്മുടെ രാമായണമൊക്കെ ഇല്ലേ, പിന്നെ മഹാഭാരതം ഇല്ലേ, ഇത് വേദവ്യാസ മഹർഷി ഇതൊക്കെ എഴുതി തന്നത്, വാൽമീകി മഹർഷി എഴുതി തന്ന ആർക്ക് വേണ്ടിയാന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് മാത്രമല്ല, നമുക്കൊക്കെ വേണ്ടിയാ. ആർക്കാന്ന് ഒന്നുകൂടി പറയാം. കലിയുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് വേണ്ടിയാണ്. നമ്മളത്ര കുഴപ്പം പിടിച്ചവരായിരിക്കും എന്നാണ് അവർക്ക് ആദ്യം മനസ്സിലായത്. ഭാഗവതത്തിൽ 12ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട് മൊത്തം തലതിരിയുന്നു കലിയുഗത്തിൽ. ശരിയല്ലേ? നിങ്ങളുടെ വീട്ടിൽ ആട്ടുകല്ലുണ്ടോ? അരി അരിക്കുന്നത്? പണ്ടായിരുന്നു അടുക്കുള്ളതല്ലേ ചുറ്റുന്നത്. ഇപ്പൊ ഏതാ ചുറ്റുന്നത്? പുറത്തുള്ള ചുറ്റുന്നത്. ഇതന്നെ തലതിരിഞ്ഞ് മൊത്തം. അപ്പൊ അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മനുഷ്യന്റെ ഈ കലിയുഗത്തിൽ എത്തിക്കഴിയുമ്പോൾ മനുഷ്യന്റെ മനസ്സ് തരിപ്പ് പറയാം. തരിപ്പെന്ന് പറഞ്ഞാൽ അറിയോ എന്തത്? ഞാൻ വേറൊരു സ്ഥലത്ത് ചെന്നപ്പോ അവരുടെ നാട്ടിൽ പറഞ്ഞ അരിപ്പാന്ന്. മനസ്സിലായി? നമ്മുടെ അരിപ്പടി കണ്ടില്ലേ? അതന്നെ. നിങ്ങൾ തരിപ്പയാണോ പറയുന്നത്? അതെ, അരിപ്പയാണ്. തരിപ്പ അങ്ങനെ പറഞ്ഞോളി. അപ്പൊ ഈ കലിയുഗത്തിൽ ഞാൻ പറയുന്നതല്ല, ഭാഗവതത്തിലുള്ളതാ. അല്ല സാറിനോട് ചോദിച്ചോളി. ഭാഗവതത്തിൽ പറയുന്നുണ്ട് മനുഷ്യന്റെ കലിയുഗത്തിൽ എത്തി കഴിയുമ്പോൾ മനുഷ്യന്റെ അതായത് 3/4 പങ്ക് 100 പേരുടെ 75 പേരുടെ മനസ്സ് തരിപ്പ പോലെയാവുന്നതാണ്. ഇന്ന് തരിപ്പ കാണണോ? എന്തെങ്കിലും ഉണ്ട്. നിങ്ങൾ കൊണ്ടുവന്നില്ല, നിങ്ങൾക്ക് തരാൻ കൊണ്ടുവന്നു. അരി ഇതിവിടെ ഇരിക്കത്തില്ല, ഉരുണ്ടു പോവാ. ഇതാ നോക്ക്, അരി പൊടിച്ചു കിട്ടോ, തരിക്കട്ടെ. ഇനി ഇതിൽ എന്താണല്ലോ നോക്കി പറയും. ഇതിനകത്തുണ്ട് നല്ലതെല്ലാം പോയി. ഇനി എന്താ കിടക്കുന്നത്? അതിന്റെ ചെളിക്കട്ടയോ വേണ്ടാത്ത എല്ലാം ഉണ്ട്, കല്ലും കരടും എല്ലാം. ഇതാണ് നമ്മുടെ മനസ്സ്. കണ്ടോ? സൂക്ഷിച്ചു നോക്കി. ശരിയാണോ? ഭാഗവതം പറഞ്ഞത് ശരിയല്ലേ? ആണോ അല്ലയോ? ഞാൻ ഉദാഹരണം പറഞ്ഞ അന്തരീക്ഷം മോശമാക്കണോ? ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്നത് ഞാൻ പറയണോ? ഈ അടുത്ത ദിവസം ഇവിടെ എന്തെങ്കിലും അടിപിടി ഉണ്ടായോ? അമ്പലത്തിലല്ല, പുറത്ത്. നമ്മൾ കേട്ടായിരുന്നോ? നാട്ടിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ അടുത്ത ദിവസം ഒരുത്തൻ വിളിച്ചു വരുത്തിയിട്ട് ഒരാളെ, ഒരു പെൺകുട്ടിയെ തൂക്കിക്കൊന്നു. നിങ്ങൾ പത്രത്തിൽ വായിച്ചാണ് ഇല്ലേ? തലശ്ശേരിയിൽ ഒരു അമ്മ ഉറങ്ങിക്കിടക്കുന്ന കുട്ടീനെ, സ്വന്തം കുഞ്ഞിനെ. നിങ്ങൾ അറിയാം, അതൊക്കെ പറഞ്ഞാൽ സങ്കടമായിപ്പോ നമുക്കെല്ലാം. കേട്ടിട്ടുണ്ടത്? തലശ്ശേരിയിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ, 1.5 വയസ്സുള്ള കുട്ടീനെ ആ അമ്മ കാമുകന്റെ കൂട്ടി പോകാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ ഉറങ്ങുമ്പോൾ എടുത്തോണ്ട് പോയിട്ട് കടപ്പുറത്ത് പോയിട്ട് കരിങ്കൽ കെട്ടിൽ പലവട്ടം എറിഞ്ഞ് കൊന്നു പറഞ്ഞു. അതിനിപ്പോ കോടതി ശിക്ഷിച്ചു. അപ്പൊ ആ എറിഞ്ഞു കൊല്ലുന്നതിന് മുമ്പ് കുഞ്ഞ് എവിടെയുള്ളത്? ആ അമ്മയുടെ മാറിലെ ചൂടിലല്ലേ. ഒന്ന് ആലോചിക്ക്. ഇതിനേക്കാൾ സുരക്ഷിതമായ സ്ഥാനം ഒരു കുഞ്ഞിനുണ്ടോ? എന്നിട്ട് അമ്മ എന്താ ചെയ്തത്? അതിന് എറിഞ്ഞു കൊന്നു കളഞ്ഞു. അപ്പൊ കലിയുഗം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഈ 10, 4000, 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ ഭാഗവതമൊക്കെ എഴുതി തന്നവർക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോ? ബുദ്ധിയുണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടല്ലോ അല്ലേ? എന്നിട്ടാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. പണ്ട് കാലത്തുള്ള നമ്മുടെ പൂർവികരൊക്കെ അജ്ഞന്മാരായിരുന്നു, വിവരമില്ലായിരുന്നു. വിവരം ഉണ്ടോ ഇല്ലയോ കുട്ടി? മഹാഭാരതം മാത്രം 1,25,000 ശ്ലോകങ്ങളുണ്ട്, 2000-ലധികം കഥാപാത്രങ്ങൾ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ വിവരമില്ലാത്തത് എഴുതൂലല്ലോ, മതി. പക്ഷേ കലിയുഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. കലിയുഗത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്. അത് ശരിക്കും എന്താ വേണ്ടത്? നമ്മൾ വേണ്ടത് ഈ തരിപ്പ പോലെ കേട്ടോ, മുറം പോലെ ആവണം.
മുറം പോലെ ആയാലും നിങ്ങൾ പറയും ഇവർ കുറച്ച് പേരിരിക്കുന്നുണ്ട് പുരുഷന്മാർ ഞങ്ങളിന്ന് ഉത്തരം പറയത്തില്ല. അങ്ങനെ ഭാഷയൊന്നും പറ്റൂല കേട്ടോ. കാരണം പറയും മുറാണ് എന്താ വ്യത്യാസം എന്ന് പറഞ്ഞേ അവര് പറയട്ടെ, അവരങ്ങനെ വിട്ടാൻ പറ്റൂല. തരിപ്പെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് വേണ്ടാത്തല്ല അവിടെ കിടക്കും, ബാക്കിയൊക്കെ പുറത്ത്. മുറാണെങ്കിലോ വേണ്ടാത്തത് പോകും, ഉള്ളിലുള്ള നല്ലത് കിടക്കും. അത് തന്നെയാണ് വേണ്ടത്. മനസ്സിലായോ? മുറ ഉപയോഗിച്ചിട്ടുണ്ടോ? മുറ കണ്ടിട്ടുണ്ടോ? അങ്ങനെ സംഗതി ഉണ്ടായിരുന്നു കേട്ടോ. അറിയില്ലല്ലേ? ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അത് പിടികിട്ടിയോ? ഒരാൾ പറഞ്ഞു അതുപോലെ അലക്കുകല്ല് പോലെ ആകണമെന്നാ. അലക്കുകല്ല് കണ്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെന്നെങ്കിലും? എവിടെ കണ്ടേ? എവിടുന്ന് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അല്ലാണ്ട് അതൊന്നും തെറ്റല്ല. ആധുനിക സൗകര്യങ്ങൾ വരുമ്പോൾ നമ്മൾക്കും അതനുസരിച്ച സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ ചിലരുടെ അടുത്ത ആശയം അതൊന്നുമല്ല. പിന്നെന്താ ശ്രദ്ധിക്കണം, ചില ഭക്ഷണത്തിലും വ്യായാമത്തിലും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തി ചെയ്യുക കൂടി വേണം. ഒരു വീട്ടിൽ എത്ര ജോലിയുണ്ടെന്ന് കുട്ടിക്ക് അറിയാമോ? ഒരു വീട്ടിൽ ഒരു അമ്മ എത്ര കിലോമീറ്റർ നടക്കുന്നുണ്ടെന്ന് അറിയാമോ? അമ്മയ്ക്കറിയാമോ? അളന്ന് നോക്കാൻ പറ്റില്ല. എത്ര കിലോമീറ്റർ എന്ന് എനിക്കറിയില്ല. ഒരു വീട്ടിൽ ഈ ഒരു ഭർത്താവ് എപ്പോഴും നിനക്കെന്താ പണി ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഈ സാറ് പറഞ്ഞിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ടോ? അത് ഉത്തരം അറിയോ? പറയണോ? എന്താന്ന് വെച്ചാൽ വേണമെങ്കിൽ അറിയാത്തവർക്ക് പറഞ്ഞു. അപ്പൊ ഇവർക്ക് ഒരു ലേശം എന്ത് വരട്ടെ നമ്മുടെ കാര്യം. എന്താ എന്നും ചോദിക്കും, നിനക്കെന്താ പണി? എല്ലാത്തിനും ചോദ്യം. ഒരു ദിവസം ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് രാത്രി 7 മണിയായി കയറി വന്നപ്പോ മുറ്റത്തെല്ലാം കുട്ടികൾ വാരി വലിച്ച പേപ്പറും അതുപോലെ തന്നെ എലിയെല്ലാം അങ്ങനെ കിടക്കുന്നുണ്ട്. വരാന്തയിൽ അതിനപ്പുറം ഊരിയിട്ട ഈ സൂപ്പർമാൻ ഇടുന്ന സാധനമില്ല, അറിയോ? പാൻറ്റിന്റെ പുറത്ത് മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായി? അതെല്ലാം അവിടെ കിടപ്പുണ്ട്. ബാത്റൂമിൽ ടാപ്പ് തുറന്ന് വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. TV തുറന്നിട്ടിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് ഡൈനിങ് ടേബിൾ നിറച്ച് പാത്രങ്ങളും ഭക്ഷണം എല്ലാം അത് കിടക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടായിരുന്നു ദേഷ്യം പിടിച്ച് കയറി ചെന്നിട്ട് പെണ്ണുങ്ങളെ അന്വേഷിച്ചു, വൈഫിനെ അന്വേഷിച്ചു. അവള് കട്ടിലെ കിടക്കുക. കയറി ചെന്ന് ചോദിച്ചു, നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു ചോദിച്ചു. എന്തേന്ന് ചോദിച്ചു. ഇതൊന്നും നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു. എന്ത് കണ്ടില്ലേ? എന്താ കണ്ടില്ലേ കിടക്കുന്നത്? കണ്ടു. ശരി, നിങ്ങളെന്നെ എന്നോട് ചോദിക്കാൻ നിനക്കോട് എന്താ പണിയെന്ന്. ഇന്ന് ഞാൻ പണി നിർത്തില്ല. അപ്പൊ ആർക്ക് മനസ്സിലായി? പണി കുറച്ചുണ്ടെന്ന് മനസ്സിലായോ? അതാണ്. അപ്പൊ അതുപോലെ നമ്മളിപ്പോ പറഞ്ഞത് എനിക്കെന്നെ പറഞ്ഞില്ല. ഏതായാലും അലക്കുകല്ല് പോലെയാന്ന് കാര്യം പറഞ്ഞില്ലേ. അലക്കുകല്ലിന്റെ ഗുണം എന്താ? തുണിയും വെളുക്കും, കല്ലും വെളുക്കും, അല്ലെ? നമ്മളും വെളുക്കും. നമ്മൾ ആരോടാണോ ബന്ധം സ്ഥാപിക്കുന്ന ഇടപെടുന്ന അവരും നന്നാവും, അതല്ലേ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മൾ നന്നാവണം, വൈദ്യ ജനങ്ങൾ പോലും നന്നാവണം. അങ്ങനെ ഒരു അവസരം. അപ്പൊ എന്തായാലും അപ്പൊ ഈ വേദങ്ങള് നോക്കട്ടെ, സമയം അനുസരിച്ച് ചുരുക്കി പറയാം. സമയം തീർന്നു. എത്ര വേദങ്ങളുണ്ട്? സോറി, അല്ല, നമ്മൾ പറയുന്നത് എന്തായിരുന്നു? ഇതിനെ കുറിച്ചല്ലേ? എന്തായിരുന്നു? യുഗങ്ങൾ അല്ലേ? കലിയുഗത്തെ കുറിച്ചല്ലേ പറയുന്നത്? മാറിപ്പോയ എത്ര യുഗങ്ങളുണ്ട് കുട്ടി? 4 ഉള്ളൂ ഇപ്പോഴും. മാറ്റമില്ലല്ലോ. ശരി. ഒന്നാമത്തെ യുഗത്തിന്റെ പേര് പറയും. 10 മിനിറ്റ് കൊണ്ടിരുന്നു. ഒന്നാമത്തെ യുഗത്തിന്റെ പേര് പറയും. ചെവിക്ക് പിടിക്കും. എന്നെ കണ്ടവല്ലേ? 65 വയസ്സുണ്ട്. പേടിക്കൊന്നും വേണ്ട. വയസ്സാണ്. അവന് ചിത്രം കളിക്കാനൊക്കെ പറ്റും. കുട്ടിക്ക് 43 വയസ്സല്ലേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. പറയും. ഒന്നാമത്തെ യുഗത്തിന്റെ പേര് ഞാൻ ചോദിച്ചാൽ അത് തീരൂല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചുരുക്കി വേഗം പറയാനില്ല. നീ ചോദ്യത്തിന് നിർത്തി. ഒന്നാമത്തെ യുഗം എല്ലാവർക്കും അറിയാലോ അല്ലേ? കൃതയുഗം. അതിന് വേറെ പേരുണ്ട്, സത്യയുഗം. അറിയാമോ? അത് കഴിഞ്ഞാൽ പിന്നെ ത്രേതായുഗം അല്ലേ? അല്ലേ കുട്ടി? അത് കഴിഞ്ഞാൽ ദ്വാപരയുഗം അല്ലേ? ഇനി ആർക്കും ഓർമ്മയില്ലേ? ഇന്ന് ഓർത്ത് വെച്ചോളൂ. കൃതയുഗം അഥവാ സത്യയുഗം, പിന്നത്തെ ത്രേതായുഗം, അത് കഴിഞ്ഞാൽ പിന്നെ ദ്വാപരയുഗം, അത് കഴിഞ്ഞാൽ കലിയുഗം. കലിയുഗം അപ്പൊ നമ്മളൊക്കെ കലിയാക്കി കുത്തിരിക്കുക അവിടെ. അപ്പൊ ഈ 4 യുഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ യുഗത്തിൽ 4 കൃത എന്ന് പറഞ്ഞാൽ 4 വിഷ്ണു ഭഗവാന്റെ 4 അവതാരങ്ങളുണ്ട്. അതേതാന്ന് ഞാൻ പറയും, എനിക്കറിയാം, നിങ്ങളും പറയൂലേ? ആദ്യത്തെ അവതാരത്തിന്റെ പേര് ആരാ പറയും? കുട്ടിയെ ചാടി എഴുതി പറയത്തുള്ളൂ. ഇവര് കുറെ നേരം ഏതാ ആദ്യത്തെ അവതാരം അല്ലേ? ഇതെല്ലാം അറിയുന്ന ഒരാളോട് ഉണ്ട്. മത്സ്യം. 4 പറയും. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. നിങ്ങളോട് പറയണമെന്നുണ്ട്, സമയം ഇല്ലാത്തതുകൊണ്ട് നിവൃത്തിയില്ല. എല്ലാവരും പങ്കെടുക്കുമ്പോൾ അതിന് സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും പറയുമ്പോ എന്റെ കൂടെ കൂടി എന്നതാ. അപ്പൊ 4 മനസ്സിലായോ? ഇനി മറക്കൂലല്ലോ. ഇനി 3 എന്ന് പറഞ്ഞാൽ എത്രയാ? ത്രേതായുഗം 3 ഏതൊക്കെയാണ്? ഈ നരസിംഹം കഴിഞ്ഞ പിന്നെ ഏതാ? ക്ലൂ വേണം. പൊക്കം കുറവാ. പറയും. വാമനൻ. പിന്നെ ഏതാ? ഇതൊരു മഴുവായിട്ട് ഒരാളുണ്ടായിരുന്നു. പരശുരാമൻ. പിന്നെ ഒരാളുണ്ടല്ലോ, രാമൻ, ശ്രീരാമൻ, ത്രേതായുഗത്തിലെ, അല്ലെ? അപ്പൊ 3. ഇനി ദ്വാപരയുഗം. ദ്വാപരയുഗത്തിൽ ആരായിരുന്നു അവതാരം? ക്ലൂ തരാം. കൃഷ്ണന് കൂടുതലാണെന്നല്ലോ. ബലരാമൻ. ഓക്കെ അല്ലേ? കലിയുഗത്തിൽ വരാനിരിക്കുന്നുള്ളൂ കേട്ടോ, സൂക്ഷിച്ചോ. അപ്പൊ ഇതെന്താണ്? ഈ യുഗങ്ങളെ കുറിച്ച് ഒരുപാട് പറയാറുണ്ട്. ഭഗവതി പറയുന്നത് അത് മുഴുവൻ ശരിക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോഴാണ് നമ്മളാണ് മനസ്സിലാകുന്നത്. അതിൽ ചുരുക്കി അത്യാവശ്യം പറയാനുള്ളത് മാത്രം പറയാം.
എന്താ ഇപ്പൊ പറയേണ്ടത്? അന്ന് ആദ്യത്തെ യുഗത്തിൽ 1,00,000 വർഷമായിരുന്നു ആയുസ്. ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. രണ്ടാമത്തെ യുഗത്തില് എത്രയാണ്? 10,000 ആയുസ്, മനുഷ്യന്റെ ആയുസ്. മൂന്നാമത്തെ ഈ ദ്വാപര യുഗത്തില് 1000 വർഷമാണ് ഒരാൾ ജീവിച്ചിരിക്കുക. ഇപ്പൊ 100 കലിയുഗത്തിൽ 100 ആയുസ് പറയുന്നത്. പിന്നെ ഈ യുഗം തീരാറാകുമ്പോ 25 വയസ്സാണ് ആയുസ്. 25 വയസ്സുകൊണ്ട് തീരും മനുഷ്യൻ. പൊക്കം പറയും 3 അടി ബാഗൊക്കെ വെച്ചുകൊണ്ടാണ്. പിന്നെ അപ്പൊ എന്താ 10 വയസ്സ് പെട്ടെന്ന് നിർത്തി 12ാമത്തെ വയസ്സിൽ കെട്ടിക്കണം. 25 വയസ്സേ ആകെ ജീവിക്കത്തുള്ളൂ. അതിന് മുമ്പ് നമുക്ക് അവസരം കിട്ടിയത് ഭാഗ്യം അല്ലെ കുട്ടി? അതാ. അപ്പൊ ഇങ്ങനെ യുഗങ്ങൾ ഒരുപാട് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഇവിടെ ആവശ്യമുള്ളത് മാത്രം ചുരുക്കി പറയാം. അതിൽ പറയുന്നത് ആദ്യത്തെ യുഗത്തിൽ ദേവന്മാരും അസുരന്മാരും 2 ഗ്രഹങ്ങളിലായിരുന്നു. ഒന്ന് സ്വർഗം, മറ്റൊന്ന് നരകം. അതിൽ ദേവന്മാർ ഏത് ഗ്രഹത്തിലായിരുന്നു? സ്വർഗത്തിലാണോ നരകത്തിലാണോ? പെട്ടെന്ന് മനസ്സിലായിരുന്നു. അടുത്ത രണ്ടാമത്തെ ത്രേതായുഗത്തിൽ 2 രാജ്യത്തായിരുന്നു. ഒന്ന് പാണ്ഡവരും കൗരവരും. അപ്പൊ അവരുടെ പാണ്ഡവരും കൗരവരും അല്ല, പിന്നെ എന്താണ്, അയോധ്യയും ലങ്കയും. അയോധ്യയും ലങ്കയുമാണ് ആ സമയത്ത് വരുന്നത്. അയോധ്യ ആരാണ്? ദേവന്മാര്. ശ്രീരാമന്റെ. ലങ്കയിൽ ആരായിരുന്നു? അസുരന്മാര്, രാവണന്റെ കൂട്ടര്. അസുരൻ ദേവൻ സ്വഭാവത്തിൽ വെച്ചാൽ വ്യത്യാസം കേട്ടോ, വേറൊന്നല്ല. പിന്നെ അടുത്തത് ദ്വാപരയുഗത്തിൽ 2 കുടുംബങ്ങളായിരുന്നു, പാണ്ഡവരും കൗരവരും. വേഗം പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? അറിയുന്നല്ലേ? പിന്നെ കലിയുഗത്തിൽ ദേവനും അസുരനും എവിടെയാണെന്ന് അറിയാം. അത് പറയാനായിട്ടോ പറഞ്ഞത്. ദേവനും അസുരനും ഒരേ മനുഷ്യന്റെ ഉള്ളിൽ തന്നെയാണെന്നാണ് ഭാഗവതം പറയുന്നത്. എനിക്കതിനകത്ത് വിശ്വാസമില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരേ മനുഷ്യന്റെ ഉള്ളിൽ ദേവനും അസുരനും ഉണ്ടോ? ഞാൻ കാണിച്ചു തരട്ടെ. ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവരും ദേവന്മാരാ, ദേവി ദേവന്മാരാ. രാത്രി നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ വന്നാൽ നിങ്ങളിൽ ചിലരെ അസുരനായി കാണാൻ പറ്റും. കാണുമോ? എത്ര ദിവസമായി ഇതൊന്ന് എടുത്തു വെക്കാം നിന്നോട് ഞാൻ ഈ കഞ്ഞിയിൽ ഇങ്ങനെ ഉപ്പടിക്കരുത് എത്ര വട്ടം പറഞ്ഞതാണ്. അങ്ങനെ കൊമ്പൊക്കെ വന്നിട്ട് പൊന്നിയില്ല ടിവിയിൽ വരച്ച് കേട്ടിട്ടുണ്ടോ? പണ്ടത്തെ മുഖമൊക്കെ ചവന്ന്. ശരിയാണോ? യോജിപ്പുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ ഒരേ മനുഷ്യന്റെ ഉള്ളിൽ ദേവനവസരനുണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ നേരത്തെ ഒരു കെട്ടിത്തൂക്കിക്കൊന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ? അവരുടെ ഒരു മുഖം എന്താണ്? ദേവന്റെതാ, മറ്റൊരു മുഖം ഏതാണ്? അസുരന്റെ. സമ്മതിച്ചോ? അപ്പൊ ഭാഗവതം പറഞ്ഞ എത്ര സത്യമാണ്. അതുകൊണ്ട് ഈ കലിയുഗത്തിൽ ഇങ്ങനെ ആയിത്തീരുന്ന മനുഷ്യനെ ശുദ്ധീകരിക്കണം. ഇനി എവിടെയാണ് ഈ ദേവനും അസുരനും ഇരിക്കുന്നത്? നമുക്ക് ദേവനെ അസുരനെ ഉറക്കണം. അസുരൻ മൊത്തമായിട്ട് പോകും തോന്നില്ല. ഉറക്കുകയും ദേവനെ ഉണർത്തുകയും ചെയ്യുകയാണ് വേണ്ടത്. ദേവന്റെ സ്വഭാവമല്ലേ നമുക്ക് വേണ്ടത്. ആണോ സുഹൃത്തുക്കളെ? അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ ചോദിക്കട്ടെ, എന്റെ മനസ്സ് നല്ലതാണെങ്കിൽ ഞാൻ നല്ലതല്ലേ ചിന്തിക്കൂ? എന്റെ മനസ്സ് നല്ലതാണ്, കണ്ടീഷനാട്ടോ, നല്ലതാണെങ്കിൽ ഞാൻ നല്ലതല്ലേ പ്രവർത്തിക്കൂ? എന്റെ മനസ്സ് നല്ലതാണെങ്കിൽ ഞാൻ നല്ലതല്ലേ പറയൂ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സ് നല്ലതാണെങ്കിൽ എന്താവും? അതിന് വിശദീകരണമൊക്കെ പറയാൻ താല്പര്യമില്ല. എന്റെ മനസ്സ് നല്ലതാണെങ്കിൽ ഞാൻ നല്ലത് ചിന്തിക്കും, നല്ലത് പറയും, നല്ലത് പ്രവർത്തിക്കും. ചിന്തയിൽ കർമ്മത്തിൽ വാക്കിലുമെന്നും നിർമ്മലരാവുക നാം. ഇതാണ് ഏറ്റവും നല്ല ഭക്തന്റെ ലക്ഷണം. ഇതാണ് ചിന്തയിൽ കർമ്മത്തിൽ വാക്കിലുമെന്നും നിർമ്മലരാവുക നാം. അത് നമ്മുടെ മൂസത്തിന്റെ ഭാഷയിൽ ആധ്യാത്മികമായി പറഞ്ഞാൽ ത്രികരണ ശുദ്ധി എന്നാണ് പറയാം. എന്താണ്? ത്രികരണ ശുദ്ധി ഉള്ളവരെയാണ് ഭഗവാൻ ഇഷ്ടം. ആർക്ക്? ദേവി ദേവന്മാർ ആരെയാണ് സ്വീകരിക്കുക? ഈ ത്രികരണ ശുദ്ധി ഉള്ളവരെയാണ്. അത് നിങ്ങൾ സരസ്വതി ദേവി എവിടെ ഇരിക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ വിദ്യാദേവതയായിട്ടുള്ള ദേവതമാരൊക്കെ എവിടെ ഇരിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ശാരദാദേവി ഒക്കെ ഇരിക്കുന്നത് എവിടെയാ? താമരയിലാണ്. താമരയിലെ ഏറ്റവും പരിശുദ്ധി ഉള്ളത്. സമ്മതിച്ചോ? ഞാൻ വേറെ വിഷയത്തിൽ എത്തിപ്പോയി, സോറി. എന്താ പറഞ്ഞത്? താമരയുടെ പ്രത്യേകത എന്താണ്? പരിശുദ്ധി. ഏറ്റവും പരിശുദ്ധിയുള്ള പൂ ഏതാ? താമര. അപ്പൊ ആ ദേവി എന്താ പറഞ്ഞു തരുന്നത്? ഈ ഇതുപോലെ പരിശുദ്ധിയുള്ള മനുഷ്യന്റെ മനസ്സാകുന്ന താമരയിലായിരിക്കും നമുക്ക് ഇഷ്ടമായിരിക്കാൻ. അങ്ങനെയല്ലേ? എന്നുവെച്ചാൽ നമ്മളെ അനുഗ്രഹിക്കും. പിന്നെ ഈ താമരയ്ക്ക് ഇത്രയും വലിപ്പമുള്ള ദേവിയെ താങ്ങാൻ കഴിയുമോ? കഴിയോ കുട്ടി? ഇല്ല, താമര വീണുപോയില്ലേ? അപ്പൊ ദേവിക്ക് ആ താമരപ്പൂവിന് താങ്ങാൻ മാത്രമുള്ള വെയിറ്റ് തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ദേവിക്ക് എന്തില്ല? വെയിറ്റ് ഇല്ലാന്നല്ലേ, തലക്കനമില്ലാന്നല്ലേ. അപ്പൊ എളിമയുള്ളിടത്തല്ലേ ദേവി ഉണ്ടാവുക? അല്ലേ? അഹങ്കാരമുള്ളിടത്താണ് ദേവി വരിക. പിന്നെ അപ്പൊ അങ്ങനെ എല്ലാ ദേവതകളും സന്ദേശം നൽകുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു തന്നത്, ഈ പറഞ്ഞ മനസ്സ് എന്ത് ചെയ്യണം? ഈ മനസ്സ് അങ്ങനെയാണെങ്കിൽ മനസ്സിലല്ലേ പ്രശ്നം? മനസ്സിനെ ശുദ്ധീകരിക്കാന്നല്ലേ വേണ്ടത്. മനുഷ്യന് 2 ശരീരമുണ്ട്. ഒന്ന് ഞാൻ കാണുന്നത്, നിങ്ങൾ കാണുന്നത്, ഇതാണ് എന്റെ ശരീരം. ഇത് സ്ഥൂല ശരീരം. സ്ഥൂലം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, വലിപ്പം അറിയുന്നത്, വിശാലം, വലുത് എന്നൊക്കെ അർത്ഥം. മറ്റൊന്ന് സൂക്ഷ്മ ശരീരമുണ്ട്. അതില് ബുദ്ധി, അഹങ്കാരം, മനസ്സ് എന്നിവയാണ്. അത് ഞാൻ വിശദീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. ഞാൻ അതിൽ കൂടുതലാണ്, സമയം തീർന്നു. അപ്പൊ ഈ മനസ്സിനെ ശുദ്ധീകരിക്കണം. മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള വഴി ഞാൻ പറയട്ടെ. അങ്ങോട്ട് നോക്കിയാലും ഒന്ന് തീർത്ഥാടനോ. ഒരു തീർത്ഥാടനത്തിന്റെ പേര് പറയാമോ? വ്രതം എടുത്ത് തീർത്ഥാടനത്തിന് പോയി ശുദ്ധീകരിച്ച് തിരിച്ചു വരുന്ന മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ ഏതാ തീർത്ഥാടനം? അത് എഴുന്നേറ്റ് പോകുന്നു തീർത്ഥാടനം. 2 പേര്
ഇത് തീർന്നു. പറയും ശബരിമല തീർത്ഥാടനം. അതിന് രണ്ട് കാര്യങ്ങളില്ലേ, ശരീരം ശുദ്ധീകരിച്ച് മനസ്സും ശുദ്ധിയാക്കി അല്ലേ പോകുന്നത്. അപ്പോഴാരെടുത്ത് എത്താൻ പറ്റും? ഈശ്വരനെ കാണാൻ പോകണമെങ്കിൽ ഇത് രണ്ടും വേണമെന്ന് ഇപ്പൊ മനസ്സിലായോ? അതാണ് ഞാൻ ആശയം നിങ്ങൾക്ക് ഏകദേശം കിട്ടി. സമയം തീർന്നുകൊണ്ടാണെങ്കിൽ വേഗം തീർക്കുന്നത്. അതാണ് ഒന്ന് തീർത്ഥാടനം. പിന്നെ നമുക്ക് നല്ല പുണ്യ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ നന്നാവോ കുട്ടിയെ? നമ്മൾ ഉദാഹരണം കണ്ടതാണ്, ശരിയല്ലേ? പിന്നെ വേറെ ഏതാണുള്ളത്? ക്ഷേത്ര ദർശനം നമ്മളെ നന്നാക്കുവോ? ഇല്ലേ? അങ്ങനെ ഒരുപാടുണ്ട്. എല്ലാം അറിവാ തരുന്നത്. ക്ഷേത്ര ദർശനം, പുണ്യഗ്രന്ഥ പാരായണം, സത്സംഗം, പിന്നെന്താ ഇപ്പൊ പറഞ്ഞ തീർത്ഥാടനം. ഇപ്പൊ ഈ നടക്കുന്ന സത്സംഗം അല്ലേ? അല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഇത്ര കേട്ടപ്പോ ഇവിടെ നിന്ന് കുറെ പേര് നന്നായില്ലേ? എന്നിട്ട് സംശയം, നന്നായി ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങളെ പോലെ ഒന്നല്ല. എന്നിട്ട് നന്നായി സത്യം പറയും. ശത്രുക്കളോട് പോലും ഇനി ഞങ്ങൾക്ക് ഒരു വിരോധമില്ല, അവർക്ക് വേണ്ടി അവരെ ചീത്ത വിളിക്കില്ല എന്ന് പറഞ്ഞാൽ 3-4 പേരുതായിരിക്കുന്നു. ഞാൻ വെറുതെ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സുകൊണ്ടെങ്കിലും നമുക്ക് തോന്നിയില്ലേ ഒരു പടി കൂടി നന്നാവണം, അത്രയും ഞാൻ പറഞ്ഞു. അപ്പൊ ഇതൊക്കെയല്ലേ ചേർന്ന്. അപ്പൊ ഞാൻ ഇത് ചുരുക്കാണ്. ഇങ്ങനെ ഈ മനുഷ്യരെ നന്നാക്കണം എന്നാണ് ഭാഗവതം പറയുന്നത്. അതിനുള്ള മാർഗങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ഈ കഥകളെല്ലാം തന്നത്. 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഈ പറഞ്ഞ ഇതിഹാസം ഒക്കെ അത് കൂട്ടത്തിൽ ആ കഥകളിലൂടെയാണ് മനുഷ്യൻ നന്നാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രം ഇതെല്ലാം പറഞ്ഞു. അതിനൊരു ഉദാഹരണം മാത്രമല്ല ഈ പറയാനുള്ളൂ. അങ്ങനെ ഇതെല്ലാം നൽകുന്നത് അറിവാണ്. ആധ്യാത്മികമായ അറിവ് നൽകിയാൽ മനുഷ്യ മനസ്സ് ശുദ്ധീകരിക്കാൻ പറ്റും. അങ്ങനെ കലിയുഗത്തിൽ മനുഷ്യൻ നല്ലവനാകും. അങ്ങനെ ഈ സമൂഹത്തിൽ മഹാബലി ചക്രവർത്തി വാണതുപോലെ ഈ നാട് സ്വർഗ്ഗതുല്യമായി നമുക്ക് ജീവിക്കാം. സുഖം, സന്തോഷം, സമാധാനം ഒക്കെ കിട്ടോ. അതിനൊരു ഉദാഹരണം കൂടി പറയാം. എനിക്കറിയാവുന്ന ഒരാളുണ്ട്. മൂപ്പരെ പേര് രത്നാകരൻ എന്നാ. നിങ്ങൾ അറിയുമെന്ന് എനിക്കറിയില്ല. രത്നാകരൻ പരിചയമുണ്ടോ? ഇല്ല. ഈ നാട്ടിലുള്ള ആളല്ല. ചങ്ങാതി പിന്നീട് വാർമീകിയായിരിക്കും. ഇപ്പൊ മനസ്സിലായി ആരാണ് ഈ രത്നാകരന്റെ പണി. എന്തായിരുന്നു? വിശദീകരണം ഉണ്ടല്ലോ, പിടിച്ചവർ തന്നെയല്ലേ ഇന്നത്തെ നാട്ടുകാർ ചെയ്യുന്ന, കലിയുഗത്തിലെ നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന പണി. അത്രയല്ലേ ഉള്ളൂ. അത് തന്നെ പിടിച്ചു പറിച്ച് കൊള്ളയടിച്ച് ആളുകളെയൊക്കെ അടിച്ച് ശരിയാക്കി കട്ടു തിന്നുന്ന ആ പരിപാടിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആരാണ് അവരുടെ മുന്നിലെത്തിയത്? രത്നാകരന്റെ മുമ്പിൽ കൂടി കടന്നുപോയത് സപ്തർഷികളാണ്. സപ്തർഷികളെ കണ്ടു. ചാടിക്കളാൻ എന്താണെന്ന് ചോദിച്ചു. വെള്ളത്തിൽ എടുത്തോളാൻ പറഞ്ഞു. എന്തെടുക്കാൻ? ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങൾ സർവസംഘ പരിത്യാഗികളായ സന്യാസിമാരാണ്, ഞങ്ങളുടെ കയ്യിൽ ഈ സമ്പത്തും സ്വർണ്ണമൊന്നുമില്ല. പിന്നെ ഒന്നുമില്ലേ, നിങ്ങൾ എന്തിനാക്കാന്ന് ചോദിച്ചു. എടോ ചങ്ങാതി, നീ എന്തായി ചോദിക്കുന്നത്? നീ എന്തായി കാട്ടിക്കൂട്ടുന്നത്? നീ ചെയ്യുന്ന പണി എന്താന്ന് നിനക്ക് അറിയോ? ഇതിന്റെ പേരാണ് ആത്മജ്ഞാനം. ആത്മജ്ഞാനമാണ് പകർന്നു നൽകുന്നത്. അവന്റെ ഉള്ളിൽ കിടക്കുന്ന ഈശ്വര്യത അല്ലെങ്കിൽ ആ സാത്വിക മൂർത്തിയെ പുറത്തെടുക്കുന്ന ഈശ്വരീയമായ ചൈതന്യത്തെ തട്ടി ഉണർത്തുന്ന ആത്മജ്ഞാനം അവനങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടു. അവനോട് ചോദിച്ചു, നീ ചെയ്തു കൂട്ടുന്ന മഹാപാപങ്ങളെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? എടാ മോനെ, പരനു പരം പരിതാപമേകിടുന്നോർ എരി നരകാപ്തിയിൽ വീണെരിഞ്ഞിടുന്നു. അറിയോ നിങ്ങൾക്ക്? അതുകൊണ്ട് മോനെ, അതെന്താ സംഭവം? അതോ ഇങ്ങനെ പാപകർമ്മങ്ങൾ ചെയ്ത് അവസാനം മുഴുവൻ നീ അനുഭവിച്ച് നിനക്ക് താങ്ങാൻ പറ്റണ്ടായി അത്ര കൊടിയ പാപങ്ങളിലേക്ക് ചെയ്തുകൂട്ടി. അത് പ്രശ്നമൊന്നും കേട്ടോ. എന്റെ വീട്ടിൽ കുറെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്യും. 10 വർഷമല്ലേ വരത്തുള്ളൂ. അടോ അത് അവരെ ഏറ്റെടുക്കുവോ? പിന്നെ നല്ല കാര്യമല്ലേ അത്? മക്കൾ അതിനേക്കാൾ സ്നേഹം. അന്നാ പോയി ചോദിക്കാൻ പറഞ്ഞു. ചെന്ന് ചോദിച്ചാൽ പറഞ്ഞ പിന്നെ പാവമൊക്കെ ഇതിയാണെങ്കിൽ എടുത്താൽ മതി, തിന്നാൻ ഞങ്ങൾ കൂടും. അത് ശരി, ഇപ്പഴാ മനസ്സിലായ യഥാർത്ഥ സ്വഭാവം. തിരിച്ചതാ പാഞ്ഞു വന്നു. സ്വാമിമാരെ രക്ഷിക്കണം, അവരെ ഏറ്റെടുക്കത്തില്ല. ഇത് ഞാനിതെല്ലാം കൂടി എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും? അതന്നെ എല്ലടോ നിന്നോട് പറഞ്ഞത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുവെന്നേ വരും. ഇപ്പൊ മനസ്സിലായോ? ഇനി എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? രക്ഷിക്കണേ. കരുതി നിലവിളിക്കാൻ തുടങ്ങി. ഒരു വഴിയുണ്ട്. രാമവാദങ്ങളിൽ അഭയം തേടുക കുഞ്ഞേ. ഈശ്വരൻ നിന്നെ രക്ഷിക്കും. വേറെ ഒരു മാർഗമില്ല. ഈശ്വരനോ? എന്താ സംഭവം? അങ്ങനെ ഉണ്ട്. അപ്പൊ നീ ഈശ്വരനെ വിളിക്കാം. എങ്ങനെ വിളിക്കാം? പ്രാർത്ഥനയോ? ഞാൻ ഇന്ന് വരെ പല്ല് വെച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, നാക്ക് വെച്ചിട്ടില്ല, ഒന്നുമില്ല. പിന്നെ എനിക്കൊന്നും പറയാനും പറ്റത്തില്ല. പിന്നെ നിനക്ക് എന്താ അറിയാം? കൊല്ലാനുള്ള വാക്ക് എനിക്കറിയാം. മര 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 എന്നാണ് പറഞ്ഞ പറയുന്നത്. എന്നാ അത് തന്നെ പറഞ്ഞു. പക്ഷെ സ്പീഡിൽ പറയണം. അങ്ങനെ അങ്ങനെ വിളിച്ചാൽ മതി. ഭഗവാൻ നിന്റെ മുന്നിൽ വരുന്നു. എന്നാൽ ഞാൻ തുടങ്ങാന്നോ? തുടങ്ങിയോ? മര 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 രാമ രാമ രാമ. ശ്വാസം വിടാതെ അങ്ങ് പോയി. ഇടിവെട്ടി മഴ പെയ്ത് അറിഞ്ഞില്ല, കൊടുങ്കാറ്റെടുത്ത് അറിഞ്ഞില്ല, ഭൂമി കുലുങ്ങിയത് അറിഞ്ഞില്ല. കാരണം ചെയ്തു പോയ മഹാപാപങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ ദൈവം പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കല്ലാതെ ഒരു വഴിയുമില്ല. ആ വഴി തേടിയുള്ള അത്യുൽക്കടമായ ഏകാഗ്രതയിൽ ഒന്നും അറിയാതെ അത്യുന്നതമായ പ്രാർത്ഥനയിൽ മുഴുകി ലയിച്ച് കാലങ്ങൾ, വർഷങ്ങൾ കടന്ന്, ആയിരങ്ങൾ കടന്നുപോയി. അവസാനം സപ്തർഷികൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും മണ്ണിന്റെ അകത്ത് മൂടിപ്പോയി, പൊട്ടിച്ച് പുറത്തിറക്കി. ഇപ്പൊ പേര് മാറി, വാൽമീകി. ശരിയല്ലേ? നിങ്ങളുടെ കൂടെ ഇല്ലേ ചങ്ങാതി? ഇല്ലേ? അപ്പോഴിഞ്ഞ് ആ വാൽമീകിനെ കൊണ്ട് സ്ഥലത്ത് പോകാനുണ്ട്. അവിടെ കഴിഞ്ഞാൽ തീർന്നു. അദ്ദേഹത്തെ കൂട്ടി നമ്മൾ തമസാ നദിയുടെ തീരത്തേക്ക് പോവാണ്. വരുന്നോ? അവർ രണ്ടുപേരും പോയി. അവർ നേരത്തെ നീ നദീ തീരത്ത് എത്തിക്കഴിഞ്ഞു. പോയി നമുക്ക്
അദ്ദേഹം അവിടെ പോയി പ്രാർത്ഥനയ്ക്ക് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കി ആ മരത്തിന്റെ മുകളിൽ പക്ഷി ഇരിക്കുന്നുണ്ടോ? ഒന്നല്ല, രണ്ടെണ്ണം ഉണ്ടല്ലോ, നോക്കിയേ. രണ്ടെണ്ണം ഉണ്ട്. ക്രൗഞ്ച മിഥുനങ്ങൾ എന്നാ പറയുന്നത് അല്ലേ? കണ്ടില്ല? അവർ തമ്മിൽ വർത്താനം പറയണം, എന്തെങ്കിലും വിശേഷം എന്താ തിന്നാൻ കിട്ടിയായിരുന്നോ? എനിക്കൊന്നും കിട്ടിയില്ല, അങ്ങനെയൊക്കെ. കുഴപ്പമില്ല, നമുക്ക് നാളത്തേക്ക് തേടാന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഒരു വേടൻ വന്നു, അമ്പയച്ചു. ഒന്നതാ ആ അമ്പയച്ച് പിടഞ്ഞ് നിലത്ത് വീണ് കിടക്കുകയാണ്. അവിടെ കിടന്ന് പിടഞ്ഞ് പ്രാണവേദനയിൽ പിടഞ്ഞ് കളിക്കുകയാണ്, കരഞ്ഞു വിളിക്കുകയാണ്. പെട്ടെന്ന് ആ കൂടെ ഇരുന്ന ആൺപക്ഷി തന്റെ ഗണയെ അമ്പയത് വീഴ്ചത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അതിലേറെ വേദനയിൽ വട്ടമിട്ട് പറന്നിങ്ങനെ കരയാണ്. ഇത് കണ്ട മാത്രയിൽ വാൽമീകി മഹർഷി പ്രാർത്ഥന നിർത്തിയിട്ട് എഴുന്നേറ്റു. എന്നിട്ട് ശപിച്ചു, നിഷാദ പ്രതിഷ്ഠാന്ത മകമത് ശാശ്വതി സമാഹ യത്രൗഞ്ച മിഥുനാദേക അവധീഹി കാമമോഹിതം. അങ്ങനെ ശപിച്ചു. ഇനി എന്റെ ചോദ്യം, ഈ വാൽമീകി മഹർഷി ആകുന്നതിന് മുമ്പ് നമുക്ക് ആ രത്നാകരൻ അവിടെ കൊണ്ട് നിർത്തിയാലോ? ഇതാ നിൽക്കുന്നു, ആ രത്നാകരനോട് നിൽക്കുന്നു. വേടൻ വരുന്നു, ഒരമ്പത് ഒരെണ്ണത്തിന് വീഴ്ചു. എന്ത് സംഭവിക്കും? ഉത്തരം സഹോദരി പറഞ്ഞത് ഇതിൽ പറയില്ല. ഞാൻ പറയാം, എല്ലാരും പറയുന്നതല്ല. അയാൾ വിളിക്കും, രത്നാകരൻ വിളിക്കടോ, അതിനെ കൂടി താഴെ ഇടാന്ന് പറയും. അതിനെ കൂടി 50 ഇടാന്ന് പറയോ ഇല്ലയോ? ഇല്ലേ? വീണ് കഴിയുമ്പോൾ ഒരു അടി ഉണ്ടാവും. ഇതിനറിയോ? ഞാൻ പറഞ്ഞിട്ടാ രണ്ടാമതിനുള്ളതിനെ പിടിച്ചത്, അതെനിക്ക് വേണം. അത് ഞാൻ തരത്തില്ല, എന്റേതാണ് അമ്പ്. അങ്ങനെ അടി കൂടും. ശരിയാണോ? ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാട്ടുപുറകം വന്ന് രണ്ടും കൊണ്ടും പോകും, അത് വേറെ കാര്യം. അങ്ങനെ ഒരു അടിയല്ലേ അവിടെ ഉണ്ടാവുക. പക്ഷേ വാൽമീകി ആയപ്പോൾ എന്ത് സംഭവിച്ചു? വാൽമീകി ആയപ്പോൾ ഒരു പക്ഷിയുടെ മരണം പോലും സഹിക്കാൻ കഴിയാത്ത വേദനയിലെത്തി. ആ മനുഷ്യൻ അനുകമ്പയുടെ ആൾരൂപമായി മാറിയോ? അനുകമ്പയുടെ മൂർത്തിയായി മാറിയോ? മാറ്റിയത് സപ്തർഷികൾ നൽകിയ ആ ജ്ഞാനമല്ലേ, അറിവല്ലേ? അപ്പൊ ശരിയായ അറിവ് നൽകിയാൽ എന്ത് സംഭവിക്കും? മനുഷ്യൻ ഈ പറഞ്ഞ ഉദാത്തമായ സാത്വികമായ ഈശ്വരഭാവത്തിലേക്ക് ഉയരുമോ? അങ്ങനെ നമ്മളൊക്കെ നല്ല മനുഷ്യരാവാൻ തീരില്ലേ? ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈശ്വര ഭക്തി വേണം. ഈശ്വര ചിന്തയിതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ ഇഹപര സുകൃതം ഏകിടുമാർക്കും ഇത് സംസാര വിമോചന മാർഗം. ഓർക്കുക, ഈ ജന്മം തന്നത് ആരാ? നിങ്ങളെ സ്വന്തം തീരുമാനിച്ചിട്ടാണ് അങ്ങോട്ട് വന്നത്. ഈ ഭയങ്കരവാദത്തേക്ക് ആരാ തീരുമാനിച്ച ഒരാൾ വേറെ ഉണ്ട്. നിങ്ങൾ ആദ്യം ജനിച്ചത് എവിടെയാ? ആശുപത്രിയിലോ ഭരണിയിലോ? പിന്നെ ജനിച്ചത് അമ്മയുടെ ഉദരത്തിലാ അല്ലേ? നിങ്ങൾ തീരുമാനിച്ചല്ലോ? അല്ല, തീരുമാനിച്ച ഒരാളുണ്ട്, സാക്ഷാത് ഈശ്വരൻ. ശരിയാണോ? നിങ്ങളും ഞാനും ഒക്കെ 9 മാസം 9 ദിവസം പിന്നെ ചില്ലറ ദിവസം സമയമുണ്ട്, എനിക്കറിയില്ല. അത്രയും ദിവസം ആ വയറ്റിനുള്ളിൽ കിടന്നപ്പോൾ നിങ്ങളെ നോക്കി കണ്ണെഴുതി പൊട്ടു തൊട്ടിട്ട് കുളിപ്പിക്കാൻ ആരും വന്നായിരുന്നോ? നിങ്ങൾ കിടക്കുന്നത് ശരിയായിട്ടാണോ? നിങ്ങൾ വള്ളവേദന ഉണ്ടോന്ന് ആരും അറിഞ്ഞായിരുന്നോ? പിന്നെ ആരാ നോക്കിയത്? ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലേ. കേട്ടോ? ഒന്നും പറയാം. ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലേ. ഈ ഗർഭാവസ്ഥയിൽ ഉള്ളിൽ കിടക്കുമ്പോൾ കാത്തു നമ്മൾ സംരക്ഷിച്ചത് ആരാ? സാക്ഷാൽ ഭഗവാനാണ്. അതുകൊണ്ട് കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടും അടിയൻ ഒക്കെയും അങ്ങ് ശംഭോ. ഈ ജീവിതം നമ്മളെ പരിപാലിച്ച് സംരക്ഷിച്ച് ഭൂമിയിലേക്ക് എത്തിച്ച ആ ഭഗവാന്റെ മുമ്പിൽ കൽപ്പിച്ച പോലെ വരും. ആരാ കൽപ്പിക്കുന്നത്? നമുക്ക് എന്ത് സംഭവിക്കും, എങ്ങനെ ജീവിക്കും എന്നെല്ലാം തീരുമാനിക്കുന്ന ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ കൽപ്പിച്ച പോലെ വരുമെന്ന് നിലച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നു അടിയൻ ഇതൊക്കെയും അങ്ങ് ശംഭോ. ഈശ്വര സന്നിധിയിൽ ഞാനിതാ എന്നെ സമർപ്പിച്ചിരിക്കുന്നു. കാരണം എന്താണ്? ആ കാലം എല്ലാം എന്നെ നോക്കിയത് അങ്ങാണ്. അന്ന് എന്നെ നോക്കാൻ അച്ഛനും അമ്മയും അടുത്തെത്തിയിട്ടില്ല. മാതാവുമില്ല അവിടെ, അന്നു പിതാവുമില്ല, എൻ താതൻ വളർത്തിയവനാണ് ഇന്ന് ശംഭോ. ശരിയല്ലേ? അന്ന് എന്നെ കാത്തത് എന്റെ താതൻ ആരാ? സാക്ഷാൽ ശംഭു, സാക്ഷാൽ മഹേശ്വരൻ, സാക്ഷാൽ ഈശ്വരൻ അല്ലേ? പിന്നെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു, അമ്പല കമ്മിറ്റി ഉണ്ടായിരുന്നു, അവരൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്താ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ വയറ്റിനുള്ളിൽ കിടക്കുമ്പോ ഏതെങ്കിലും ആൾ പൈസ ആയിട്ട് വന്നോ? ഇല്ല. ബന്ധുക്കളില്ല ബലവും ധനവും മറ്റെന്തൊന്നുകൊണ്ടിത് വളർന്നതഹോ വിചിത്രം. എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതൊന്നു നിലച്ചു കണ്ടാൽ അന്ധത്വമില്ലതിന് നീ അരുളീട് ശംഭോ. ആരും വന്ന് എന്നെ കാക്കാനില്ല, ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, സാക്ഷാൽ ഭഗവാൻ. ഭഗവാൻ എനിക്ക് കൃത്യമായി ഇവിടെ തന്നെ കണ്ണു വെച്ച് തന്നു, ഇവിടെ തന്നെ ചെവി തന്നു, ഇവിടെ കൈകൾ തന്നു, എല്ലാം കറക്റ്റ് ആയിട്ട് അല്ലേ? മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തും ഒരു ദേവത ഇങ്ങൽ നിന്നൻ പിണ്ടത്തിനം നവു നൽകി വളർത്ത ശംഭോ.
എങ്ങനെയാ നമ്മൾ സൃഷ്ടിച്ചതെന്ന് അറിയാമോ? 5 സാധനങ്ങൾ ചേർത്താ: മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും. അതൊക്കെ പറയാം. മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും. കുട്ടിക്ക് ധൈര്യം എന്താ പറയാം? അല്ല ധൈര്യം വേണ്ട, പറയാതെ മനസ്സിലാ പറയാം. മണ്ണ് കുട്ടി പറയാം. ഇവരൊക്കെ അങ്ങനെ മിണ്ടാത്തവരാ, അതാണ് നിങ്ങളോട് ചോദിച്ചത്. മണ്ണ്, ജലം, കനല്, അമ്പരം, കാറ്റ്. എത്ര എണ്ണമായി? 5 ആണോ 5 ആണോ? 5 ഏതൊക്കെയത്? മണ്ണ്, ജലം, കനല്, അമ്പരം, കാറ്റ്. ഏതൊക്കെയാ? പൃഥ്വി, തേജോ, വായു, ആകാശം എന്നാണ് ഇദ്ദേഹം പറയാം. പഞ്ചഭൂതങ്ങൾ അതെടുക്കില്ലേ? അറിയോ? പഞ്ചഭൂതങ്ങൾ അറിയോ? ഭയങ്കര ഒരു നിർത്താഞ്ഞിട്ടാണ്. ഞാൻ നിർത്തിക്കോളാം. പിന്നെ മണ്ണ് അല്ലെങ്കിൽ ഭൂമി, വായു കണ്ടോ? അവിടെ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നില്ല, നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം. ഇത് മാത്രമുള്ളൂ കേട്ടോ പ്രപഞ്ചത്തിൽ. ചന്ദ്രനിൽ പോയാലും സൂര്യനിൽ പോയാലും എവിടെ പോയാലും എത്ര സാധനമുണ്ട്? ഇത്രയുള്ള ഒരു സഹോദരി പറഞ്ഞ 5 എണ്ണം. ഇതിൽ വേറെന്താ? പഞ്ചഭൂതങ്ങൾ. ആ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നിങ്ങൾ ഞാനും. ആണോ? ഇത് സമ്മതിക്കത്തില്ല. എന്നാ വലിയ ഞാനൊന്നും ചെയ്യുന്നില്ല. അതാണ് ഈ ഭൂമി, പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ വേറെ ഒന്നുമില്ല. അതെല്ലാം എവിടുന്നാ വന്നത്? സകല ഭൂതങ്ങളും ആത്മാവിൽ നിന്നാണ്. നേരത്തെ പറഞ്ഞില്ലേ പരമാത്മാവ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ആ പരമാത്മാവില്ലേ? സകല ഭൂതങ്ങളും ആത്മാവിലും, ആത്മാവിനെയും അങ്ങനെ സകല ഭൂതത്തിലും കാണുന്നവൻ എന്തുള്ളത്? എല്ലാം ഈശ്വരനാണ്. അതും ഈശ്വരനാണ്, ഇതും ഈശ്വരനാണ്. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്ത പൂർണ്ണമതായ പൂർണ്ണമേവാവശിഷ്യതേ. അതിന്റെ അർത്ഥം പറയാൻ പറ്റത്തില്ല, നേരം പോയി. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? ഈശ്വരനുണ്ട്. നമ്മളെ സൃഷ്ടിച്ചതാരാ? ഈശ്വരന്. കേരളത്തിൽ തന്നെ ആയിക്കോട്ടെ, കോഴിക്കോട് ജില്ലയിൽ തന്നെ ആയിക്കോട്ടെ, തീരുമാനിച്ചതാരാ? പാകിസ്ഥാനിലെങ്ങാനും ആരും നിങ്ങളൊന്ന് ആലോചിച്ചുകൊണ്ടാ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് ബുദ്ധിമുട്ട് എന്താന്ന്. കേട്ടില്ലേ? ഇറാഖിലൊക്കെ പോയിരുന്നെങ്കിൽ അറിഞ്ഞാൽ. എന്നിട്ടാണ് അപ്പൊ ദൈവം കേരളത്തിൽ തന്നെ ആയിക്കോട്ടെ, ദൈവത്തിന്റെ സ്വന്തം നാട്, പുണ്യഭൂമിയായ ഈ മനോഹരമായ ഋഷിപ്രോക്തമായ ഭാരതത്തിൽ, അതിൽ തന്നെ ഏറ്റവും നല്ല പുണ്യഭൂമിയായ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ, അതിൽ തന്നെ ഏറ്റവും നല്ല മനുഷ്യർ തിങ്ങി താമസിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ പൈമ്പ്ര പ്രദേശത്ത് ഈ പറഞ്ഞ സ്ഥലത്ത് ജന്മം തന്നിട്ട് അതിനെല്ലാം ആധാരമായി നമ്മളെ കാത്തുപരിപാലിക്കുന്ന ആ ഈശ്വരനെ മറന്ന് ജീവിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കടുപ്പാട്ടോ. അത്. അപ്പൊ മറക്കൂലല്ലോ ഇനി. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. ഇതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എന്താ പറയാനുള്ളത്? നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് മറക്കരുത് കേട്ടോ. ഒരു ചെറിയ ഉപകാരമാണ് ചെയ്തതെങ്കിൽ പോലും മറക്കാൻ പാടുണ്ടോ? എന്നാൽ മറക്കേണ്ട ഒരു കാര്യമുണ്ട്. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. നല്ലതല്ലാത്തത് നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് വേഗം മറക്കണം. മനസ്സിലായോ? അല്ലാണ്ട് കല്യാണം കഴിച്ച 60 കൊല്ലം മുമ്പ് ഞാൻ ആ വീട്ടിലേക്ക് വരുമ്പോ അന്ന് എന്റെ അമ്മായിയമ്മ എന്നോട് ആദ്യം തന്നെ ചെയ്തത് എന്താണെന്ന് അറിയാവോ? 60 കൊല്ലം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ മറന്നോ? സത്യം പറ. ഇനി അത് ഓർക്കൂലല്ലോ. ഉറപ്പാണ് ഞാനിപ്പോ നിർത്തും. അത്രയെങ്കിലും നന്നാവട്ടെ. ഈ അമ്മായിമാരോട് വിരോധം ഉണ്ടാവില്ലല്ലോ. ഒക്കെ അമ്മായിമാരെ ഇരിക്കുന്നത്, പിന്നെ ആരോട് വിരോധം? അപ്പൊ ഇല്ലേ? അപ്പൊ ഏതായാലും ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? അല്ലെ? നമ്മളൊക്കെ നല്ല മനുഷ്യരായി, കുടുംബത്തിന് വിളക്കായി, നാടിന് വിളക്കായി, നന്മ പ്രകാശം പരത്തി നടുന്നവനല്ലേ ഈ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിപ്പിച്ചു തന്നത്. അതൊക്കെ പഠിപ്പിക്കുന്നതിന്റെ ആധാരം ക്ഷേത്രമല്ലേ? ആ ക്ഷേത്രമല്ലേ ഇതൊക്കെ നടക്കുവോ കുട്ടിയെ? അപ്പൊ ക്ഷേത്രമാണ് ഒന്നാമത്. ആ ക്ഷേത്ര പരിപാലനത്തിന് വേണ്ടി ഇതിന് മനോഹരമായി ഭംഗിയായി കാത്തു സംരക്ഷിക്കുന്ന, ഉത്സവമൊക്കെ നടത്തുന്ന, അതിന് ചിട്ടയോടുകൂടി സംരക്ഷിക്കുന്ന അതിനുള്ള തന്ത്രിമാരും പൂജാരിമാരും അതുപോലെ തന്നെ അതിന്റെ പുരാണന്മാരും അതിനേക്കാൾ മിടുക്കരായിട്ടുള്ള കമ്മിറ്റിക്കാരും ഒക്കെ ഉള്ള അനുഗ്രഹീതമായ ഒരു സ്ഥലം. അതിലേറെ പുറത്തുനിന്ന് ഒരാൾ വന്നു കണ്ടാൽ ഇത്രയ്ക്ക് ചൈതന്യധന്യമായ സവിശേഷതകളുള്ള ഒരു മഹാക്ഷേത്രം, നമ്മൾക്ക് അത്ഭുതം തോന്നുന്ന, ആശ്ചര്യം തോന്നുന്ന, എല്ലാം തുടങ്ങി ഇത്രയും നല്ലൊരു ക്ഷേത്രം നിങ്ങൾക്ക് ഉണ്ടായിട്ട് കുറച്ചുകൂടി ഉഷാറായി കൂടെ എന്ന് എനിക്ക് ചോദിച്ചിരിക്കുക. നിങ്ങളല്ല, ഈ നാട്ടിൽ ഇനി വരാത്തവർ അങ്ങനെയൊക്കെ ചേർന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മണാശ്ശേരി മേച്ചേരി ക്ഷേത്രം പോലെ, കുന്നത്ത് ക്ഷേത്രം പോലെ, ഇലഞ്ഞിക്കൽ ദേവി ക്ഷേത്രം പോലെ, പിന്നീട് ഈ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ പുനഃപ്രതിഷ്ഠ നടത്തി നാട്ടുകാർക്ക് ബോധമുണ്ടായി ശേഷം നല്ല നിലയിൽ വന്ന ക്ഷേത്ര പരിസരവും ഒക്കെ ആകമാനം മാറി നല്ല നല്ല വീടുകൾ, നല്ല റോഡുകൾ, സൗകര്യങ്ങൾ, എല്ലാ വീട്ടിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന മക്കള്, സുഖസുന്ദരമായി വാഹനങ്ങൾ വീട്ടിൽ 2, 3, പിന്നെ കുറച്ച് ഫോണും കൂടുതലുണ്ട്, അതുകൊണ്ട് എല്ലാം ചേർന്ന് സമ്പൽ സമൃദ്ധിയോടുകൂടി സമാധാനത്തോടെ കഴിയുന്നു. അങ്ങനെ ഒരു നാട് സൃഷ്ടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ വന്ന് എല്ലാത്തിനും സഹകരിക്കുകയും
ഇവിടുന്ന് കിട്ടുന്ന അറിവുകളൊക്കെ ജീവിതത്തിൽ പകർത്തി പ്രാർത്ഥനയോടെ നന്നായി ജീവിക്കുക, ഐശ്വര്യം ഉണ്ടാകാൻ, പുരോഗതി ഉണ്ടാകാൻ വേണ്ടിയിട്ട് കഠിന പരിശ്രമം ചെയ്യുക, ഐക്യത്തോടെ മുന്നോട്ട് പോവുക. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ മനോഹരമായ ചൈതന്യധന്യമായ ക്ഷേത്രാങ്കണത്തിൽ ഈ പറയുന്ന ഒരു വലിയ ഉത്സവം, തീയാട്ട് ഉൾപ്പെടെയുള്ള മനോഹരമായ ഭക്തിപരമായ ഉത്സവം നടക്കുന്ന ഈ സന്നിധിയിലേക്ക് എന്നെ കൂടി വിളിക്കാൻ കാണിച്ച സന്മനസ്സിന് തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹമാണ്. എങ്കിൽ എന്നെ കൂടി ക്ഷണിച്ച ഭാരവാഹികൾക്ക് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സ്വാമിയെ ശരണയ്യപ്പ. പ്രിയ ഭക്തരെ, ഇത്രയും